Hi dear children, second session, second shift in the second shift ആണ് 22012026 second shift questions ആണ് നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് മാത്തമാറ്റിക്സ് നോക്കാം. ഓക്കെ, രണ്ട് ക്വസ്റ്റ്യൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു. രണ്ട് ക്വസ്റ്റ്യൻ കിട്ടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് കോംപ്ലക്സ് നമ്പേഴ്സ് Z1, Z2, etc. Zn satisfies the equation 4Z square plus Z bar equal to 0, then sigma I is equal to 1 to n modulus of Zi square. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ആക്ച്വലി അതിൻ്റെ റൂട്ട്സ് ആയിരിക്കും, സാറ്റിസ്ഫൈ ചെയ്യാന്നുള്ള റൂട്ട്സ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് given that 4Z square plus Z bar equal to 0. Z bar equal to 0. ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ട് കേസിൽ പോസിബിൾ ആണ്. ഇഫ് Z ഈസ് ഈക്വൽ ടു 0, Z 0 ആണെങ്കിൽ അങ്ങനെ സംഭവിക്കും. അപ്പോൾ മോഡുലസ് ഇസഡും 0 ആയിരിക്കും. അതൊരു റൂട്ടാണ് Z 0 ആണെങ്കിൽ. അല്ലെങ്കിൽ ഇഫ് Z നോട്ട് ഈക്വൽ ടു 0, ആ ഒരു കേസും കൂടി വരും. Z നോട്ട് ഈക്വൽ ടു 0 വരുമ്പോൾ നമുക്ക് പറയാം ഒരു Z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4Z³ പ്ലസ്, അപ്പോൾ Z ബാർ ഇൻറ്റു Z മോഡുലസ് Z സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് വരും. ആ കേസിൽ 4Z³ ഈസ് ഈക്വൽ ടു മൈനസ് മോഡുലസ് Z സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് മോഡുലസ് ഓഫ് Z നമുക്ക് എന്ത് കിട്ടും? 1/4 എന്ന് കിട്ടും. ഇപ്പുറത്തേക്ക് എടുത്താൽ മതി, 1/4 എന്ന് കിട്ടും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ 4Z³ മോഡുലസ് ഓഫ് Z 1/4 ആണെങ്കിൽ 4Z³ എന്ന് പറയുമ്പോൾ -1/16 എന്ന് വരും. -1/16 എന്ന് വരും. അപ്പോൾ Z³ എന്ന് പറഞ്ഞാൽ 4 ഇങ്ങോട്ടേക്ക് വന്നാൽ -1/64 എന്ന് വരും. -1/64 ആണ് Z³ എങ്കിൽ Z എന്തായിരിക്കും? Z വരുന്നത് അതിൻ്റെ 3 റൂട്ടുകൾ ഏതൊക്കെയാണ്? ഒന്ന് -1/4 ആണ്, പിന്നെ -1/4 ഒമേഗ വരും, -1/4 ഒമേഗ സ്ക്വയർ വരും. അപ്പോൾ ഈ റൂട്ട്സിൻ്റെ സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. റിക്വയർഡ് ആൻസർ എന്ന് പറയുമ്പോൾ അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ സ്ക്വയേഴ്സ് എടുക്കണം. 0ൻ്റെ സ്ക്വയർ 0 സ്ക്വയർ വരും, പിന്നെ 1/16 വരും, അടുത്തതും 1/16 വരും, അടുത്തതും 1/16 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/16. 3/16 ഇസ് ദി ആൻസർ. 3/16 ആണ് എൻ്റെ ആൻസേഴ്സ്. അപ്പോൾ 0 റൂട്ടാണ്, ഇത് മറ്റൊരു റൂട്ടാണ്, ഇത് മറ്റൊരു റൂട്ടാണ്, ഇത് മറ്റൊരു റൂട്ടാണ്, അതിൻ്റെ സ്ക്വയേഴ്സ് വരും. ഓക്കെ, സോ 1/3 0 പ്ലസ് ആദ്യം 0 അല്ലേ, പിന്നെ 0, പിന്നെ -1/4 സ്ക്വയർ, -1/4 ഒമേഗ സ്ക്വയർ, അതിൻ്റെ എല്ലാം കൂടി ചേർത്തിട്ട് 3/16 എന്ന് വരും. ഇതാണ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി കിട്ടിയിട്ടുണ്ട്. അത് NCERT ബുക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ NCERT ബുക്കിൽ ചേർന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏരിയ എൻക്ലോസ്ഡ് ബൈ എക്സാക്ട് ക്വസ്റ്റ്യൻ ഫ്രം NCERT ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8, y² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4x. ഏരിയ എൻക്ലോസ്ഡ് ബൈ 4x² പ്ലസ് y² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8, y² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4x. എക്സാക്ട് ക്വസ്റ്റ്യൻ ഫ്രം NCERT ബുക്ക്. ദാറ്റ് ഈസ് ഒരു റഫ് ഫിഗർ. ഇത് എലിപ്സിൻ്റെ ഇക്വേഷൻ ആണ്, നിങ്ങൾക്ക് അറിയാലോ അല്ലേ. ഇത് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ x²/2 പ്ലസ് y²/8 ഈക്വൽ ടു 1. എലിപ്സ് വെർട്ടിക്കൽ എലിപ്സ് ആണല്ലോ അല്ലേ. വെർട്ടിക്കൽ എലിപ്സ് ആണ്. പരാബോള ഇങ്ങനെ വരും, ഈ ഫോമിലാണ് പരാബോള. ഏരിയ എൻക്ലോസ്ഡ് ബൈ എന്ന് പറയുമ്പോൾ ഈ പോർഷൻ്റെ ഏരിയ ആണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് അബൌട്ട് y ആക്സിസ് വേണമെങ്കിൽ ചെയ്യാം. x ആക്സിസ് y ആക്സിസ് ഏരിയ ഓഫ് ദിസ് പോർഷൻ. അപ്പോൾ 2 ടൈംസ് എടുത്താൽ മതി. ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 1,2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഏരിയ, റിക്വയർഡ് ഏരിയ ഇതിൻ്റെ 2 ടൈംസ് എടുത്താൽ മതി. റിക്വയർഡ് ഏരിയ ഈക്വൽ ടു 2 ടൈംസ് ഓഫ് ഇൻ്റഗ്രൽ 0 to y അബൌട്ട് y ആക്സിസ് ആണ്. അപ്പോൾ 0 to 2 √ഓഫ് ഇവിടെ നിന്ന് x² കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് വരും?
8 minus y square by 4 minus ഇവിടെ നിന്ന് y square by 4 with respect to y dy ആണ്. ഇതാണ് സംഭവം. അപ്പോൾ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to 2 റൂട്ട് ഓഫ് 4 2 വരും. 2 കട്ടായി പോവും. റൂട്ട് 8 മൈനസ് വൈ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ 2 വരും. 2 1/4 കട്ടായി പോവും വിത്ത് റെസ്പെക്ട് ടു dy. ഇതാണ് സംഭവം. ഇനി നമുക്ക് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാം. റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഫോം. ദാറ്റ് ഈസ് ഇത് 4 ഡയറക്റ്റ് ഫോർമുല 4 സൈൻ ഇൻവേഴ്സ് y ബൈ റൂട്ട് 8 വരും. 2 റൂട്ട് വരും പ്ലസ് y ബൈ 2 ഓഫ് വൈ സ്ക്വയറിന് എന്ത് വരും? റൂട്ട് ഓഫ് 8 മൈനസ് വൈ സ്ക്വയർ അല്ലേ. പിന്നെ മറ്റേത് y ക്യൂബ് ബൈ 6 വരും. വൈ സ്ക്വയർ y ക്യൂബ് ബൈ 3 2 അവിടെ ഉണ്ട്. y ക്യൂബ് ബൈ 6 വരും. ലിമിറ്റ് ഫ്രം 0 to 2. ലിമിറ്റ് കൊടുത്താൽ മാത്രം മതി. ആ പാർട്ട് നിങ്ങൾ ചെയ്യുക. ഇത് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ നിങ്ങൾക്ക് അറിയാലോ അല്ലേ. എ സ്ക്വയറിന്റെ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ റൂട്ട് അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഫോർമുല അറിയാവുന്നതാണ്. ഓക്കെ. ഇനി ഡയറക്റ്റ് ആയിട്ട് ഈ ലിമിറ്റ് കൊടുത്താൽ നമുക്ക് കിട്ടും 5 പ്ലസ് 2/3. ഓപ്ഷൻസിലുണ്ടായിരുന്നത് 5 പ്ലസ് 2/3, 5 പ്ലസ് 4/3, 5 മൈനസ് 2/3, 5 മൈനസ് 4/3 ആണ് ഓപ്ഷൻ. 5 പ്ലസ് 2/3 ആണ് ആൻസർ. ഇത് NCERT ബുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഇനി അടുത്ത സാർ വരും. വെയിറ്റ് ചെയ്യാം. ഓക്കെ. താങ്ക് യു. ഹലോ, ഗുഡ് ഈവനിങ്. നമ്മൾ JEE 2026 ഷിഫ്റ്റ് 2 ഇന്നത്തെ ഷിഫ്റ്റ് 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. കണ്ടിടത്തോളം മോഡറേറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് എനിക്ക് തോന്നുന്നത്. ക്വാഡ്രാറ്റിക്കൽ ഒരു ക്വസ്റ്റ്യൻ. ക്വാഡ്രാറ്റിക്കൽ എല്ലാ സെഷനിലും ഓരോ ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ, ആൽഫ ബീറ്റ റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 2x square 12x square minus 20x plus 3 lambda. Lambda is an integer. Modulus of beta minus alpha half in the 3/2 ഇടയിലാണ്. Sum of all possible values of lambda. അതാണ് ചോദ്യം. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ട അത്രയേ ഉള്ളൂ. ആൽഫ മൈനസ് നിങ്ങൾക്ക് അറിയാലോ, ആൽഫ മൈനസ് ബീറ്റ മോഡും ബീറ്റ മൈനസ് ആൽഫ മോഡും സെയിം ആണ്. അപ്പോൾ ആൽഫ മൈനസ് ബീറ്റ ഹോൾ സ്ക്വയറിന്റെ വാല്യൂ എന്താ? ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 4 ആൽഫ ബീറ്റയാണ്. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇത് സ്ക്വയർ ചെയ്യുക. ഇത് എന്താണ്? മൈനസ് ബി ബൈ എ അല്ലേ. യുനോ ആൽഫ പ്ലസ് ബീറ്റ ഈസ് 20/12. ഇറ്റ് ഈസ് 400/12. അല്ല, 400/144. Minus 4 into alpha beta. Alpha beta is C by A. It is 3 lambda by 12. 3 lambda by 12. അപ്പോൾ ഇതാണ് ആൽഫ മൈനസ് ബീറ്റ ഹോൾ സ്ക്വയർ. ഇതാണ് ഇതിൻ്റെ ഇടയിൽ കിടക്കുന്നത് 1/20 3/2 ഇടയിൽ. ഇത് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പം യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ്, ഇത് 12 വെട്ടിപ്പോവും, ഇത് വെട്ടിപ്പോവും 200 272 272 136 50 18 ഒന്നുകൂടി കുറയ്ക്കാം അല്ലേ.
25 9 25 9 അല്ലേ 25 9 മൈനസ് ലാംഡ ശരിയല്ലേ 12 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അല്ല 16 കൊണ്ട് 16 ഇൻറ്റു 9 16 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 25 അല്ലേ കേട്ടോ 16 ഇൻറ്റു 25 അല്ല 25/9 തന്നെയല്ലേ 25 9 ഇൻറ്റു 16 ആണ് അല്ലേ അപ്പം 25 ഇൻറ്റു 16 നോക്കിയാൽ മതി 3 6 2 12 3 15 25 ശരിയാണ് 400 ശരിയാണ് 25/9 മൈനസ് ലാംഡ അത് എന്തിൻ്റെ ഇടയിലാണ് അതിൻ്റെ റൂട്ടാണ് അപ്പോൾ ആൽഫ മൈനസ് ബീറ്റ പറയണത് ആൽഫ മൈനസ് ബീറ്റ മോഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ റൂട്ടാണ് അപ്പോൾ തന്നീന് ഈ സാധനം 1/2ൻ്റെയും 3/2ൻ്റെയും ഇടയിലാണ് അപ്പോൾ രണ്ട് കാര്യങ്ങൾ നോക്കാം ഈ സാധനം എന്തിൻ്റെ ഇടയിലാണ് 1/2ൻ്റെയും 3/2ൻ്റെയും ഇടയിലാണ് അപ്പോൾ ദിസ് ഈസ് ലൈങ് ബിറ്റ്വീൻ ഇത് -1/2ൻ്റെയും 3/2ൻ്റെയും ഇടയിലാണ് അല്ലേ 3/2ൻ്റെ ഇടയിലാണ് അപ്പോൾ സിംപ്ലിഫൈ ചെയ്താൽ മതി ദാറ്റ്സ് ഓൾ ഇപ്പോൾ സ്ക്വയർ ചെയ്യുമ്പം 1/4ൻ്റെയും 1/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25/9 മൈനസ് ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9/4 വരും 36 കൊണ്ട് ഒന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്തോളൂ അപ്പോൾ എന്ത് കിട്ടും 9 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 36 കൊണ്ടാണ് അപ്പോൾ 4 ആകുമ്പോൾ 100 മൈനസ് 36 ലാംഡ ലെസ് ദാൻ 9 81 വരും അല്ലേ അപ്പോൾ 36 ലാംഡ 100 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യും അപ്പം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 81 minus 81 less than or equal to minus 36 lambda less than or equal to 81 ആകുമ്പം 19 ഒന്നായിട്ട് സബ്ട്രാക്ട് ചെയ്താൽ 19/36 will be less than or equal to lambda less than or equal to 81/19 അപ്പോൾ 19/36 ഒന്ന് ഏകദേശം എത്ര ഉണ്ടാവും 0 പോയിന്റ് സംതിങ് ഉണ്ടാവും 81/19 എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര ഉണ്ടാവും 81/36 സോറി 81/36 ഇത് 81/36 അല്ലേ അപ്പോൾ ഇത് ഏകദേശം എത്ര ഉണ്ടാവും 2 പോയിന്റ് സംതിങ് അല്ലേ 2 പോയിന്റ് സംതിങ് അപ്പോൾ ലാംഡ ലൈ ബിറ്റ്വീൻ 0 പോയിന്റ് സംതിങ് ആൻഡ് 2 പോയിന്റ് സംതിങ് അപ്പോൾ ലാംഡ ക്യാൻ ടേക്ക് വാല്യൂസ് 1 എടുക്കാം 2 എടുക്കാം അപ്പോൾ ലാംഡ number of values lambda can take is 1 and 2 കുറച്ച് കാൽക്കുലേഷൻ കുറച്ച് സ്മാർട്ടായിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ അപ്പോൾ സം ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് ലാംഡ അതാ ചോദ്യം അപ്പോൾ ആൻസർ ഇസ് 1 + 2 is equal to 3 is the answer 3 is the answer okay right അടുത്ത ചോദ്യം the mean deviation about the median ഇതെല്ലാം ഇപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചോദ്യമായിരുന്നു ഈ ഇത് അരിത്മെറ്റിക് പ്രോഗ്രഷനാണ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ മീഡിയനും മീനും ഒന്നാണ് അപ്പം മീൻ ഡിവിയേഷൻ അബൌട്ട് ദ മീഡിയനും മീൻ ഡിവിയേഷൻ അബൌട്ട് ദ മീനും സെയിം ആണ് പിന്നെ നമ്മളൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ടാവും ഇങ്ങനെ റിസൾട്ട് പഠിച്ചിട്ടുണ്ടാവും അതായത് 1 1 2 3 എക്സെട്ര അപ് ടു 2n ഫസ്റ്റ് 2n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ മീഡിയൻ ഫസ്റ്റ് 2n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ മീഡിയൻ അബൌട്ട് ദ മീനും mean deviation about the median. Mean deviation about the mean is n/2. 1 2 3 etc. up to 2n. അതുപോലെ ഇങ്ങനെയുണ്ട് 1 2 3 etc. up to 2n plus 1. 2n plus 1 ആണെങ്കിൽ mean deviation of the median is താഴെ 2n plus 1 എഴുതാം മുകളില് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഇതാണ് ഇപ്പം ചോദിച്ചത് നാളെ ചിലപ്പോൾ ഇത് ചോദിക്കുക അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് ഫസ്റ്റ് 2n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ മീൻ ഡിവിയേഷൻ അബൌട്ട് ദ മീഡിയൻ മീൻ ഡിവിയേഷൻ അബൌട്ട് ദ മീൻ അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ മീനും മീഡിയനും സെയിം ആണ് അപ്പം മീൻ ഡിവിയേഷൻ അബൌട്ട് ദ മീൻ 1 2 3 ഫസ്റ്റ് 2n നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ n/2 ഫസ്റ്റ് 2n + 1 നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ താഴെ 2n + 1 എഴുതാം ഇനി 2 × 1 + 2 + etc. + n
ഇത് വേണമെങ്കിൽ സിംപ്ലിഫൈ n into n plus 1 by 2. 2 into n into n plus 1 by 2 by 2n. അതേപോലെ നിങ്ങൾ ഇതും പഠിക്കണം. ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ വേരിയൻസ് n സ്ക്വയർ മൈനസ് 1 by 12. ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ഫസ്റ്റ് ഓഡ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ വേരിയൻസ് n സ്ക്വയർ മൈനസ് 1 by 3. ഇതൊക്കെ ഒരുമിച്ച് പഠിക്കാം. അപ്പൊ ഇവിടെ ഇതാണ് ആവശ്യമുള്ളത്. സിമ്പിൾ ആണ്. 1 to 2n ആണെങ്കിൽ n by 2. നിങ്ങൾക്ക് അറിയാലോ k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മീൻ ഡീവിയേഷൻ എല്ലാ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനും ഡിപ്പെൻഡ്സ് ഓൺ ചേഞ്ച് ഓഫ് സ്കെയിൽ ബട്ട് ഇറ്റ്സ് ഇൻഡിപെൻഡന്റ് ഓഫ് ചേഞ്ച് ഓഫ് ഓറിജിൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ ഇതിന്റെ വാല്യൂ എന്താണ് 1 2 3 എക്സെട്ര അപ് ടു 2n അല്ലേ. അപ്പം k 2k, അപ്പം k 2k എക്സെട്ര അപ് ടു 1000k എം ഡി എന്തായിരിക്കും? എം ഡി അബൌട്ട് ദ മീനും എം ഡി അബൌട്ട് ദ മീഡിയനും സെയിം ആയത് എന്തുകൊണ്ടാ? മീനും മീഡിയനും സെയിം ആണ് ഫോർ എൻ അരിത്മെറ്റിക് പ്രൊവിഷൻ. അപ്പൊ ഇതിന്റെ എന്തായിരിക്കും? ഇറ്റ് ഇസ് 1000ന്റെ പകുതിയുടെ പകുതി. 1000 ആണ് 2n. അപ്പൊ 1000ന്റെ പകുതിയുടെ പകുതി. 1000ന്റെ 2n ആണ് 1000. അപ്പൊ 1000ന്റെ പകുതിയുടെ പകുതി. ഇറ്റ് ഇസ് 1000 by 4 ഇൻറ്റു മോഡ് k. ഇതാണ് തന്നിട്ടുള്ളത്. ഇറ്റ് ഇസ് 500. I think I have discussed the same question in the class. ഇതേ ചോദ്യം ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റു 500. എൻ്റെ കുട്ടികളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും ചോദിക്കണം. ഈ ക്വസ്റ്റ്യൻ ഇതേപോലത്തെ ചോദ്യം തന്നെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾ പഠിക്കുക. എൻ്റെ കൂടെ തന്നെ വേരിയൻസ് ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സും ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ വേരിയൻസും ഫസ്റ്റ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ വേരിയൻസും. അത് പക്ഷേ പഴകിയതാണ്. പക്ഷെ ഇനി ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നാളെ ചോദിക്കാൻ സാധ്യതയുള്ള സാധനം. ഓക്കെ, അപ്പോൾ വെട്ടിപ്പോവും 500 വെട്ടിപ്പോവും 2 പോവും 2 ഇവിടെ 2 ആവും. അപ്പോൾ മോഡ് കെയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ k can be plus or minus 2. അപ്പോൾ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് k സ്ക്വയർ? k സ്ക്വയർ ഈക്വൽസ് 4. 4 ഇസ് ആൻസർ. ഇത് ഒരു സെക്കൻഡോട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. ഞാൻ ഇത് ഡിസ്കസ് ചെയ്യാൻ കാരണം, ഇത് തിയറി വരാൻ കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾ ഇതും കൂടി പഠിക്കണം. എം ഡി ഓഫ് ഫസ്റ്റ് 2n plus 1 നാച്ചുറൽ നമ്പേഴ്സ് ഓഡിലാണ് അവസാനിക്കണമെങ്കിൽ ഇവിടെ 1000k പകരം 1001k ആണെങ്കിൽ ഇതാ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇനി നമ്മൾ സാറ് വരും, വേറെ സാറ്. ഓക്കെ.
Yes, good evening, all of you. Now we've come with shift 2, day second, physics questions. Good evening and welcome, all of you, those who are watching. And I hope there will be students appearing examination in the coming days. I welcome them all. Wish all of them all the best. As far as last 4 sessions are observed, the trend of questions being easy is continuing. We hope that this will be the nature of questions coming in the coming days. Okay, let us start with the question in waves chapter. Very basic question. Two organ pipes, third and sixth harmonic of the frequency differ by 3200. Find the length of the organ pipe. Okay. Now, for fundamental frequency of an open pipe, speed of sound divided by 2 length, 2L. That's a formula. V is the speed of sound and L is the length. Here 6, therefore frequency of 6 by frequency of third. Frequency of 6 will be 6 into V by 2L minus frequency of third will be 3 into V by 2L. And that is given to be, difference of frequency is given to be 3200. So 6 minus 3, 3 into V divided by 12, that comes to be 3200. Now it is given that V is equal to 320 meter per second. So instead of V, it is given that V is equal to 320 meter per second. Isn't it? So this is coming to be 3 into 320 divided by 12 is equal to 3200. Isn't it? So this is coming to be 10 times. Therefore, L is coming to be 3 divided by 20. That many meters. Therefore, L is coming to be 3 divided by 20. This is meter. When you convert it to centimeter into 100, that comes to be 15 centimeter, option 3. So very open direct question. Okay. Very simple. Just take care that this is an open pipe, not closed pipe. Therefore, formula for the fundamental frequency is V by 12 and nth harmonic will be N into V by 12. Harmonics will be in the ratio of the integer ratio it will be there. So it's a very easy question. Answer is 15. Now we come to the next question. Again, the trend of asking logic gates question is continuing. Almost every day they are asking. It's maintained continuously. And they are keeping a moderate questions, not so easy moderate questions you are having. Now, let us take this session. This session, I write A and B bar. A and B bar. This session, this is an OR gate. That is C or D. Correct? Then this is first part. This is second part. Then we have, and so I just write it a little bit down. That is this part, A and B bar, because this is C or D.
okay, C or D. Then we have an AND gate, okay, then whole bar, isn't it? Now we have the complement of the product is equal to sum of the complements. Complement of the product is equal to sum of the complement. So first term A and B bar complement. The term is A and B bar, its complement, or complement of C bar, isn't it? Okay, now we will be getting A and B, or now again using the same sum, complement of the sum is equal to the product of the complements. This will be C and D, C bar and D. So this is exactly matching it. Okay, A and B or C and D bar. Once again I repeat it. First section is A and B. This is a NOT gate A and B bar. This is an OR gate C or D. Then this is an AND gate, and I put dot here. Here either put a dot or doesn't matter. Here also I can put dot. Here also I can put dot. Here also. Okay. Now there is an NOT gate there. So this whole thing will be the bar. Now we are using the De Morgan. The complement of product is equal to sum of complements. This is one term, A and B bar. Its complement A and B bar or plus then C or D bar. Again, the sum of complement of sum is equal to product of the complement. So C or D bar is equal to C bar and D bar. So answer is very visible as the fourth option. Okay. Now we are coming to question number 3. Question number 3 has not come to the board. Question is very simple question. Again, you see we are having the trend of keeping dimensional formula. We have to find the dimensional formula of epsilon 0 E divided by time. So to write the dimensional formula of epsilon 0, we have to make it out, then E make it out. So there are so many options are there. One option I find is that, you know, epsilon 0 E square divided by E into T. E into T. Epsilon 0 E square is the dimension, it is what? Energy density. Energy density divided by E is force per charge. Force per charge into time. So I replace it like that. Energy density. Energy density means energy per volume. Energy density has the dimensions of either pressure, stress, elastic modulus. That comes to be M L minus 1 M L minus 1 T minus 2, energy per volume, ml square T minus 2. Denominator force per charge. Force per charge. Force is ml T minus 2 divided by charge. Charge is not a fundamental quantity. Current is fundamental quantity. I can write A into T. That is for force per charge field. We have introduced the field term by introducing E square. Now time is T. What things cancel each other? T minus 2 cancel. M get cancel. Here this T get cancel. What is left over in the numerator who is remaining? L minus 1. Denominator who is remaining? L by A. So A will go to the numerator. L will come to the denominator. Therefore A by L square. Therefore A into
L minus 2. This is question has not come in the board printed. This is previous questions, not for this question. This question I repeat, we have to find question number 3, dimensional formula of epsilon 0 E by T. Epsilon 0 E by T we made in a convenient familiar pattern. Epsilon 0 E square by E. Because epsilon 0 E square is energy density that is known to you, divided by force per charge into time. Field is force per charge. Energy density is ml minus 1 T minus 2. Field is ml T minus 2 A into T. Simplifying, we are getting A into L minus T. Okay, that's all about in the first spell of physics questions. Okay, we'll be meeting again now. Yes, sir. ഹായ് ഡിയർ ചിൽഡ്രൻ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി കിട്ടിയിട്ടുണ്ട്. ഇൻഇക്വാളിറ്റിയുമായിട്ട് ബേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ഇത് കുറച്ച് ക്യാൻസൽ ചെയ്തു അല്ലേ, കുറച്ച് മാത്സ് നോക്കാം. ഇഫ് 4x² plus y² less than 52, x, y belongs to I, then number of odd pairs of x, y is, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ 4x² plus y² less than 52 ആണെങ്കിൽ തീർച്ചയായിട്ടും 4x² less than 52 ആവണം. x² less than 52 by 4 13 ആവണം. അപ്പോൾ x² വാല്യൂസ്, അപ്പോൾ x² belongs to എന്തൊക്കെ വരാം? x² 0 വരാം, 1 വരാം, 4 വരാം, 9 വരാം. ഇൻഡിജേഴ്സ് ആയതുകൊണ്ട് x² belongs to 0, 1, 4, 9 വരാം. ഇനി ഓരോ കേസിലും x² 1 0 ആകുമ്പോൾ, 1 ആകുമ്പോൾ, 4 ആകുമ്പോൾ 9, 4 കേസ് വരും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന നമുക്ക് y² കൂടി കണ്ടുപിടിക്കണം. ഇഫ് x² ഈക്വൽ ടു 0, x² ഈക്വൽ ടു 0 ആണെങ്കിൽ y² വാല്യൂസ് എന്തായിരിക്കും? y² belongs to എവിടെ വരെ വരും? 0 വരാം, സ്ക്വയേഴ്സ് അല്ലേ, 1, 4, 9, 16, 25, 36, 49, ഇത്രയും വാല്യൂസ് y² വരെ. അപ്പോൾ x² ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ, അപ്പോൾ കാരണം y² 52 താഴെയാവണം. സിൻസ് y² ലെസ് ദാൻ 52 ആവണം, മാക്സിമം 52 വരാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേസ് 1 നമുക്ക് എടുക്കുമ്പോൾ, x² ഈസ് ഈക്വൽ ടു 0. x² ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ x ഈക്വൽ ടു 0 ആണ്. നമുക്ക് ഓർഡേഡ് പെയർ x, y ആണ് വേണ്ടത്. അപ്പോൾ ഒരു വാല്യൂ എക്സിന് വരുള്ളൂ, 0 മാത്രമേ വരുള്ളൂ. അപ്പോൾ ദാറ്റ് ഈസ് ആ 1 ഇൻറ്റു y² ഈ 0 വരാം, പ്ലസ് വൈക്ക് 0 വരാം. പിന്നെ ഇതിനെല്ലാം പ്ലസ് ഓർ മൈനസ് ആവും, പ്ലസ് ഓർ മൈനസ് 1, പ്ലസ് ഓർ മൈനസ് 2, പ്ലസ് അങ്ങനെ എത്ര വരും? 1, 2, 3, 4, 5, 6, 7, 7ന്റെ ഇരട്ടി വരും. അല്ലെങ്കിൽ 2 ഇൻറ്റു 7 എന്ന് എഴുതാം നമുക്ക്. ഈസ് ഈക്വൽ എത്ര വരും? 15 എന്ന് വരും. ഇതാണ് ഒരു കേസ്. കേസ് 2 എന്ത് വരും? x² ഈക്വൽ ടു അടുത്തത് 1 ആണ്. x² 1 ആവുമ്പോൾ y² belongs to 0, 1, 4, 9, 16, 25, 36 വരെയല്ലേ വരുള്ളൂ. 49 വരാൻ പാടില്ലല്ലോ. 49 വന്നാൽ 52 ആവും അത്. അപ്പോൾ ഈ കേസിൽ x² 1 ആവുമ്പോൾ എക്സിന്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 1 വരും. അപ്പോൾ ഇത് 2 ടൈംസ് വരും. 2 ടൈംസ് 0 1 ടൈം വരും. ഇത് എത്ര വരും നോക്കിയേ? 1, 2, 3, 4, 5, 6. 2 ഇൻറ്റു 6 വരും. എത്ര വരും? 26 വരും അല്ലേ? 26 വരും. 13 26 വരും. ഇനി കേസ് 3 വരുവാണെങ്കിൽ x² എത്രയാ? x² ഈസ് ഈക്വൽ ടു 4 ആണ്. അപ്പോൾ y² എന്ന് പറയുമ്പോൾ 0, 1, 2, 3, 4 അല്ല 0, y² എന്ന് പറയുമ്പോൾ 0, 1, 4, 9, 25 ഇത്രയും കേസസ് വരും. അപ്പോൾ ആ കേസിൽ x
സ്ക്വയർ 4 ആണെങ്കിൽ 2 ടൈം പ്ലസ് ഓർ മൈനസ് 2 വരാം. അപ്പൊ 2 ടൈംസ് y എത്ര വരും? 0 വരും. പ്ലസ് ബാക്കിയെല്ലാം 2 ടൈംസ് 1 2 3 4 വരും. അല്ല 16 വിട്ടുപോയില്ലേ? 16 5 വരും. അപ്പോൾ 10 പ്ലസ് ഈക്വൽ 22 എന്ന് വരും. 22 ഒരു കേസ് കൂടി വരും. കേസ് 4 എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽ എത്ര വരും? 9 വരും. അപ്പൊ ആ കേസിൽ y സ്ക്വയർ ബിലോങ്സ് ടു 0 1 4 9 16 വരെ വരുള്ളൂ. 16 വരെ 4 സോറി 9 16 വരില്ല. 9 വരെ വരുള്ളൂ. 0 1 4 9 എന്ന് വരും. അല്ലെങ്കിൽ അത് 15നേക്കാൾ കൂടുതലായി പോകും. അപ്പൊ ഈ കേസിൽ എക്സ് സ്ക്വയർ 9 ആകുമ്പോൾ എക്സ് പ്ലസ് ഓർ മൈനസ് 3 2 ടൈംസ് വരും. പിന്നെ ദിസ് 0 പ്ലസ് 2 ഇൻറ്റു 3 വരും. 149 പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 2 പ്ലസ് ഓർ മൈനസ് അപ്പോൾ 3 ഇൻറ്റു 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 14 വരും. അപ്പോൾ ടോട്ടൽ കേസസ് ടോട്ടൽ എന്ന് പറയുമ്പോൾ എത്ര വരും? ആദ്യം നമുക്ക് എത്ര കിട്ടി? 15 കിട്ടി. 15 പ്ലസ് 26 പ്ലസ് പിന്നെ കിട്ടിയത് എത്ര? 22 ആണ്. ഇത്രയും പേയേഴ്സ് വരും. അതായത് 77 ആണ് ആൻസർ. ഓപ്ഷനിലുള്ളത് 50. ഓപ്ഷൻ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: 57 67 77 87 എന്നാണ്. 77 is the answer. Yes, 77 is the answer. Okay. വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് കാണാം നമുക്ക്. താങ്ക് യു. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാലോ? ലിമിറ്റിലായിരുന്നു. നല്ല ചോദ്യമാണ്, പക്ഷെ അത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചോദ്യമാണ്. എന്നാലും നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നോക്കാം. ലിമിറ്റ് എക്സിസ്റ്റൻറ്റ് ഇസ് ഫൈനൈറ്റ് പ്രോബ്ലം ആണ്. ഇത് ആദ്യത്തെ റൗണ്ടിൽ ചെയ്യേണ്ടെന്ന് ഞാൻ പറയാം. എന്നാലും ഇത് ചെയ്യാം. ഡുവബിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ. കാരണം സീരീസ് ആക്കി എഴുതിയാൽ മതി. നോക്കൂ, എക്സ് 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ നോക്കൂ, ഇവിടെ 0 ആണ്. കണ്ടോ? 0 ആയി. ഇവിടെ 0 ആയി. ലോഗ് 1 0 ആണ്. അപ്പോൾ ഇത് 1 ആണ് അല്ലേ? ഇതിൻ്റെ വാല്യൂ 1 ആണ്. പിന്നെ ഇത് 2 ആണ്, +2. പിന്നെ +c-2. ഇത് 0 ആവണം, കാരണം ഇത് 0 ആണല്ലോ. അപ്പോൾ ഇത് ഫൈനൈറ്റ് ആയതുകൊണ്ട് ഇത് 0 ആവാതിരുന്നാൽ ശരിയാവില്ല. കാരണം താഴെ 0 ആണല്ലോ. ഇത് 0ലേക്ക് ടെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 0ലേക്ക് ടെൻഡ് ചെയ്യാഞ്ഞാൽ അവിടെ 2 ആവില്ല. അവിടെ 0ലേക്ക് ടെൻഡ് ചെയ്യാൻ എന്താ? ദിസ് ബിക്കംസ് ഇൻഫിനിറ്റി. അപ്പോൾ അവിടെ 2 ആണല്ലോ. അപ്പോൾ സിയുടെ വാല്യൂ ഇപ്പോൾ ഇവിടുന്ന് കിട്ടും. സിയുടെ വാല്യൂ ഇസ് -1. ഇതാണ് ആദ്യത്തെ കണ്ടുപിടുത്തം. അപ്പോൾ c is equal to -1. അപ്പോൾ c equal to -1. അപ്പോൾ ഇത് കിട്ടി. c is equal to -1 കിട്ടി. ശ്രദ്ധിക്കുക, എക്സിന് പകരം 0 കൊടുക്കുക. ദാറ്റ്സ് ഓൾ. c is equal to -1. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ മര്യാദയ്ക്ക് ചെയ്യാൻ വേണം. ഇനി നമുക്ക് സീരീസ് ആക്കി എഴുതാൻ, നല്ല സീരീസ് ആക്കി എഴുതാം. അപ്പോൾ c is equal to -1 കൊടുത്താൽ ഇത് മാറും. ഈ സാധനം നമുക്ക് റീറൈറ്റ് ചെയ്യാം. യു ക്യാൻ റീറൈറ്റ് ദിസ് ആസ്, ഇത് റീറൈറ്റ് ചെയ്യാം. ദിസ് ഇസ് ലിമിറ്റ് ഓഫ് x tends to 0 e raised to a minus x, a minus 1 into x. ഇവിടെ സിക്ക് പകരം -1 കൊടുക്കുകയാണ്. -1 -2. മൈനസ്
3 e power minus x plus 2 cos bx divided by x cos x minus ln 1 plus x. ഇതിന് വാല്യൂ 2 ആണെന്ന് നമുക്കറിയാം. ഇനി ഇത് സീരീസ് ആക്കാം. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ സീരീസ് ആക്കുക എന്നുള്ളത്. ഇതിന് വാല്യൂ 2 ആണ്. അപ്പോൾ ഇത് സീരീസ് ആക്കാം. ദിസ് ഇസ് ലിമിറ്റ് ഓഫ് x tends to 0 e power a minus x ന്റെ സീരീസ്. അപ്പം നമുക്ക് താഴെ ആദ്യം നോക്കാം. താഴെ സീരീസ് ആക്കുമ്പോഴാണ് നമുക്ക് എവിടെ വരെ എഴുതണം എന്നുള്ളത് മനസ്സിലാവുക. താഴെ എഴുതുമ്പോൾ നോക്കൂ, കോസ് എക്സിന്റെ സീരീസ് നമുക്ക് അറിയാം 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടറൽ പ്ലസ് എക്സെട്ര. അപ്പം എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എക്സ് മൈനസ് എക്സ് സ്ക്വയർ ആകുമ്പം എക്സ് ക്യൂബ് ബൈ 2 ഫാക്ടോറിയൽ. അടുത്ത ടേം ഉണ്ടാവും, ഞാൻ എഴുതുന്നില്ല. മൈനസ് പ്ലസ് എക്സെട്ര ഇങ്ങനെ പോകും. പിന്നെ മൈനസ് ഇത് എക്സ്പാൻഡ് ചെയ്താൽ എന്താ കിട്ടുക? എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. കേട്ടോ, ഈ എക്സും എക്സും ക്യാൻസൽ ആവും. ഈ എക്സും ക്യാൻസൽ ആവും. ഈ എക്സും ക്യാൻസൽ ആവും. അപ്പോൾ ഇതിന്റെ നെറ്റ് എഫക്റ്റ് എക്സ് സ്ക്വയർ ആണ്. ഡിനോമിനേറ്ററിലെ എക്സ് സ്ക്വയർ ആണ്. അപ്പൊ ഡിനോമിനേറ്ററിലെ എക്സ് സ്ക്വയർ ആണെങ്കിൽ ന്യൂമറേറ്ററിലെ എക്സ് സ്ക്വയറിന്റെ ടേം വരെ എഴുതിയാൽ മതി. ന്യൂമറേറ്ററിലെ എക്സ് സ്ക്വയറിന്റെ ടേം വരെ എഴുതിയാൽ മതി. അപ്പോൾ യു റൈറ്റ് ഓൺലി ടേം കണ്ടെയ്നിങ് എക്സ് സ്ക്വയർ ഓൺലി. എക്സ് സ്ക്വയർ വരെ എഴുതിയാൽ മതി. അപ്പോൾ ഇതെന്താണ്? 1 പ്ലസ് എ മൈനസ് 1 ഇൻറ്റു എക്സ് ബൈ 1 ഫാക്ടോറിയൽ. അടുത്ത ടേം എന്തായിരിക്കും? എ മൈനസ് 1 സ്ക്വയർ എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. അവിടെ നിർത്താം, കാരണം താഴെ എക്സ് സ്ക്വയർ ആണ്. ഏറ്റവും വലിയ ഡിഗ്രി എക്സ് സ്ക്വയർ ആണ്. പിന്നെയൊക്കെ എക്സ് സ്ക്വയറിൻ്റെയും വലിയ ഏറ്റവും ചെറിയ ഡിഗ്രി എക്സ് സ്ക്വയർ ആണ്. പിന്നെയൊക്കെ എക്സ് സ്ക്വയറിനേക്കാൾ വലിയ പവേഴ്സ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നിർത്താം. ഇനി മൈനസ്, ഇവിടെ പ്ലസ് എക്സെട്ര ഉണ്ട്, ഞാൻ എഴുതില്ല. പിന്നെ മൈനസ് 3 ഇൻറ്റു ഇ പവർ മൈനസ് എക്സ്പാൻഷൻ 1 മൈനസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. അവിടെ വെച്ച് നിർത്താം. മൈനസ് എക്സെട്ര. പിന്നെ കോസ് ബി എക്സ് പ്ലസ് 2 ഇൻറ്റു കോസ് ബി എക്സിൻ്റെ എക്സ്പാൻഷൻ 1 മൈനസ് ബി എക്സ് ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. അവിടെ വെച്ച് നിർത്താം. പ്ലസ് എക്സെട്ര. ഇതിൻ്റെ വാല്യൂ ആണ് 2. ഇനി എന്താ ചെയ്യേണ്ടത്? ഡിനോമിനേറ്ററിലെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ് ഉത്തരം. ഡിനോമിനേറ്ററിലെ താഴെ എക്സ് സ്ക്വയർ അല്ലേ? അപ്പൊ ന്യൂമറേറ്ററിലെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ് 2. ന്യൂമറേറ്ററിലെ എക്സ് സ്ക്വയറിന്റെ താഴെയുള്ള പവേഴ്സ് ഒക്കെ വാനിഷ് ചെയ്യണം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളതാണ്. നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം വിചാരിക്കണം. ഞാനത് ഇപ്പം തിയറി പറയാൻ എന്തായാലും സമയമില്ല. അപ്പം കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ എന്തായിരിക്കും? ന്യൂമറേറ്ററിലെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ 2 ആണ്. ന്യൂമറേറ്ററിലെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ആയിരിക്കും ന്യൂമറേറ്ററിലെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ബൈ ദിസ്. അതായത് ഡിനോമിനേറ്ററിലെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ്. അപ്പം ന്യൂമറേറ്ററിലെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും ഉത്തരം. ഓക്കെ, അപ്പം ഡിനോമിനേറ്ററിലെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്താ? ഡിനോമിനേറ്ററിലെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1/2 ഫാക്ടോറിയൽ. അപ്പം 2 വരും അല്ലേ? 1/2 വരും. ഇവിടെ താഴെ 1/2 വരും. ഇനി മുകളിലെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്താ മക്കളെ? a minus 1 square by 2 വരും. a minus 1 square by 2. പിന്നെ ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ടാവും -3/2 അല്ലേ? -3/2. പിന്നെ ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട് അല്ലേ? -2 ഇൻറ്റു ബി സ്ക്വയർ ബൈ 2. 2 വെട്ടിപ്പോവും. -b സ്ക്വയർ. ഇത് 3 ആവും. അപ്പോൾ ഇതൊന്നൊരു ഇക്വേഷൻ കിട്ടും. യു ഗെറ്റ് എൻ ഇക്വേഷൻ. വാട്ട് ഇസ് ദ ഇക്വേഷൻ? ആ ഇക്വേഷൻ എന്തായിരിക്കും? ഇറ്റ് ഈസ് a minus 1 square -3 minus 2b square by 2 is equal to 2. അപ്പോൾ ഒരു ഇക്വേഷൻ a minus 1 square minus 2b square equals 5. വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇറ്റ് ഈസ് a minus 1 square പ്ലസ് -2b സ്ക്വയർ ഇസ് ഇക്വൽ ടു 5. ഇതൊരു കഥയാണ്. ഇനി ഒരു കഥ കൂടി കിട്ടും. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് എന്താ മക്കളെ? കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയറിന്റെ താഴെയുള്ള പവേഴ്സ് ഒക്കെ വാനിഷ് ചെയ്യണം. എക്സ് സ്ക്വയറിന്റെ താഴെയുള്ള പവേഴ്സ്. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ 0 ആണ്.
കോഫിഷ്യന്റ് ഓഫ് എക്സ് 0 ആണ്. അപ്പോൾ വാട്ട് ഇസ് ദ കോഫിഷ്യന്റ് ഓഫ് എക്സ് ഹിയർ? നോക്കൂ, ഇവിടെ a - 1 ഉണ്ട്, 0 ആണ്. ഇത് a - 1 ആണ്, a - 1. പിന്നെ ഇവിടെ എക്സിന്റെ കോഫിഷ്യന്റ് +3 ഉണ്ട് അല്ലേ, +3 ഉണ്ട്. കഴിഞ്ഞു, വെരി ഗുഡ്, കഴിഞ്ഞു. കോൺസ്റ്റന്റ് നോക്കൂ, 1 -3 +2, അത് ഓൾറെഡി വാനിഷ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, അടിപൊളി. അപ്പോൾ എക്സിന്റെ കോഫിഷ്യന്റ് ഓൾറെഡി വാനിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് കിട്ടി, ഇത് 0 അല്ലേ. അപ്പോൾ a + 2ന്റെ വാല്യൂ 0 ആണ്, എയുടെ വാല്യൂ -2 ആണ്. എയുടെ വാല്യൂ -2 ആണ് ഇവിടെ കൊടുക്കുക. എയുടെ വാല്യൂ -2 ആണെങ്കിൽ വാട്ട്സ് ദ വാല്യൂ? ഇഫ് യു പുട്ട് a equals -2 ഹിയർ, വാട്ട് യു ഗെറ്റ്? വാട്ട് ഡസ് ദിസ് ഇംപ്ലൈ? a equals -2 കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്ക് പകരം -2 കൊടുത്താൽ 3 വരും, 9 വരും. 9 വരുമ്പം 9 - 2b² ആണ് 5. അപ്പൊ 2b² 4 ആണ്. അപ്പൊ b² 2 ആണ്. അപ്പൊ എല്ലാം കിട്ടി. b² 2 ആണ്. അപ്പൊ b² 2 ആണ്, c² 1 ആണ്, a² 4 ആണ്. വെരി ഗുഡ്, അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഇസ് 4 + 2 + 1 7 is the answer. സീക്വൻസ് ഇത് എക്സിസ്റ്റൻസ് ഫൈനൈറ്റ് പ്രോബ്ലംസ് സ്ഥിരമായിട്ട് വരുന്നതാണ്. അത് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ പഠിക്കണം എന്ന് ഞാൻ പറയാം. അത്ര പ്രയാസമൊന്നുമില്ല. ആകെ 4 ഫംഗ്ഷൻ്റെ സീരീസ് പഠിച്ചാൽ മതി. e പവർ എക്സും, e പവർ -എക്സും, cos എക്സും, sin എക്സും, tan എക്സ് പഠിക്കും, log 1 + എക്സും, log 1 - എക്സും. പിന്നെ എന്താ പ്രത്യേകത വെച്ചാൽ താഴത്തെ ഡിഗ്രി നോക്കിയിട്ട് വേണം മുകളിൽ. താഴെ നോക്കുക, x² ഡിഗ്രിയാണ് പ്രോമിനൻ്റ് ആയിട്ട്. അപ്പം x² കോയിഫിഷ്യന്റ്, ന്യൂമറേറ്ററിലെ x² കോയിഫിഷ്യന്റ് ആയിരിക്കും ഉത്തരം 2. ഓക്കെ, അപ്പൊ 2 = that എഴുതാം. 2 അല്ല ഇക്വേറ്റ് ചെയ്ത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ദാറ്റ്സ് ഓൾ. അപ്പം നമുക്ക് ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് സാറ് വരും. ഓക്കെ, Yes, good evening. We continue with our physics question. The question is there on the board. Two balls of mass 2m and m collide with the rod of mass m and length L as shown. Balls stick to the rod after collision. Find V by omega if the rod hinges at the center. L is equal to 8 meter. Now, definitely you can say that this collision, even though it is a collision problem, here the one which conserves is angular momentum, because in the question omega is the rotation is involved. And again, momentum due to collision is there, and that causes angular momentum due when these particles collide and stick on the rod. Angular momentum conservation problem.
So basic concept is angular momentum conservation. In angular momentum conservation, what we say, initial angular momentum is equal to final angular momentum, if it is conserved. Now in the first case, you can see that this is the rod at the center, and here there is a mass 2m hit here with the velocity v and stuck here, and this particle collision with the momentum impart definitely angular momentum on this body, and that collision you can see that in the anti-clockwise direction. So that causes the rotation in the anti-clockwise direction. Similarly, here there is a particle with the mass m move with velocity v, collide and stuck here. Again, you can see that from the sense, again it causes anti-clockwise angular momentum imparted due to this collision causes what is called anti-clockwise rotation to the system. And what is the angular momentum initially? Initially, you can see that about this axis, 2mv into this distance is L by 4. So mvr. So angular momentum initial, Li, we can say Li is the angular momentum due to this particle collision is equal to 2m into v into perpendicular distance from the axis of rotation L by 2. No, I am sorry, L by 4. L by 4. Because this is L by 4. And since of the angular momentum due to this collision is same, therefore we can add up plus angular momentum due to this particle collision is equal to m v into distance is equal to L by 2. L by 2. This is the total momentum, total angular momentum before the activity or before collision. So I'm doing mvl by 2 plus mvl by 2 is equal to mvl. Question number 1. The initial angle. Now after collision, what is that? The particle is stuck here. So after collision, we can draw the figure like this. Again, rotate about this axis. Here there is a mass stuck here. Mass is 2m. And here there is a mass stuck, and that's equal to m. And this is axis. And this is L by 4. And this is L by 2. Earlier situation. Okay. But this is a single system, and I go to rotate about this axis like this. The angular velocity omega. Now a system or a rigid body rotate about an axis. Angular momentum is given by I omega. And that is the final angular momentum. So angular momentum finally is given by I omega, where I is the total momentum inertia of the entire system about central axis. And one is a rod of mass m. A rod of mass m and length n. Momentum inertia about central axis is equal to ml squared by 12 plus momentum, angular momentum caused by this 2m distributed at a distance L by 4, m r squared. That is equal to here mass is 2m, distance is L by 4 whole square, m r squared plus momentum inertia caused by this stuck particle. Mass is m, distance is L by 2 whole squared. This is the total value of I of the system in omega. And you know, by conservation, Li is equal to Lf, and therefore we can equate MBL is equal to, here on doing ML squared common and bracket is equal to 1 by 12. Here plus 16 by 2, 1 by 8. 16 by 2, ML square is out, plus here ML squared by 4. This on simplification, or you can see M and L, 1L can cancel out. So V is equal to L into omega. So of course omega is there. Omega is there. Here 12, 24.
24. Take 2 plus 3 plus 6. 11 by 24 omega into L. This one addition is gone by, here there is omega. No. It's equal to 11 by 24 omega. L omega. And what is asked? We have to find out the value of V by omega. So from this, V by omega is equal to V by omega is equal to 11 by something wrong, let me see. Two plus 3 yes, 11 by 24. V by omega is equal to 11 by 24 into L. It's equal to 11 by 24 into 8. Because L is here 8 meter. It's equal to 3. It's equal to 11 by 3. So option is 2. We have to calculate, but the concept is very plain and simple, angular momentum conservation. Go to our next question. Is there on the board? Gas undergoes process in which state variable changes, PVT changes to a new P, V and T. That is what is asked. And definitely you can, these two situations can be equated by our gas law. And what these situations can be equated gas law, PV by T is a constant. Therefore, we can say that PV by T is equal to P dash by T dash. Here, P is equal to 1 atmosphere, volume 60 by temperature. Only thing that you have to convert is temperature because it must be represented in Kelvin, absolute scale. It's equal to 300. It's equal to P dash new pressure is that is as P into V dash new volume is equal to 30 ml. By temperature is equal to 77, that is equal to 350. Now, here is equal to 6, this is 7, this will cancel out 10, and this will cancel out. Therefore, P dash is equal to 7 by 3 atmospheres. 7 by 3 atmosphere, that is there. Next one. Very simple question. Sorry. A light array incident on a slab or refractive index 3 by 2. If wavelength of refractor ray is 550, find the wavelength of the incident ray. You know, since the ray that is undergoing is subjected to refraction and that incident is the same, frequency remains the same. And then, suppose this is medium 1 and this is medium 2. And medium 1 is a, medium 2 is a medium of refractive index 3 by 2, it is set. General formula you know, refractive index of a denser medium, second medium. Refractive index of second medium is given by wavelength in first medium by wavelength in second medium. Or velocity in first medium by velocity, strictly speaking, velocity in first medium by velocity in second medium. Velocity is equal to frequency into wavelength and frequency same, therefore you got this relation. So we can directly start from here, n is equal to, and what is asked? Find the wavelength of incident ray, that is lambda 1. So, the wavelength of the incident ray is given by lambda 1 is equal to refractive index into wavelength of the ray in second medium. Refractive index is given to you as 3 by 2 into wavelength in second medium, the wavelength of the refractor ray that is in the second medium is 520. 26008 780. The answer is 780 matter. The simplest one we can see. Next question. Which of the following are true for Young's double slit experiment? Fringe width increases, but definitely
the relation connecting fringe width and other parameters. So what is the basic reference we have? The bandwidth expression. Fringe width, bandwidth beta is given by d by d lambda. Symbols have got a general meaning. Capital D is the distance from screen to the slit to the screen. Small d is the distance between the slit. Lambda is the wavelength increases. Alpha lambda is the wavelength used. Now, first statement, fringe width increases, but beta increases. If the slit width increases, d increases. But then, no, I'm sorry. Fringe width increases if slit width are constant. That is, this is constant. Wavelength increase. This is increases, beta increases. Therefore, first statement is correct. The second one, fringe width increases. Second, the slit width are constant and wavelength decrease. That is wrong because it is against the first statement. Fringe width increases, if slit width increase, d increase, and wavelength constant, d increases, beta decreases. This statement is wrong. Fringe width increases, if slit width decreases, small d decreases, wavelength constant, when this decreases, this also increases, and therefore this statement is correct. So 1 and 4 correct. 1 and 4 correct. So again, a simple problem. So okay, continue. Okay. Yes. Determinants ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. Linear equations in 3 variable. Then the system of equation has unique solution. N is the number of on the dice when rolled randomly. അതായത് നമ്മൾ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷന് ക്വസ്റ്റ്യൻ ഇച്ചിരി ഇൻകംപ്ലീറ്റ് ആണ്. അതാണ് then the possible value of k. 1 second. k by 6 എന്നായിരുന്നു. k by
6. Possible value of k by 6. This system of equation has unique solution. Unique solution എന്ന് പറയുമ്പോൾ ഡിറ്റർമിനൻറ്റ് 1 മൈനസ് n നമ്മൾ NCERT ചെയ്യുന്നത് 1 മൈനസ് ഓഫ് n മൈനസ് 2 n പ്ലസ് 1 then 0 n മൈനസ് 1 നോട്ട് ഈക്വൽ ടു 0 അല്ലേ. യുണീക് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0. തേർഡ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്താൽ 0 മൈനസ് n മൈനസ് 1 ഇൻറ്റു ഇത് രണ്ടും എലിമിനേറ്റ് ചെയ്താൽ n മൈനസ് 1 ഇൻറ്റു ദിസ് എലിമിനേറ്റ് ചെയ്തു. അപ്പോൾ n പ്ലസ് 1 മൈനസ് 1 പ്ലസ് 1 ഇൻറ്റു ഇതും എലിമിനേറ്റ് ചെയ്താൽ മൈനസ് n പ്ലസ് 2 പ്ലസ് n നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഓഫ് n മൈനസ് 1 ഇൻറ്റു n, ഹിയർ n ക്യാൻസൽഡ്, പ്ലസ് 2 ഈക്വൽ ടു 0. ശരിയല്ലേ. ദിസ് ബിക്കം മൈനസ് n സ്ക്വയർ പ്ലസ് n പ്ലസ് 2 ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു 0. then n സ്ക്വയർ മൈനസ് n മൈനസ് 2 നോട്ട് ഈക്വൽ ടു 0. n മൈനസ് 2 ഇൻറ്റു n പ്ലസ് 1 നോട്ട് ഈക്വൽ ടു 0. n നോട്ട് ഈക്വൽ ടു 2 കോമ n നോട്ട് ഈക്വൽ ടു മൈനസ് 1. ഓക്കെ. സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഹാസ് യുണീക് സൊല്യൂഷൻ. സിസ്റ്റം ഓഫ് യുണീക് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0. എന്നിട്ട് n ബി ദ നമ്പർ ഓൺ ദ ഡൈസ് വെൻ റോൾഡ് റാൻഡംലി. n എന്ന് പറയുന്നത് റാൻഡമായിട്ട് നമ്മൾ ത്രോ ചെയ്യുമ്പോൾ ഒരു ഡൈക്ക് കിട്ടുന്ന വാല്യൂസ് ആണ് n എന്ന് പറയുന്നത്. അപ്പോൾ n കിട്ടാവുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 1 2 3 4 5 6. ബട്ട് ഈ യുണീക്ക് സൊല്യൂഷൻ കിട്ടണമെങ്കിൽ n-ന് 2 വരരുത്. n-ന് -1 വരില്ല എന്തായാലും, n-ന് 2 വരരുത്. അപ്പോൾ ഈ 2 എന്നുള്ള കേസ് അങ്ങ് ഒഴിവാക്കി. അപ്പോൾ n-ന് വരാവുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ 1 3 4 5 6 ആണ് n-ന് വരാവുന്ന വാല്യൂ. ഇതിന്റെ പ്രോബബിലിറ്റിയാണ് k ബൈ 6 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ പ്രോബബിലിറ്റിയാണ് k ബൈ 6. അപ്പോൾ ഇതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് യുണീക് സൊല്യൂഷൻസ്, യുണീക് സൊല്യൂഷന്റെ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ 5/6 ആയിരിക്കും. കാരണം ഇതിന് 2 പറ്റൂലല്ലോ, ബാക്കിയുള്ള 5 വാല്യൂസേ പറ്റുള്ളൂ. അപ്പോൾ ആൻസർ 5/6 വരും. ഇതിനകത്ത് നമുക്ക് k is equal to 5 എന്ന് കിട്ടും. ഇനി ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് സം ഓഫ് ഓൾ വാല്യൂസ് ഓഫ് k ആൻഡ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് n. അതായത് n-ന് കിട്ടിയ ഈ വാല്യൂസിൻ്റെയും kയുടെ വാല്യൂവിൻ്റെയും കൂടെ സം. അപ്പോൾ സം എന്ന് പറയുന്നത് 1 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് 6 പ്ലസ് 5. അതായത് ഡൈ ത്രോ ചെയ്താൽ n-ന് വരാവുന്ന വാല്യൂസ് 2 ഒഴിവാക്കാനുള്ള കാരണം 2 വന്നു കഴിഞ്ഞാൽ ഈ ഇക്വേഷന് യുണീക് സൊല്യൂഷൻ വരില്ല. അതുകൊണ്ട് 2 ഒഴിവാക്കി. അപ്പോൾ അതാണ് n-ന് വരാവുന്ന വാല്യൂസ്. പിന്നെ അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ 5/6 ഇതെല്ലാം. അപ്പോൾ kയുടെ വാല്യൂ 5. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര ആൻസർ കിട്ടുമെന്ന് പറയാം? 10 20 24 ആൻസർ കിട്ടും. ഓക്കെ, 24. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഹൈപ്പർബോളയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദിസ് പോയിന്റ് ലൈസ് ഓൺ ദ ഹൈപ്പർബോള. അപ്പോൾ എക്സിനും വൈക്കും ആ പോയിന്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ 100/a² മൈനസ് 100/a² മൈനസ് 4 × 15 60/b² ഈക്വൽ ടു 1 അത് കിട്ടും. അതുപോലെ തന്നെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം, ഇവിടെയും ക്വസ്റ്റ്യനിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ദെൻ ദ സ്ക്വയർ ഓഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ PS1S2, സ്ക്വയർ ഓഫ് ഏരിയ ആൻഡ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറയുമ്പോൾ 2b² a, അത് 8 കിട്ടും.
ഇതിനകത്തുനിന്ന് ബി സ്ക്വയർ ഈക്വൽ ടു 4a എന്നും കിട്ടും. ഓക്കെ, ബി സ്ക്വയർ ഈക്വൽ ടു 4a ഇവിടെ കൊടുത്താൽ 100/a സ്ക്വയർ മൈനസ് 60/4a ഈക്വൽ ടു 1. കംപ്ലീറ്റ് a സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 100 മൈനസ് ഇത് കട്ട് ചെയ്ത് പോയി 15 വരും. 100 മൈനസ് 15a ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 15a മൈനസ് 100 ഈക്വൽ ടു 0. a പ്ലസ് 20 ഇൻറ്റു a മൈനസ് 5 ഈക്വൽ ടു 0. a ഇസ് ഈക്വൽ ടു 5. മൈനസ് 20 എടുക്കുന്നില്ല, കാരണം ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 4a ആയിരിക്കണം. a ഇസ് ഈക്വൽ ടു 5 ഇവിടെ കൊടുത്താൽ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 20. അപ്പോൾ നമുക്ക് a കിട്ടി, ബി സ്ക്വയർ കിട്ടി. ഇനി ഇതിനകത്തുനിന്ന് S1 S2 ആർ ഫോക്കൈ ഓഫ് ദ ഹൈപ്പർബോള. ഇതിനകത്തുനിന്ന് a സ്ക്വയറും ബി സ്ക്വയറും കിട്ടിയ സ്ഥിതിക്ക് സി സ്ക്വയർ കിട്ടും. ഹൈപ്പർബോളയാണ്. സി സ്ക്വയർ ഇസ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, അല്ലെ ബി സ്ക്വയർ 20 a 5 വിച്ച് ഈസ് 45. അപ്പോൾ ഫോക്കൈ എന്ന് പറയുന്നത് S1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? √45. √45 എന്ന് പറഞ്ഞാൽ 9 × 5 3√5,0. S2 എന്ന് പറഞ്ഞാൽ -3√5,0. P എന്ന് പറയുന്ന പോയിന്റ് തന്നിട്ടുണ്ട്. ട്രയാങ്കിൾ P S1 S2 ഇത് രണ്ട് ഫോക്കൈയാണ്. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഇത് പെർപെൻഡിക്കുലർ വരച്ചാൽ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 2√15 ആയിരിക്കും. ഓക്കെ, S1 S2 എന്ന് പറഞ്ഞാൽ ഇത് -3√5, ഇത് 3√5. അപ്പോൾ ഈ ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ 6√5 വരും. സോ ഏരിയ ഈക്വൽ ടു വാട്ട്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ശരിയല്ലേ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. 2 ക്യാൻസൽ, 2 ക്യാൻസൽ. കറക്ഷൻ ഒന്നുമില്ലല്ലോ. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് ചോദിച്ചേക്കണത്? സ്ക്വയർ ഓഫ് ദ ഏരിയ കേട്ടോ ചോദിച്ചേക്കണത്. സ്ക്വയർ ഓഫ് ദി ഏരിയ. സോ 6 ഇൻറ്റു 3√5 3√5 ബേസ് ഓക്കെയാണ് 6√5. അപ്പോൾ 6 ഇൻറ്റു √75 വരും. 6 ഇൻറ്റു √75 എന്നിട്ട് സ്ക്വയർ എടുക്കുക. സ്ക്വയർ ഓഫ് ദ ഏരിയ അല്ലേ? 6 ഇൻറ്റു √75 ദാറ്റ് ഈസ് 36 ഇൻറ്റു 75 കിട്ടും ഏരിയ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ എ ബി സി എ പിയിലാണ്. അതുപോലെ തന്നെ എ സ്ക്വയർ 2b സ്ക്വയർ സി സ്ക്വയർ ജി പിയിലാണ്. a പ്ലസ് ബി പ്ലസ് സി 1 തന്നിട്ടുണ്ട്. 9 ഇൻറ്റു ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സി എ ബി സി എ പിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2b ഈക്വൽ ടു a പ്ലസ് സി എന്ന് എഴുതാം. ആ വാല്യൂ എടുത്ത് ഇവിടെ കൊടുത്താൽ 3b ഈക്വൽ ടു 1 എന്ന് കിട്ടും. a പ്ലസ് സിക്ക് പകരം 2b കൊടുത്തു. b ഈക്വൽ ടു 1/3 എന്ന് കിട്ടും. b ഈക്വൽ ടു 1/3 ഇവിടെ കൊടുത്താൽ a പ്ലസ് സി ഈക്വൽ ടു 2/3 എന്നും കിട്ടും. അപ്പോൾ b കിട്ടി, a പ്ലസ് സി 2/3 എന്നും കിട്ടി. ഇനി ജി പിയുടെ കണ്ടീഷൻ നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. ജി പിയിലേക്ക് വന്നാൽ 4b⁴ ഈക്വൽ ടു a സ്ക്വയർ ഇൻറ്റു സി സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? എ ബി സി ജി പിയിലാണെങ്കിൽ ബി സ്ക്വയർ ഈക്വൽ ടു എ സി. അപ്പം മിഡിൽ ടേമിൻ്റെ സ്ക്വയർ ഈക്വൽ ടു അതിൻ്റെ പ്രോഡക്റ്റ്. സോ 4 ഇൻറ്റു ബി 1/3 ആണ്. അതിൻ്റെ സ്ക്വയർ 1/9 വരും. ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു സി സ്ക്വയർ എ സി ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. സോ എ സി എന്ന് പറഞ്ഞാൽ ±2/9 വരും. ശരിയല്ലേ? അതിൻ്റെ റൂട്ട് എടുത്തു. എ സി എന്ന് പറഞ്ഞാൽ ±2/9 വരും. ഇനി എന്ത് ചെയ്യാം? എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ സി ആണ്. എ ബി സി എ പിയിലാണ്. ദെൻ ഇതിപ്പോൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ രണ്ട് സൈഡ് സ്ക്വയർ ചെയ്തു എന്നിരിക്കട്ടെ. എ ഇൻറ്റു സി, എ ബി സി പോസിറ്റീവ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. എ ഇൻറ്റു സി പോസിറ്റീവ് കിട്ടണം. എ ഗ്രേറ്റർ ദാൻ സി, ബി ഗ്രേറ്റർ ദാൻ സി. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ നോക്കാം.
എ പ്ലസ് സി 2/3 ആണ്. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ നമുക്കറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. 2ac വരും. ഇതിനകത്ത് വേണമെങ്കിൽ എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ കിട്ടും. എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആ കിട്ടുള്ളൂ. ഓക്കെ, സി വേണം. അല്ലെങ്കിൽ നമുക്ക് ഈ ഇതിപ്പോൾ എ പിയിലല്ലേ, അപ്പോൾ എ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ബി മൈനസ് ഡി എന്നും സി എന്ന് പറഞ്ഞാൽ ബി പ്ലസ് ഡി എന്നും എടുക്കാം. അതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ബി മൈനസ് ഡി ഇൻറ്റു ബി പ്ലസ് ഡി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2/9 എന്നും, ബി എന്ന് പറഞ്ഞാൽ 1/9 ആണ്, 1/3 ആണ്. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ 1/9 മൈനസ് ഡി സ്ക്വയർ ഈക്വൽ ടു 2/9 എടുത്താൽ അത് ഇപ്പുറത്തേക്ക് വന്നാൽ നെഗറ്റീവ് വരും. അപ്പോൾ ഈ പോസിബിലിറ്റി പറ്റൂലല്ലോ. ഇത് ലെഫ്റ്റിലേക്ക് വന്നാൽ 1/9 മൈനസ് 2/9 എന്ന് പറയുമ്പോൾ മൈനസ് 1/9 വരും, ഡി സ്ക്വയർ ആണ്. അപ്പോൾ ഇത് പറ്റില്ല. അടുത്ത കേസ് എടുത്തു, ഏത് 1/9 മൈനസ് ഡി സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് 2/9 എടുത്തു. അപ്പോൾ ഇത് ഇങ്ങോട്ട് വന്നാൽ 3/9 ഈക്വൽ ടു ഡി സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ ഡി സ്ക്വയർ അല്ലേ, അപ്പോൾ ഡി സ്ക്വയർ ഈക്വൽ ടു 1/3 കിട്ടി. ഡി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1/3 കിട്ടി. അപ്പോൾ നമുക്ക് പ്ലസ് ഓർ മൈനസ് 1/3 കിട്ടി. ഇപ്പോൾ എ ആണ് വലിയ ടൈം പറഞ്ഞേക്കണേ. എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ സി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡി നമുക്ക് എന്തായിട്ട് എടുക്കാം? ഡി മൈനസ് 1/3 ആയിട്ട് എടുക്കാം. ഡി ഈക്വൽ ടു മൈനസ് 1/3 എന്ന് എടുത്തു. ഡി ഈക്വൽ ടു മൈനസ് 1/3. അപ്പോൾ എ പ്ലസ് സി ഈക്വൽ ടു 2/3. എക്ക് പകരം എന്ത് കൊടുക്കാം? എസ്. അപ്പോൾ എ ഇസ് ഈക്വൽ ടു ബി മൈനസ് ഡി എന്ന് എടുത്തിരിക്കുന്നത്. എ ഈക്വൽ ടു ബി മൈനസ് ഡി. ബി മൈനസ് ഡി എന്ന് വെച്ചാൽ 1/3 മൈനസ് 1/3 വിച്ച് ഈസ് ഈക്വൽ ടു 2/3. ദെൻ സി എന്ന് വെച്ചാൽ ബി പ്ലസ് ഡി അല്ലേ. സി എന്ന് പറയുന്നത് ബി പ്ലസ് ഡി, എ പിയിലല്ലേ. അപ്പോൾ ബി പ്ലസ് ഡി എന്ന് പറയുമ്പോൾ 1/3 മൈനസ് 1/3. അപ്പോൾ അത് 0യിലേക്ക് പോകുമല്ലോ. ഡി 1/3 എടുത്താൽ ശരിയല്ലേ. സി ഈക്വൽ ടു ബി പ്ലസ് ഡി, ഡി മൈനസ് പ്ലസ് ഓർ മൈനസ് 1/3 എടുത്താൽ അങ്ങനെ ഒരു ചെറിയ പ്രശ്നം വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 9 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ്. 9 ഇൻറ്റു ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2ac ഈക്വൽ ടു 4/9 കിട്ടും. എ സിക്ക് പകരം ഇവിടുന്ന് എ സിക്ക് പകരം വേണമെങ്കിൽ 2/9 എടുക്കാം. അപ്പോഴും എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ 0 എന്ന് കിട്ടും. എസ്, അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ. അതാണ് അടുത്ത പോസിബിലിറ്റി ഉള്ളത് കേട്ടോ. അതായത് ഇതിലേക്ക് പോകണ്ട, നമ്മൾ ഇതിനകത്ത് എ ഇൻറ്റു സി എന്ന് പറയുമ്പോൾ പ്ലസ് ഓർ മൈനസ് 2/9 എന്നുള്ളതിൽ പ്ലസ് 2/9 എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മൈനസ് 2/9 എടുത്തു. മൈനസ് 2/9 എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഈക്വൽ മൈനസ് 4/9 ഈക്വൽ ടു 4/9 കിട്ടി. അപ്പോൾ എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഈക്വൽ ടു 8/9 കിട്ടി. അപ്പോൾ എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ 8/9 കിട്ടി. ദെൻ ബി സ്ക്വയർ 1/9 കിട്ടി. അപ്പോൾ 9 ഇൻറ്റു 8/9 പ്ലസ് 1/9 കിട്ടി. അപ്പോൾ ശരിക്കും 9/9 കിട്ടും. അപ്പോൾ ആൻസർ 9 എന്ന് കിട്ടും. ഇങ്ങനെയാണ് വരുന്നത്. കാൽക്കുലേഷനിൽ എവിടെയെങ്കിലും ഇവിടെ ഒരു ചെറിയ ഇഷ്യൂ വന്നിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, എ സി ഈക്വൽ ടു 2/3 ആണോ വരുന്നത്? ഒരു സെക്കൻഡ് ഇട്ടാം. ലീന, എ സി ഈക്വൽ ടു 2/3. ശരി 4/9 ഇവിടെ തെറ്റിയില്ലേ. ഓക്കെ. സോറി കേട്ടോ, അവിടെ ഒരു കറക്ഷൻ ഉണ്ട്, ഇപ്പൊ ചെയ്തേക്കാം. ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ സിമ്പിൾ ആണെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നിൽക്കുന്നില്ല. അത് ഇവിടെ എനിക്ക് തെറ്റി. അപ്പോൾ പ്ലസ് ഓർ മൈനസ് 2/3 എടുത്തു. എ സി പ്ലസ് ഓർ മൈനസ് 2/3 എടുത്തു. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കൺസെപ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലേ എക്ക് പകരം ബി മൈനസ് ഡി കൊടുത്തു. ബി മൈനസ് ഡി ഇൻറ്റു ബി പ്ലസ് ഡി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2/3 എടുത്തു.
1/9 minus d square is equal to plus or minus 2/3 എടുത്തു. ഇപ്പോൾ നമ്മൾ പോസിറ്റീവ് എടുത്താൽ 1/9 minus 2/3 ഈക്വൽ ടു d square വരും. അല്ലെങ്കിൽ 1/9 മൈനസ് പുറത്തേക്ക് വന്നാൽ പ്ലസ് 2/3 is equal to d square വരും. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവാ കിട്ടുള്ളൂ. അപ്പോൾ ഈ കേസ് എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ പോസിറ്റീവ് 2/3 എന്നുള്ള കേസ് എടുത്താൽ മതി അല്ലേ? അല്ല, നെഗറ്റീവ് 2/3 എന്നുള്ള കേസ് എടുക്കുന്നു. പോസിറ്റീവ് എടുക്കുന്നില്ല, മൈനസ് 2/3 എടുക്കുന്നു. അപ്പോൾ നമുക്ക് അതിവിടെ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്താലോ? എ സി ഈക്വൽ ടു മൈനസ് 2/3 എടുക്കുന്നു. ആ എ സി ഈക്വൽ ടു മൈനസ് 2/3 ഇവിടെ കൊടുത്താൽ എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 4/3 ഈക്വൽ ടു 4/9 കിട്ടും. അപ്പോൾ എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് പറയുന്നത് 4/9 പ്ലസ് 4/3 കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 9 LCM ആയിട്ട് എടുത്താൽ 12 പ്ലസ് 4 16/9 വരും അല്ലേ? എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഇതെല്ലാം എടുത്ത് ഇവിടെ കൊടുത്താൽ 9 ഇൻറ്റു 16/9 പ്ലസ് 1/9 ശരിയാണോ? എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് പറയുമ്പോൾ 16/9 വരും. ബി എന്ന് പറയുന്നത് 1/3 ആണ്. അപ്പോൾ ഇത് 17/9 വരും. 9 കട്ട് ചെയ്ത് വിട്ടപ്പോൾ ചെയ്തപ്പോൾ 17 ആട്ടോ വരുന്നത്. കാൽക്കുലേഷനിൽ എവിടെയെങ്കിലും കറക്ഷൻ ഉണ്ടോ എന്ന് നോക്കിക്കോ. അതല്ലെങ്കിൽ ഈ പരിപാടി വെച്ച് ചെയ്യണം. ഡി സ്ക്വയർ ഈക്വൽ ടു മൈനസ് 2/3 എടുത്താൽ കുഴപ്പമില്ല. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6 + 1 ആ രീതിയിൽ കിട്ടും. ഇവിടെ ഞാൻ കാൽക്കുലേഷന് ചെറിയ തോന്നുന്നു. ഓക്കെ, താങ്ക് യു. Good evening. We have come again for the second phase of discussions of January 22nd afternoon session, second session. As I told, the questions level of difficulties maintain more or less in the same pattern in all the 4 sessions we have completed. Okay. Now come to a very simple question. For a given arrangement, charges and strength of electric field E and potential V at the center O, geometrical center O. Look, charge distribution is symmetrical with respect to the center O because it is told geometrical center. Charge distribution is symmetrical because all the charges are equal and we are calculating at the geometrical center. So charge distribution is symmetrical. Therefore, electric field at the center will be 0. Then regarding potential, all are positive charges. Let the distance from the each charge to the center is R. Then potential of total potential will be 5 into 1/4πε0 Q by R. Of course, this is non-zero. They didn't
even they didn't even make you to calculate it. So simple, without any calculation, you can save a lot of time here. We can find that electric field is 0, but potential is non-zero. So very easy question for that. You can save a lot of time. We can utilize this time for the other questions. We go to the next question. Look here, again, there is an easy question, but some simple concepts you have to use it here. A simple circuit is given here. Look, I just mark the branches. Like upper branch I call I1, second branch I call I2, third branch I call I3. You know, it is mentioned that just after key is closed, you know, inductor offers infinite resistance. Inductor offers infinite resistance. But you know, after a long time, after some time, inductor behaves like a pure conductor. Isn't it? So, but this is just after switch key is closed, means just after switching on. Inductor branch will offer high resistance. So no current will pass through the upper branch. I1 is 0. There is a current passing through I2, second branch, that you have to calculate it. And that will be the current through the ammeter. No current will pass through the third branch. Third branch also there is an inductor. Inductor offers infinite resistance. So current will flow through what 9 ohms branch will be. Current will be flowing only through 9 ohms branch. And in the circuit, we have a 9 volt source. EMF of the source is 9 volt. Only resistance offered is 9 ohms. Therefore, circuit current will be 9 by 9. That is 1 ampere. And that will be the ammeter reading. And the correct answer is 1. So again, very easy question. But we have to get this idea that in the beginning, just after switching on a circuit in which an inductor is coming, inductor offers infinite resistance. Just after switching on, just after when key is closed, no current will flow through the inductor branch. So I1 and I3 we can avoid, only I2 will be there. We go to the next question. Now, choose the correct between time period. We have so many graphs given. T square, 1 by T square, isn't it? 1 by T square. And one more graph. Fourth graph is not here. Fourth graph is not here. I don't know. Let it be. Isn't it? Anyway, is it? Fourth graph has not come. Anyway. 1, 2, 3, 4. Fourth is not come. Okay. Look. Choose a correct graph. We have T square is 4 pi square by G into L. So T square is proportional to L. There is no graph between T square and L. If this is a graph, it will be straight line. That graph is not given. Then T versus graph, L graph is a parabola. Parabola symmetric about time axis. You should have a parabola like this. But this is given T versus, so this is not the correct answer. Isn't it? And T square is proportional, therefore 1 by T square is not proportional. Isn't it? Also, 1 by T square is not coming like this. Isn't it? Because, you know,
1 by t square is equal to another constant k into 1 by l. So 1 by t square is inversely proportional to 1 by t square is inversely proportional to L. 1 by t square is inversely proportional. So if you draw a graph between 1 by t square and y-axis L on, we have 1 by t square is inversely proportional. We are getting a rectangular hyperbola. I think that option is not given. It may be, fourth option may be like that. That is 1 by t square you are marking on, and other on x-axis, the graph is coming to be rectangular hyperbola. So I start with, this is the equation of time period. T square is proportional to L. If you draw a graph between T square and L, it should have a straight line, but no such graph given, isn't it? Then T proportional to L is a parabola, but not like this parabola, like this. It will be taking a symmetric turn parallel to what axis? Time axis. But it is again like this. Not time axis, taking a turn about this. It will be coming about length axis, but that is not given to you. Then 1 by t square is not proportional to L. 1 by t square is inversely proportional to L. So 1 by t square versus L graph cannot be a straight line. So therefore, this cannot be possible. But 1 by t square is inversely proportional, then graph will be a rectangular hyperbola. Probably the fourth graph missing in the diagram, maybe that may be rectangular hyperbola, then that will be the proper answer. Okay? Yes, that's all about. So easy questions were there.
യെസ് മക്കളെ, നമ്മൾ ഇന്നത്തെ സെക്കൻഡ് ഷിഫ്റ്റിലെ കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് നോക്കാം. ഓൾമോസ്റ്റ് സിമിലർ പാറ്റേൺ തന്നെയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, വലിയ ടഫായിട്ടുള്ള ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. എക്സെപ്റ്റ് എ വെരി ഫ്യൂ എബോവ് ആവറേജ് എന്നുള്ള ഒരു ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഒരു സിമിലർ പാറ്റേണിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നോക്കാം നമുക്ക്. ഓക്കെ, correct order of electron gain enthalpy, magnitude only കേട്ടോ. For group 60 ന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, പല ആവർത്തി പഠിച്ചിട്ടുള്ളതാണ്. മാക്സിമം വരുന്നത് സൾഫർ ആണ് കേട്ടോ. സൾഫർ -200 സൾഫർ ആണ്. സൾഫർ കഴിഞ്ഞ് സെലീനിയം കഴിഞ്ഞ് ടെലൂറിയം ആൻഡ് ഇൻഫാക്ട് ഓക്സിജൻ വരുന്നത് ലാസ്റ്റ് ആണ്. -141 ഓക്സിജൻ വരുന്നത് ലാസ്റ്റ് ആണ്. എത്രയോ പ്രാവശ്യം റെഫർ ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. സോ ദി ഓർഡർ ഷുഡ് ബി ഇൻ ടേംസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് എടുത്തു പറഞ്ഞിരിക്കുന്നു. നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വരുന്നത് കൊണ്ട് ഒരു കൺഫ്യൂഷൻ വരാം, അത് ഒഴിവാക്കാനാണ് മാഗ്നിറ്റ്യൂഡ് എടുത്തു പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ സൾഫർ ഷുഡ് ബി മാക്സിമം. സൾഫർ കഴിഞ്ഞാൽ ഓക്സിജൻ അല്ല കേട്ടോ. സൾഫർ കഴിഞ്ഞാൽ സെലീനിയം ടെലൂറിയം കഴിഞ്ഞ് ലാസ്റ്റ് ആണ് ഓക്സിജൻ വരിക. സോ ദി കറക്റ്റ് ആൻസർ ഷുഡ് ബി ദിസ് ചോയ്സ്. രണ്ടാമത്തെ ചോയ്സ് വരണം കേട്ടോ. സോ സൾഫർ -200 വാല്യൂ ഓർക്കുക, പഠിച്ചിട്ടുള്ളതാണ്. ഓക്സിജൻ വരുന്നത് -141 ഏറ്റവും ലാസ്റ്റ് വരും. അതേസമയം ഹാലോജൻസ് ആണ് ഇത് ചോദിക്കുന്നതെങ്കിൽ ഓർമ്മയുണ്ടല്ലോ, ഫസ്റ്റ് ക്ലോറിൻ ആണ്. ക്ലോറിൻ കഴിഞ്ഞ് ഫ്ലൂറിൻ, ബ്രോമിൻ, അയഡിൻ. സോ the first member anomaly due to small size and interelectronic repulsion. ക്ലോറിൻ കഴിഞ്ഞ് സെക്കൻഡ് പ്ലേസിലാണ് ഫ്ലൂറിൻ വരിക. ഓക്സിജൻ ഫാമിലിയിലേക്ക് വരുമ്പോൾ സൾഫർ കഴിഞ്ഞ് ഉടനെ ഓക്സിജൻ വരുന്നില്ല, ഓക്സിജൻ വരുന്നത് ലാസ്റ്റ് ആണ്. എഗെയിൻ ഓക്സിജൻ ഹാർഡ് അയോൺ, വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ആറ്റം ആയതുകൊണ്ട് തന്നെ എഗെയിൻ ഡ്യൂ ടു ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ, സ്മോൾ സൈസ് ആൻഡ് ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ, ഓക്സിജൻ ലാസ്റ്റ് ആണ് വരിക കേട്ടോ. അപ്പോൾ ഓർഡർ ഒന്നും കൂടെ പറയാം. സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം, ലാസ്റ്റ് ആണ് ഓക്സിജൻ വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം. 100 gram 98% by weight sulfuric acid mixed with 100 gram 49% by weight sulfuric acid. Mole fraction in the solution is. നോക്ക്, 100 gram 98% sulfuric acid. That means 98 gram sulfuric acidum 2 gram വാട്ടറും അല്ലേ. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 100 gram 49% എന്ന് വെച്ച് കഴിഞ്ഞാൽ 49 gram സൾഫ്യൂരിക് ആസിഡും 51 gram വാട്ടറും. നമുക്ക് കാണേണ്ടത് മോൾ ഫ്രാക്ഷൻ ആണ്. എന്താ ഫോർമുല? മോൾ ഫ്രാക്ഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് divided by number of moles of sulfuric acid plus number of moles of water. Number of moles of sulfuric acid ഇവിടെ 1 mole ഉണ്ട്, ഇവിടെ half mole ഉണ്ട് അല്ലേ. So it is 1 and half. So 1.5 വരുന്നുണ്ട്. And here it is 1.5 plus number of moles of water എത്രയാടോ? 2 gram and 51. 53 gram ആണ്. 53 divided by 18. 53 divided by 18 നിയർലി 3യുടെ അടുത്ത് വരും അല്ലേ. നിയർലി 3യുടെ അടുത്ത് വരും. സോ ഇറ്റ് ഈസ് 3 നിയർലി. അപ്പം എന്ത് വരും? 1.5 divided by 4.5 എന്ന് വരും. 1/3 എന്നാണ് കിട്ടുക. ദാറ്റ് വിൽ ബി 0.33 കിട്ടും. 0.33 ഈ ചോയ്സ് ആണ് വരിക. റൈറ്റ്. കാണുമ്പോൾ ചിലപ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പോലെ തോന്നിയേക്കാം, പക്ഷെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. മോഡറേറ്റ്ലി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ആ മാസും പെർസെൻറ്റേജും നോക്കുക. മാസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് കണ്ടെത്തുക, മാസ് ഓഫ് വാട്ടർ ഐഡൻറ്റിഫൈ ചെയ്യുക, ആൻഡ് മോൾ ഫ്രാക്ഷൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ മാസ് ഇവിടെ 98ഉം ഇവിടെ 49ഉം. റിമൈനിങ് ഇറ്റ് വിൽ ബി വാട്ടർ. റൈറ്റ്. ഇപ്പോൾ വാട്ടറിന്റെ മാസ് വരെ ഇവിടെ 2 ഗ്രാമും ഇവിടെ 51 ഗ്രാമും 53 ഗ്രാം വരും. 53/18 ചെയ്യുമ്പോൾ നിയർലി 3 മോൾസ് എന്ന് കിട്ടും. യു ഗെറ്റ് ദി ആൻസർ. ഓക്കെ, അടുത്തത്
കറക്റ്റ് ഓർഡർ ഓഫ് അയോണൈസേഷൻ എൻതാൽപ്പി കേട്ടോ. കറക്റ്റ് ഓർഡർ ഓഫ് അയോണൈസേഷൻ എൻതാൽപ്പി നോക്കൂ. ഫ്ലോറിനും ക്ലോറിനും വി നോ ഇറ്റ് ഈസ് ഫ്ലോറിൻ ഗ്രേറ്റർ ദാൻ ക്ലോറിൻ. അയോണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഫ്ലോറിൻ ഗ്രേറ്റർ ദാൻ ക്ലോറിൻ, അത് ഓക്കെയാണ്. വാട്ട് അബൌട്ട് ദിസ് Cl മൈനസ് എഫ് മൈനസ്? അത് നമുക്ക് എങ്ങനെയാണ് നമ്മളത് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന ഫ്രെയിമിൽ നമ്മളത് പരിചയമുള്ളതല്ല. പക്ഷെ നമുക്ക് നല്ല പരിചയമുള്ള വേറൊരു ഫ്രെയിം ഞാൻ കാണിച്ചു തരാം. നോക്കൂ, Cl പ്ലസ് ഇലക്ട്രോൺ ഗിവിങ് Cl മൈനസ്. ഇത് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. -349 കിലോ ജൂൾ, ദാറ്റ് ഈസ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആണ് അല്ലെ. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. Meanwhile, it is fluorine plus electron giving F minus. ഇത് -328 കിലോ ജൂൾ. ഇതിന്റെ താഴെയാണ് ഫ്ലൂറിന്റെ വാല്യൂ, റൈറ്റ് മക്കളെ? ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇതിന്റെ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് Cl മൈനസ്? Cl മൈനസിന്റെ അയണൈസേഷൻ എൻതാൽപ്പി എന്താണ് വരിക? ഇറ്റ് ഈസ് Cl മൈനസ് കൺവേർട്ടഡ് ടു Cl പ്ലസ് ഇലക്ട്രോൺ. ഇതാണ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ തെർമോഡൈനമിക്കലി ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇത്. സോ ഇറ്റ് വിൽ ബി +349 കിലോ ജൂൾ എന്ന് ക്ലോറിന് വരും. വാട്ട് അബൌട്ട് ഫ്ലൂറിൻ? ഇറ്റ് ഈസ് F മൈനസ് കൺവേർട്ടഡ് ടു F പ്ലസ് ഇലക്ട്രോൺ. ഇറ്റ് വിൽ ബി +328 സംതിങ്. ആ വാല്യൂ നോക്കുക, എന്തായാലും ഇതിന്റെ താഴെയാണ് വരിക. എനിവേ നോക്ക്, ഇതിനാണ് വാല്യൂ കൂടുതൽ കേട്ടോ. സോ അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് Cl മൈനസ് ഈസ് ഗ്രേറ്റർ ദാൻ ionization enthalpy of F minus. So we get the answer. We get the answer straight away. It is 1. Straight away it is 1. F greater than chlorine. F greater than chlorine. അത് 1000 above വരുന്ന വാല്യൂസ് ആണ്. നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഹാലോജൻസ് ഹാവ് ഗോട്ട് എ വെരി ഹൈ അയണൈസേഷൻ എൻതാൽപ്പി അല്ലെ. അത് 1000 above വരുന്ന ഒരു വാല്യൂ ആണ്. അപ്പൊ ഈ രണ്ടുപേരുടെ വാല്യൂ ഡെഫിനറ്റ്ലി ഹൈ ആണ്. ഇനി കമ്മിങ് ടു ദീസ് ടു വാല്യൂ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് this is definitely greater. This is definitely greater. And coming to the values of Cl minus and F minus, it will be Cl minus greater than F minus. Cl minus in +350 റേഞ്ചിലാണെങ്കിൽ ഇതൊരു 330 റേഞ്ചിലാണ്. ഓക്കെ, സോ ദാറ്റ് വിൽ ബി ദി ഓർഡർ ഫസ്റ്റ് ഓപ്ഷൻ കേട്ടോ. അത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ആശയം എളുപ്പമാണ്, പക്ഷെ അതൊന്ന് വെരിഫൈ, ഒന്ന് മനസ്സിൽ ഒരു ശ്രദ്ധയുണ്ടാവണം. ഓക്കെ, അടുത്ത ചോദ്യം, ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. സ്ട്രക്ചർ ഓഫ് വൈ ആണ് ചോദ്യം. സ്ട്രക്ചർ ഓഫ് വൈ ആണ് ചോദ്യം. സോ നമുക്ക് അത് വേണ്ട അല്ലേ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ റിയാക്ടന്റ്. That is the reactant which is treated with this is benzylamine. Benzylamine interacting with benzoyl chloride കിട്ടോ. എന്താ കിട്ടുക? ബെൻസൈലമീൻ വിത്ത് ബെൻസോയിൽ ക്ലോറൈഡ്. ഇവിടെ CH2NH ഇങ്ങനെ കിട്ടും. ശരിയല്ലേ? ബെൻസോയിലേഷൻ റിയാക്ഷൻ ആണ്. ഇറ്റ് ഈസ് ബെൻസോയിലേഷൻ റിയാക്ഷൻ. ഈ കാണുന്ന ഹൈഡ്രജനും ഈ കാണുന്ന Cl-ഉം HCl ആയിട്ട് പോകും. ആ HCl-നെ റിമൂവ് ചെയ്യാനാണ് അവിടെ PY പിരിഡിൻ കൊടുത്തിരിക്കുന്നത്. പിരിഡിൻ വിൽ ഹെൽപ്പ് ടു റിമൂവ് HCl. അങ്ങനെ നമുക്കൊരു അമൈഡ് കിട്ടും. Now this is treated with lithium aluminum hydride. When it is treated with lithium aluminum hydride, hope you remember this CO will be reduced. ആ CO ഗ്രൂപ്പ് reduced ആയിട്ട് എന്ത് കിട്ടുവാടാ? You will get ഇവിടെ ബെൻസീൻ റിംഗ് ഉണ്ട്. This is CH2, this is NH. ആ CO ഗ്രൂപ്പ് CH2 ഗ്രൂപ്പായിട്ട് മാറും കേട്ടോ. CH2 ഗ്രൂപ്പായിട്ട് മാറും. This will be the product Y. Y എന്ത് എന്നാണ് ചോദ്യം? It is PH CH2 NH CH2 PH. PH CH2 NH CH2 PH. രണ്ടാമത്തെ ചോയ്സ് കറക്റ്റ് ആണോ? PH CH2 NH. സെക്കൻഡ് ചോയ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. രണ്ടാമത്തെ ചോയ്സ്. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് ബെൻസോയിലേഷൻ, രണ്ടാമത്തേത് റിഡക്ഷൻ റിയാക്ഷൻ. പഠിച്ചതാണ് രണ്ട് റിയാക്ഷൻസ്. അടുത്തത് മിക്സഡ് ഓക്സൈഡ് ആണ് ചോദ്യം കേട്ടോ. സിമ്പിൾ ഓക്സൈഡ്, മിക്സഡ് ഓക്സൈഡ് എല്ലാവർക്കും അറിയുന്നതാണ്.
and in fact many of that oxides are dealt in the D and F block elements. നോക്കൂ, മിക്സഡ് ഓക്സൈഡ് Fe2O3 ഹെമറ്റൈറ്റ് ആണ്, സാധാരണ ഓക്സൈഡ് ആണ്. PbO2 സാധാരണ ഓക്സൈഡ് ആണ്. Pb3O4 ആണ് മിക്സഡ് ഓക്സൈഡ്. Pb3O4 is the mixed oxide which is PbO dot PbO2. 2PbO plus PbO2 ശരിയല്ലേ? അപ്പൊ എന്തായി? Pb3O4 എന്നായില്ലേ? 2PbO dot PbO2, that is what actually Pb3O4. Pb3O4 is a mixed oxide. Simple direct question കേട്ടോ. ഇതുപോലത്തെ മിക്സഡ് ഓക്സൈഡ് ആണ് ഓർമ്മയില്ലേ, മാഗ്നറ്റൈറ്റ് Fe3O4 FeO dot Fe2O3. അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുന്നതും ഫ്രാക്ഷണൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടുന്നതും അത് നമ്മൾ ആക്ച്വൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡിറൈവ് ചെയ്യുന്നതും എല്ലാം റിഡോക്സ് റിയാക്ഷന്റെ എക്സർസൈസിൽ ചെയ്തിട്ടുള്ളതാണ്. ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തത്. Now the next question. Volume ratio of decimolar ammonium hydroxide and decimolar HCl to give a solution pH 9.25 at 25 degrees Celsius. In the ratio x is to 1. Find x. pKb തന്നിട്ടുണ്ട് 4.75. എങ്ങനെ ചെയ്യാം? It is ammonium hydroxide plus HCl. We get ammonium chloride which will act as a buffer according to the quantity. രണ്ടും decimolar ആണ് കേട്ടോ. 0.1 molar, 0.1 molar. ഇത് x ലിറ്റർ ആണെങ്കിൽ ഇത് 1 ലിറ്റർ ആണ്. So the quantity will be 0.1 into 1, 0.1 mole. ഇവിടെ 0.1 into x, 0.1 x mole. Okay. ഇത് കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇറ്റ് ഈസ് നിൽ റിമൈനിങ്. ആൻഡ് വാട്ട് ഹിയർ ഇറ്റ് വിൽ ബി 0.1 റിയാക്ട് ആൻഡ് ഇറ്റ് വിൽ ബി 0.1 x minus 0.1, that is 0.1 into x minus 1. This will be the quantity of ammonium hydroxide. റിയാക്ട് ചെയ്യുന്നത് 0.1 ആണ്. സോ ഹിയർ ഇറ്റ് വിൽ ബി 0.1 മോൾ. അപ്പോൾ സോൾട്ടിന്റെ ക്വാണ്ടിറ്റി 0.1 മോൾ, ബേസിന്റെ ക്വാണ്ടിറ്റി 0.1 into x minus 1 എന്ന് കിട്ടും. ഓക്കെ, നൗ യു ക്യാൻ അപ്ലൈ ദ ഹെൻഡേഴ്സൺ ഇക്വേഷൻ. POH equal to PKB plus log salt by base. ഓർമ്മയില്ലേ? Now what is POH? pH തന്നിട്ടുണ്ട്. So POH it will be 14 minus 9.25 എന്ന് വെച്ചാൽ 4.75 അല്ലേ? 4.75. So 4.75 equal to PKB. PKB available ആണ് 4.75. അപ്പോൾ അത് ക്യാൻസൽ ആവും. പ്ലസ് log concentration of salt 0.1, concentration of base 0.1 into x minus 1. ഇത് ക്യാൻസൽ ആവും. സോ യു വിൽ ഗെറ്റ് ഇതെന്ത് കിട്ടും? ഇത് 0 എന്ന് കിട്ടും അല്ലേ? സോ ഇറ്റ് ഈസ് log 1, ഇത് ക്യാൻസൽ ആയി കേട്ടോ. 1 divided by x minus 1 equal to 0. That is 1 minus x minus 1 equal to 1. That is x minus 1 equal to 1, x equal to 2 എന്ന് കിട്ടും കേട്ടോ. x equal to 2 എന്ന് കിട്ടും. So the ratio will be 2:1 എന്നാണ് വരേണ്ടത്. So our answer will be 2. Our answer will be 2. Right? ഇതാണ് കുറച്ചൊരു ചലഞ്ചിങ് ആയിട്ട് തോന്നാവുന്ന ഒരു ചോദ്യം. ഇതേപോലെ ഒരു ചോദ്യം കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. ഏത്? H2X Ka1 Ka2 തന്നിട്ട് ഒരു ചോദ്യം. അത് ഇതിലും കുറച്ചുകൂടെ അപ്പർ സൈഡ് അതിനുണ്ടെങ്കിലും ഒരു എന്താ പറയുക, സ്റ്റാൻഡേർഡ് ഏകദേശം നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. ഓക്കെ, അടുത്ത ചോദ്യം. Basic buffer. You know how you get a basic buffer? A weak base with the salt is called a basic buffer. ഇതൊരു സ്ട്രോങ് ബേസ് ആണ്. ഇതും ഒരു സ്ട്രോങ് ബേസ് ആണ്. ഇത് സ്ട്രോങ് ആസിഡും സോൾട്ട് ആണ്. സോ ദി ആൻസർ ഷുഡ് ബി ഫോർത്ത് ചോയ്സ്. ശരിയല്ലേ? യെസ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, അമോണിയം ക്ലോറൈഡ്, the very popular common example that we encounter as a basic buffer.
ഒന്നും പറയാനില്ല. അടുത്തത് ഇതിന്റെ IUPAC നെയിം ആണ് കേട്ടോ. കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവണം. ദിസ് ഈസ് എസ്റ്റർ അല്ലെ. ഇതൊരു എസ്റ്റർ ആണ്. എസ്റ്ററിന്റെ പേരെങ്ങനെ വരും മക്കളെ? ഇറ്റ് ഈസ് ആൽക്കൈൽ ആൽക്കനോയേറ്റ് എന്ന് വരണം. ആൽക്കൈൽ ആൽക്കനോയേറ്റ്. ആരാണ് ആൽക്കൈൽ പാർട്ട്? ഇതാണ് ആൽക്കൈൽ പാർട്ട്. ദാറ്റ് ഈസ് പ്രൊപ്പൈൽ ആണ്. സോ പ്രൊപ്പൈൽ 1 2 3 4 5 6 7 പ്രൊപ്പൈൽ ഹെപ്റ്റനോയേറ്റ് എന്ന് വരണം. പ്രൊപ്പൈൽ ഹെപ്റ്റനോയേറ്റ് എന്ന് വരണം. അതിൽ ഇവിടെ ചില കാര്യങ്ങളും കൂടെ വരണം. ഇറ്റ് ഈസ് 1 2 ബ്രോമോ എന്നുണ്ടാവണം അല്ലെ. 2 ബ്രോമോ എന്ന് വന്നിരിക്കണം. 1 2 ബ്രോമോ എന്ന് വരണം. അപ്പൊ ഇവിടെ 2 ബ്രോമോ വരും. പിന്നെ 3 4 5 മെത്തിൽ ഉണ്ടാവും. 5 മെത്തിൽ വന്നിട്ടുണ്ടാവണം. സോ ലെറ്റ് us ഫൈൻഡ് ഔട്ട് ദി ആൻസർ. 2 ബ്രോമോ ഉണ്ട്. N പ്രൊപ്പൈൽ 1 ബ്രോമോ കട്ട് ചെയ്തു. 2 ബ്രോമോ 5 മീഥൈൽ അതല്ല. N പ്രൊപ്പൈൽ 2 ബ്രോമോ 5 മീഥൈൽ ഹെപ്റ്റനോയിഡ്. ഫോർത്ത് ചോയ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. നോക്ക്, ഫോർത്ത് ചോയ്സ് നോർമൽ പ്രൊപ്പൈൽ 2 ബ്രോമോ 5 മീഥൈൽ 2 ബ്രോമോ 5 മീഥൈൽ ഹെപ്റ്റനോയേറ്റ്. എസ്റ്ററിന്റെ പേര് വരുമ്പോൾ ശ്രദ്ധിക്കുക, ആൽക്കൈൽ ആൽക്കനോയേറ്റ് എന്ന് വരണം. പ്രൊപ്പൈൽ ഹെപ്റ്റനോയേറ്റ് എന്ന് വരണം. ആ ഹെപ്റ്റനോയേറ്റ് പറയുമ്പോൾ ബ്രാഞ്ചിങ്ങും സബ്സ്റ്റിറ്റ്യൂവൻസും എല്ലാം ശ്രദ്ധിച്ച് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അടുത്ത ചോദ്യം, a dibromo compound P molecular formula C9H10Br2 when heated with the excess sodamide followed by treatment with the dilute HCl gives Q. On warming Q with mercuric sulfate dilute sulfuric acid yield which give positive iodoform test but negative tolerance test. The compound P is. ഇതാണ് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ. മേ ബി ദർ ഇസ് എ ഡിഫറെന്റ് ഫ്രെയിമിംഗ് ഓഫ് ദ ക്വസ്റ്റ്യൻ, റൈറ്റ്? When you find out the DBE, ഇതിന്റെ DBE കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ C+1 minus H/2 minus X/2 ചെയ്ത് കഴിഞ്ഞാൽ 9 + 1 minus 5 minus 1 അല്ലെ. അപ്പോ 10 5 4 എന്ന് കിട്ടും. 4 ഡബിൾ ബോണ്ട് ഇക്വലൻസ് ആണ്. 4 ഡബിൾ ബോണ്ട് ഇക്വലൻസ് എന്ന് പറയുമ്പോൾ ഈ ഫോർമുലയിൽ നമുക്ക് അസൈൻ ചെയ്യാം. There is a benzene ring. ഒരു ബെൻസീൻ റിംഗ് ഉണ്ട് എന്ന് അസൈൻ ചെയ്യാം. There will be a benzene ring. അപ്പൊ DBE 4 ആയി കിട്ടും. പിന്നെ ഡൈബ്രോമോയാണ്. ഡൈബ്രോമോ ബെൻസീനിൽ ബ്രോമോ വരാം, അല്ലെങ്കിൽ 9 കാർബൺ ആറ്റം ഇപ്പൊ 6 ആയിട്ടുള്ളൂ. അപ്പൊ ഇവിടെ 2ഉം ഇവിടെ 1ഉം അങ്ങനെ ആവാം. അതിപ്പോ ഇവിടെ തന്നെ വരണമെന്നില്ല, എനി അതർ പൊസിഷൻ. രണ്ട് ബ്രോമിൻ, ഇറ്റ് മേ ബി ലൈക്ക് ദിസ്. സി, ഈ പോസിബിലിറ്റീസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്കിങ് അബൌട്ട് ദ സീക്വൻസ് ദാറ്റ് ഈസ് ഗിവൺ. ദാറ്റ് കംസ് ബൈ പ്രാക്ടീസ്. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്കൊരു സിറ്റുവേഷൻ പ്ലാൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ DBE കണക്കാക്കുമ്പോൾ 4 വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ബെൻസീൻ വരേണ്ടതാണ്. കാരണം ബെൻസീനകത്ത് 3 അൺസാച്ചുറേഷനും റിങ്ങും കൂടെ ചേർത്തിയാൽ 4. എത്രയോ പ്രാവശ്യം ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബ്രോമിൻ റിങ്ങിനകത്ത് വരാം, റിങ്ങിൽ വരാം, അല്ലെങ്കിൽ സൈഡ് ചെയിനിൽ വരാം. പക്ഷേ ഈ സൈഡ് ചെയിനിൽ വരുമ്പോഴാണ് നമുക്ക് എക്സസ് സോഡാമൈഡുമായിട്ടുള്ള റിയാക്ഷൻ ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വിസിനാൽ ഡൈബ്രോമൈഡ് വരേണ്ടതാണ്. അപ്പോൾ ആൽക്കൈൻ കിട്ടും. ആൽക്കൈൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഹൈഡ്രേഷൻ പോസിബിലിറ്റി നോക്കൂ. ഓക്സി മെർക്കുറേഷൻ, ഡീമെർക്കുറേഷൻ ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു സാധ്യതകളെ കുറിച്ച് ചിന്തിക്കാം. സോ ലെറ്റ് ദ കോമ്പൗണ്ട് ബി P ഇതായിരിക്കും എന്ന് വിചാരിക്കാം. And when this is treated with sodium amide excess, hope you remember, there will be elimination over here. ഈ 2 ബ്രോമിനും ഇവിടുത്തെ ഹൈഡ്രജനും ഒക്കെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ you will get ആൽക്കൈൻ. നമുക്കൊരു ആൽക്കൈൻ കിട്ടും. You will get an alkyne like this. ഇങ്ങനെ കിട്ടും, right? Now this is treated for oxymercuration reaction. You will get a ketone, right? You will get a ketone. ആദ്യം ശരിക്കും അവിടെ ഹൈഡ്രേഷൻ ആണ് നടക്കുക. ഹൈഡ്രേഷൻ നടന്ന് ഇവിടെ OH വരും. ആ OH വരുമ്പോൾ ഇനോളൈസേഷൻ നടന്ന് എന്തായിട്ട് മാറും? കീറ്റോൺ ആയിട്ട് മാറും. നോക്ക്, ഇങ്ങനെ ആയിട്ട് മാറും. ഇനി
ഇങ്ങനെ ഒരു കീറ്റോൺ കിട്ടുമ്പോൾ ബാക്കി കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇറ്റ് ഷോസ് പോസിറ്റീവ് ഐഡോഫോം ടെസ്റ്റ്. നോക്കൂ മക്കളെ, മെത്തിൽ കീറ്റോ ഗ്രൂപ്പ് വന്നു, പോസിറ്റീവ് ഐഡോഫോം ടെസ്റ്റ് കാണിക്കും. ഇനി ടോളറൻസ് ടെസ്റ്റ് കാണിക്കാൻ പാടില്ല. ടോളറൻസ് ടെസ്റ്റ് കാണിക്കാൻ പാടില്ല, കാണിക്കത്തില്ല. ഇറ്റ് ഇസ് എ കീറ്റോൺ, റൈറ്റ്? അപ്പോൾ ഈ ഒരു സീക്വൻഷ്യൽ പോസിബിലിറ്റി കുറിച്ച് നമുക്ക് ആ ചോദ്യം വായിക്കുമ്പോൾ വരണമെങ്കിൽ നമ്മൾ ആ ചോദ്യങ്ങൾ ഇത്തരത്തിലുള്ള കൺവേർഷൻസ് ചെയ്ത് നല്ല പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വീണ്ടും വീണ്ടും നോക്കിപ്പോയാൽ മതി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുക. സോ ഡെഫിനറ്റ്ലി ദ കോമ്പൗണ്ട് ക്യാൻ ബി ദിസ്. ഇതായിരിക്കും നമുക്ക് എടുക്കാൻ പറ്റുന്ന കോമ്പൗണ്ട്. അത് മെത്തിൽ ഗ്രൂപ്പ് ഇവിടെ വരണോ ഇവിടെ വരണോ, ദാറ്റ് ഈസ് നൺ ഓഫ് അവർ ബിസിനസ്. അത് എങ്ങനെ വേണമെങ്കിലും വരാം, റൈറ്റ്? പക്ഷേ ഒരു വിസിനാൽ ഡൈബ്രോമൈഡ് വരിക സൈഡ് ചെയിനിൽ എന്നുള്ളത് നമുക്ക് തികച്ചും ഈ സീക്വൻസിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന ഒരു സംഗതിയാണ്. ആൻഡ് വി ഡോണ്ട് നോ എക്സാക്ട്ലി ഹൗ ദ ക്വസ്റ്റ്യൻ ഈസ് ബീങ് പ്രസന്റഡ്. ചിലപ്പോൾ 4 ചോയ്സ് ഉണ്ടെങ്കിൽ അവിടുന്ന് പിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ചോയ്സ് അവൈലബിൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. Alkene on reductive ozonolysis give methanol as one of the product. Its structure is. ഇവിടെ മെത്തനാൽ കിട്ടില്ലല്ലോ, ഇവിടെ CHO ഗ്രൂപ്പ് ഉണ്ടാവും, ഇവിടെയും CHO ഗ്രൂപ്പ് ഉണ്ടാവും. യു ഡോണ്ട് ഗെറ്റ് എ മെത്തനാൽ. ഇതാണ് ആൻസർ കിട്ടോ. ദിസ് ഈസ് ദി ആൻസർ ആസ് ഇറ്റ് ബ്രേക്സ് ഓവർ ഹിയർ ആൻഡ് ദിസ് കാർബൺ വിൽ ബി ടേണിംഗ് മെത്തനാൽ. സോ സെക്കൻഡ് ചോയ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. തേർഡിൽ കിട്ടില്ല, കാരണം CHO ആയിട്ട് മാറും. യു ഡോണ്ട് ഗെറ്റ് എ മെത്തനാൽ. ഫോർത്തിലും കിട്ടില്ല. ഫോർത്തിൽ ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് കൺവേർട്ടഡ് ടു എത്തനാൽ. CH3 CHO ആയിട്ടാണ് മാറുക. വൈൽ ഇൻ ദ ഓപ്ഷൻ 2 യു ഹാവ് ടെർമിനൽ CH2 ഗ്രൂപ്പ്. ടെർമിനൽ CH2 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അത് മെത്തനാൽ ആയിട്ടാണ് പോവുക. എത്രയോ എക്സാമ്പിൾസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, ഇല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. That is pertaining to Born-Haber cycle. Born-Haber സൈക്കിളിന്റെ ചോദ്യമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ലാറ്റിസ് എനർജിയാണ്. ദ ഡിക്റ്റോ എക്സാമ്പിൾ വി ഹാവ് സ്റ്റഡീഡ് ഡ്യൂറിങ് ദ ഹെസസ് ലോ. ഹെസസ് ലോയുടെ അപ്ലിക്കേഷനായിട്ട് തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ ഹെസസ് ലോയുടെ അപ്ലിക്കേഷനായിട്ട് നമ്മൾ Born-Haber സൈക്കിൾ പഠിക്കുന്നുണ്ട്. ഈ എഴുതുന്ന സീക്വൻസ് കൃത്യമായിട്ട് ഓർമ്മ വരുമെന്ന് വിചാരിക്കുന്നു. സോളിഡ് സോഡിയം പ്ലസ് ഹാഫ് Cl2 ഗ്യാസ്, യു ഗെറ്റ് NaCl സോളിഡ്. അതിൻ്റെ ഡേറ്റ അവൈലബിൾ ആണ്, -411 കിലോ ജൂൾ. ഇനി Na സോളിഡ് കൺവേർട്ടഡ് ടു Na ഗ്യാസ്, അതിൻ്റെ വാല്യൂ ΔH സബ്ലിമേഷൻ ആണ് കേട്ടോ. ΔH സബ്ലിമേഷൻ ഇതിൻ്റെ വാല്യൂ ആണ് ഇത്. ഇതിൻ്റെ വാല്യൂ ഇതാ ഇവിടെ അവൈലബിൾ ആണ്, 107. ഇനി Cl2 converted to 2Cl, Cl2 converted to 2Cl, അതിൻ്റെ വാല്യൂ അവൈലബിൾ ആണ് 242, റൈറ്റ്? ഇതിൻ്റെ ഹാഫ് എടുക്കാൻ മറക്കരുത് കേട്ടോ വെൻ യു കാൽക്കുലേറ്റ്. അടുത്തത് അപ്പൊ ഇത് കഴിഞ്ഞു. ഇനി അടുത്തത് Cl giving Cl minus, അതിൻ്റെ വാല്യൂ ആണ് ഇത്, -355. അടുത്തത് Na giving Na plus, അതിൻ്റെ വാല്യൂ ആണ് ഇത്, 502, റൈറ്റ്? ഇനി this 2 gives this, ഇതാണ് ലാറ്റിസ് എനർജി എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, റൈറ്റ്? ദിസ് ഈസ് വാട്ട് വി നീഡ് ടു ഫൈൻഡ് ഔട്ട്. സംഗതി എളുപ്പമാണ്. ഹോപ്പ് യു റിമെമ്പർ ദിസ് ഡാറ്റ പ്ലസ് ഹാഫ് ഓഫ് ദിസ് ഡാറ്റ, ഇതിന്റെ പകുതി, കാരണം ഹാഫ് മോളിന് എടുക്കണം. അതുപോലെ ഈ ഡാറ്റ പ്ലസ് എക്സ്, സോ ഇറ്റ് ഈസ് 107 പ്ലസ് 502 പ്ലസ് 242/2 പ്ലസ് -355 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു -444 11 എന്ന് കിട്ടും. യു നീഡ് ടു കാൽക്കുലേറ്റ് എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, റൈറ്റ്? ശരിയല്ലേ? ആൻഡ് ദ എക്സ് വാല്യൂ ഈവൺ ഞാൻ പറയും ഈ ഡാറ്റ ഇതൊന്നും ചെയ്യാതെ തന്നെ നമ്മൾ ആ ചോദ്യം ഓൾമോസ്റ്റ് സെയിം ഡാറ്റ വെച്ചിട്ടാണല്ലോ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത്. ഹോപ്പ് യു റിമെമ്പർ ദ ലാറ്റിസ് എൻതാൽപ്പി വാല്യൂ വി ഗോട്ട് 788 എന്ന് കിട്ടിയത്. ഡിക്റ്റോ എക്സ് ആൾക്കാർ മാറുന്നില്ല, സെയിം എക്സാമ്പിൾ ആണ്, നോട്ട് എ ഹൈപ്പോത്തറ്റിക്കൽ സ്പീഷീസ്. സോഡിയം ക്ലോറൈഡിന്റെ ലാറ്റിസ് എൻതാൽപ്പി വാല്യൂ ടെക്സ്റ്റ് ബുക്കിൽ പല സ്ഥലത്തായിട്ട് റെഫർ ചെയ്തിട്ടുണ്ട്. സെയിം ബോൺ ഹേബർ സൈക്കിളിന്റെ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ വാല്യൂ ഈസ് 780 റേഞ്ച്.
780 range. Option A, option 1, 786, 628, 428. You will get definitely this first choice. ഇതായിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരിക. ആൻസർ വിൽ ബി ഓപ്ഷൻ -786. ഇവിടുന്ന് ഇങ്ങോട്ടായതുകൊണ്ടാണ് മൈനസ്. ആക്ച്വൽ ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എനർജി റിക്വയർഡ് ടു ബ്രേക്ക് ദ ലാറ്റിസ് ആണ്, അപ്പോൾ പ്ലസ് ആണ് വരിക. മനസ്സിലായില്ലേ? പക്ഷെ ഇവിടെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ല, എല്ലാം മൈനസ് ആണ് തന്നിരിക്കുന്നത്. സോ ദേ ആർ ഇന്റൻഡിങ് ലാറ്റിസ് എനർജി ഓഫ് ഫോർമേഷൻ. റൈറ്റ്? അപ്പൊ ഇത് വർക്കൗട്ട് ചെയ്യാതെ തന്നെ, ഈ ചോദ്യം കണ്ടു പരിചയമുള്ള ഒരു കുട്ടിക്ക് വർക്കൗട്ട് ചെയ്യാതെ തന്നെ ആ ഡാറ്റ കൃത്യമായിട്ട് അറിയും, ഫസ്റ്റ് ചോയ്സ് മാർക്ക് ചെയ്ത് സ്ഥലം വിടും. ഇനി ഈ കാൽക്കുലേഷൻ നമ്മൾ ചെയ്തിട്ടുമുണ്ട്. സോ ദ പോയിന്റ് ഈസ് ദിസ് പ്ലസ് ഹാഫ് ഓഫ് ദിസ് പ്ലസ് ദിസ് ഈക്വൽ ടു ദിസ്. ഹെസ്സസ് ലോ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. 5.8 gram aniline converted into benzanylide with some reaction sequence. Calculate mass of benzanylide formed if percentage yield of reaction is 82%. So that is benzoylation reaction. Aniline undergoing benzoylation reaction. Reaction de പേര് മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. It is Schotten-Bowman reaction. പഠിച്ചതാണ് Schotten-Bowman reaction, benzoylation reaction. Aniline converted to benzanylide. Aniline treated with benzoyl chloride. Aniline treated with benzoyl chloride. HCl is out. You get benzanylide. This is benzanylide. This is benzanylide, right? And the point is the talk between aniline and mass of benzanylide formed ആണ് ചോദ്യം. Percentage yield 82% ഉള്ളൂ. So you can see 1 mole of this will give you 1 mole of this provided the yield is 100%. ഇവിടെ yield 82% ആണ്. അപ്പൊ ഇവിടെ 1 mole കിട്ടത്തില്ല, 0.82 mole ആയിരിക്കും കിട്ടുക. So the answer will be 0.82 into molar mass. 0.82 into molar mass. അല്ല, ഇവിടെ 1 mole അല്ലല്ലോ തന്നിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 5.8 gram ആണ്. So how much it is given? 5.8 divided by അനിലിന്റെ മോളാർ മാസ് 93 ആണ് കേട്ടോ. അനിലിന്റെ മോളാർ മാസ് 93. ഇത്രയും മോൾസ് ആണ് തന്നിരിക്കുന്നത്. സോ 1 മോൾ തന്നു കഴിഞ്ഞാൽ 0.82 കിട്ടും. ഇത്രയും മോൾ തന്നു കഴിഞ്ഞാൽ അത് ഇൻറ്റു 0.82 കിട്ടും. സോ ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബെൻസാനിലൈഡ് ഈക്വൽ ടു 5.8 ഡിവൈഡഡ് ബൈ 93 ഇൻറ്റു 0.82 മോൾ. ഇതായിരിക്കും നമ്പർ ഓഫ് മോൾസ് ഓഫ് ബെൻസാനിലൈഡ്. നമുക്ക് വേണ്ടത് മാസ് ആണ് കേട്ടോ. So into molar mass, that will be the answer. So weight of benzanylide, it is 5.8 divided by 93.82 into molar mass of this. ഇതിന്റെ molar mass ബെൻസാനിലൈഡ് മോളാർ മാസ് 197 വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. ഇതിന്റെ മോളാർ മാസ് 197 വരുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. പ്ലീസ് കറക്റ്റ് ഇഫ് ഇറ്റ് ഈസ് റോങ്. So it is 197, and upon calculation the answer comes out nearly 9.6 എന്നാണ് കിട്ടുന്നത്. 9.6. So we can take nearly 10 എന്ന ആൻസർ വരുന്നില്ലേ? പ്ലീസ് വെരിഫൈ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഇത് 1 മോൾ ആണെങ്കിൽ ഇത് 1 മോൾ കിട്ടും. പക്ഷെ ഇവിടുത്തെ ഈൽഡ് 82% ഉള്ളൂ. സോ യു ഗെറ്റ് 0.82 മോൾ. ഇവിടെ എത്ര മോൾസ് ആണ്? 5.8 gram ഡിവൈഡഡ് ബൈ 93 മോൾസ് ആണ്. അപ്പോൾ ഇവിടെ കിട്ടുന്നത് 5.8 by 93 ഇൻറ്റു 0.8 മോൾസ് ആയിരിക്കും. അതിനെ മാസിലേക്ക് കൺവേർട്ട് ചെയ്യുക ഇൻറ്റു മോളാർ മാസ്. യു ഗെറ്റ് ദി ആൻസർ, റൈറ്റ്? ഇത് ഈ പറഞ്ഞ വാല്യൂ വരുന്നില്ലേ? പ്ലീസ് വെരിഫൈ. അടുത്ത ചോദ്യം, സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2. Carbon, oxygen, nitrogen, fluorine. Correct order in terms of first ionization enthalpy. Correct അല്ലേ? കാർബൺ, ഓക്സിജൻ ലെസ് ദാൻ നൈട്രജൻ പഠിച്ചിട്ടുള്ളതാണ്. നൈട്രജൻ മോർ ദാൻ ഓക്സിജൻ, ബിക്കോസ് നൈട്രജൻ ഹാസ് ഗോട്ട് എ P3 കോൺഫിഗറേഷൻ. അപ്പോൾ ഇത് നമ്മൾ നല്ല ഫെമിലിയാരിറ്റി ഉള്ള ഓർഡർ ആണ്. ദാറ്റ് ഈസ് കറക്റ്റ് ആൻസർ, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അടുത്തത്
The order of magnitude of electron gain enthalpy. Order of magnitude of electron gain enthalpy. It is sulfur, selenium, tellurium, polonium, oxygen last. This we have discussed a few minutes back. That is also correct order. Order of magnitude of electron gain enthalpy. Sulfur is maximum minus 200. Oxygen minimum minus 141. And the order is sulfur maximum, then selenium, tellurium, polonium കഴിഞ്ഞ last ആണ് oxygen വരിക കേട്ടോ. Okay, so that is also correct. Both the statements are correct. Both the statements are correct. Both correct എന്ന ഒരു ഓപ്ഷൻ ആയിരിക്കണം. I think this kind of order which came in the another question, അത് രണ്ടിന്റെയും ഒരു പാക്കേജ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. Right? അടുത്ത ചോദ്യം. 1 gram of compound X subjected to Geldal method for estimation of nitrogen, 15 ml 1 molar sulfuric acid neutralized by ammonia evolved. Percentage of nitrogen. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോർമുല എല്ലാ മക്കൾക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. Percentage of nitrogen in Geldal method അറിയാലോ അല്ലെ, 1.4 NB by weight of organic compound എന്നാണ്. 1.4 NB by weight of organic compound. So it is 1.4 into normality. It is 1 molar sulfuric acid. Sulfuric acid dibasic acid ആണ്. Molarity X ആണെങ്കിൽ normality will be 2X. So 1 molar means 2 normal into volume 15 ml into 15 divided by weight of organic compound 1. So that is 1.4 into 2 into 15, 30. So it is 14 into 3. 14 into 3. Option 3 is the correct answer. 42 എന്ന് കിട്ടണം. Right? വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫോർമുലയൊക്കെ നമ്മൾ ടെക്സ്റ്റിൽ പഠിക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. 1.4 into molarity into 2 into V minus V1 by 2 by weight of organic. അപ്പോൾ അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. 1.4 നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള മിക്ക പ്രോബ്ലംസിലും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഫോർമുല ഇത് തന്നെയാണ് അല്ലേ. റൈറ്റ്, ദിസ് വൺ. അടുത്ത ചോദ്യം. മാച്ച് കറക്റ്റ് പ്രോഡക്റ്റ് ലിസ്റ്റ് 1 ലിസ്റ്റ് 2. കറക്റ്റ് പ്രോഡക്റ്റ്. Yet another simple question. We don't know exactly what was the nature of the question. ഇങ്ങനെ തന്നെ ആയിരുന്നിരിക്കുന്നു വിചാരിക്കുന്നു. Hydroxylamine and what is the product obtained? Hydroxylamine with glucose, you know it is oxime produced. Reactions of glucose. ടെക്സ്റ്റിൽ നമ്മൾ പഠിക്കുന്ന ഒരു സീരീസ് ഓഫ് റിയാക്ഷൻ ഉണ്ട്. റിയാക്ഷൻ ഓഫ് ഗ്ലൂക്കോസ്, കണ്ടിന്യൂസ് പ്രൊലോങ്ഡ് ഹീറ്റിംഗ് വിത്ത് HI, യു ഗെറ്റ് നോർമൽ ഹെക്സൈൻ. ഓർമ്മയില്ലേ? ആ സീക്വൻസിൽ വരുന്നതാണ്. എല്ലാം പരിചയമുള്ള റിയാക്ഷൻ ആണ്. Hydroxylamine, you get oxime. Bromine water, you get gluconic acid. Acetic anhydride, you get pentaacetate. And concentrated nitric acid, you get saccaric acid. So A matches with 4, B matches with 1, and C matches with 2, and D matches with 3. That will be the perfect matching. Okay, maybe the question is presented slightly different. Anyway, essence of question ഇതായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഗ്ലൂക്കോസിന്റെ സീരീസ് ഓഫ് റിയാക്ഷനിൽ നമ്മൾ പഠിക്കുന്നതാണ്. മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ബ്രോമിൻ ആണെങ്കിൽ ഗ്ലൂക്കോണിക് ആസിഡ് കിട്ടും. Only the top CHO will be oxidized to COOH. അതല്ല സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് നൈട്രിക് ആസിഡ് ആണെങ്കിൽ ടോപ്പിൽ CHOയും ഓക്സിഡൈസ്ഡ് ആവും, COOH ആവും, താഴത്തെ പ്രൈമറി ആൽക്കഹോളും COOH ആയിട്ട് മാറും. യു ഗെറ്റ് സക്കാറിക് ആസിഡ്. ഓക്കെ അല്ലേ? റൈറ്റ്. അടുത്തത്. Which of the following will behave as best reducing agent? Best reducing agent. എങ്ങനെയാ റിഡ്യൂസിങ് ഏജന്റ് സെലക്ട് ചെയ്യേണ്ടത്? ഹയസ്റ്റ് നെഗറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ നോക്കിയാൽ മതി. ഹയസ്റ്റ് നെഗറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ നോക്കിയാൽ മതി. ഹയസ്റ്റ് നെഗറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇതാണ്. ആൻഡ് ദ റിഡ്യൂസിങ് ഏജന്റ് ഈസ് ശ്രദ്ധിക്കുക, അലുമിനിയം ആണ് കേട്ടോ. സോ ഇറ്റ് ഈസ് E0 വാല്യൂ Al3+ bar Al, ഇറ്റ് ഈസ് -1.66. എന്താ ഇതിന്റെ അർത്ഥം? ഇതിന്റെ അർത്ഥം എന്താണ്? നെഗറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. ദാറ്റ് മീൻസ് ദിസ് റിയാക്ഷൻ ഈസ് അൺഫേവറബിൾ, റാദർ ദിസ് റിയാക്ഷൻ ഈസ് ഫേവറബിൾ. അലുമിനിയം ഈസിലി കൺവേർട്ടഡ് ടു അലുമിനിയം 3+ എന്നാണ് അതിന്റെ അർത്ഥം. ദാറ്റ് മീൻസ് ദിസ് ആക്ടിങ് ആസ് എ സ്ട്രോങ് റിഡ്യൂസിങ് ഏജന്റ്.
തിരിച്ചും മറിച്ചും പലതരത്തിൽ എക്സാമ്പിൾസ് എഴുതി ഹൈപ്പോത്തറ്റിക്കൽ സ്പീഷീസ് ABCD XYZ എന്നൊക്കെ എഴുതി ഇഷ്ടം പോലെ പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ. enable to understand how that standard reduction potential help ഇലക്ട്രോകെമിക്കൽ സീരീസിന്റെ അപ്ലിക്കേഷൻസ് എങ്ങനെ ചെയ്യണം, ആ ചോദ്യങ്ങൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇഷ്ടം പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ദി ആൻസർ ഈസ് നോ ഡൗട്ട് ഇറ്റ്സ് അലുമിനിയം, ഫസ്റ്റ് ചോയ്സ്. ഓക്കെ, അടുത്തത് first ionization enthalpy of chromium is greater than manganese. First ionization enthalpy of chromium it's greater than manganese. വളരെ ഈസി ആയിട്ട് നമ്മൾ അനാലിസിസ് നടത്തിയിട്ടുണ്ട്. ആ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അയണൈസേഷൻ എൻതാൽപി വാല്യൂസ് കൃത്യമായിട്ട് അനലൈസിസ് ചെയ്തിട്ടുണ്ട്. ആരാണ് മിനിമം, ആരാണ് മാക്സിമം, എക്സംഷണലി ഹൈ വരുന്നത് എവിടെയാണ് എന്നല്ല. സോ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപി ക്രോമിയം ഗ്രേറ്റർ ദാൻ മാംഗനീസ് തെറ്റാണ്. ഇറ്റ് ഈസ് ക്രോമിയം മാംഗനീസ്. ഫസ്റ്റ് വാല്യൂ വരുന്നത് ഇറ്റ് ഈസ് നിയർലി 653 ഫോർ ക്രോമിയം ആൻഡ് 717 ഫോർ മാംഗനീസ്. അതുപോലെ സെക്കൻഡ് വാല്യൂ വരുന്നത് സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപി 1592 ഫോർ ക്രോമിയം ആൻഡ് 1509 ഫോർ മാംഗനീസ്. അതുപോലെ തേർഡ് അയോണൈസേഷൻ എൻതാൽപി വരുന്നത് ഇറ്റ് ഈസ് 2990 ഫോർ ക്രോമിയം ആൻഡ് 3260. എന്തുകൊണ്ടാണ് തേർഡ് വാല്യൂ മാംഗനീസിന് കൂടുതലായത്? പറയേണ്ട കാര്യമില്ല, നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. മാംഗനീസ് D5S2 ആണ്. അപ്പോൾ 2 ഇലക്ട്രോൺ പോയാൽ പിന്നെ D5 ആയി, അപ്പോൾ വാല്യൂ ഹൈ ആവും. ക്രോമിയത്തിന്റെ സെക്കൻഡ് വാല്യൂ ഹൈ ആണ്. ക്രോമിയത്തിന്റെ സെക്കൻഡ് വാല്യൂ ഹൈ ആണ്. എന്തുകൊണ്ടാണ്? ക്രോമിയം 1 ഇലക്ട്രോൺ പോയാൽ D5 ആയി, അപ്പോൾ സെക്കൻഡ് വാല്യൂ ഹൈ ആയി. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കേസസ് എല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. സോ ഇത് തെറ്റാണ് കേട്ടോ. ഫസ്റ്റ് വാല്യൂ ഫോർ ക്രോമിയം ഗ്രേറ്റർ ദാൻ മാംഗനീസ് തെറ്റാണ്. സെക്കൻഡ് ആൻഡ് തേർഡ് വാല്യൂ ഫോർ ക്രോമിയം ലെസ് ദാൻ മാംഗനീസ് അല്ല. സെക്കൻഡ് വാല്യൂ ക്രോമിയത്തിന് ഹൈയും മാംഗനീസിന് ലോയും, തേർഡ് വാല്യൂ മാംഗനീസിന് ഹൈയും ക്രോമിയത്തിന് ലോയും. And it is justifiable by the simple logic of applying half-filled electronic configuration of D5 system that is exhibited by chromium and manganese in different scenario. Right? അപ്പോൾ ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. Both the statements are incorrect. Both the statements are incorrect. Second choice is the correct answer. Right? Fine. അടുത്ത ചോദ്യം, which of the following, that was the last one here, which of the following is the IUPAC name എന്നാണ് ചോദ്യം. IUPAC name നോക്കൂ, ഇയാളെ നമുക്ക് നല്ല പരിചയമുള്ളതാണ്. ട്രൈഫിനൈൽ ഫോസ്ഫീൻ. ദിസ് ഈസ് ട്രിസ് ട്രൈഫിനൈൽ ഫോസ്ഫീൻ. ഇത് ട്രൈ അക്വ. അപ്പൊ ഇങ്ങനെ പേര് പറയാ, ആൽഫബറ്റിക്കൽ ഓർഡർ വരണം. ട്രൈ അക്വ, ട്രൈ അക്വ, ട്രിസ് ട്രൈഫിനൈൽ ഫോസ്ഫീൻ. നിക്കൽ, നിക്കലിന് എന്താ വരിക? ഇത് ന്യൂട്രൽ, ഇത് ന്യൂട്രൽ, ഇവിടെ -2, അപ്പൊ നിക്കല് 2+ ആണ് കേട്ടോ. അപ്പോ ട്രൈ അക്വ, ട്രൈ അക്വ, ട്രൈ അക്വ, ട്രിസ് ട്രൈഫിനൈൽ ഫോസ്ഫീൻ, ട്രിസ് ട്രൈഫിനൈൽ ഫോസ്ഫീൻ, നിക്കൽ 2 ക്ലോറൈഡ്. ഫസ്റ്റ് ചോയ്സ് ഇസ് ദ കറക്റ്റ് ആൻസർ. ഫസ്റ്റ് ചോയ്സ് ഇസ് ദ കറക്റ്റ് ആൻസർ. ഇവിടുത്തെ തെറ്റ് ട്രിസ് ട്രൈഫിനൈൽ ആദ്യം വരാൻ പാടില്ല. ട്രൈ അക്വ, ട്രിസ് ട്രൈഫിനൈൽ ഫോസ്ഫീൻ, നിക്കലേറ്റ്. നിക്കലേറ്റ് അല്ലല്ലോ, കാറ്റയോണിക് കോംപ്ലക്സിന് നിക്കൽ എന്നല്ലേ പറയാൻ പാടുള്ളൂ, ആനയോണിക്കിനല്ലേ നിക്കലേറ്റ് എന്ന് പറയേണ്ടത്. അത് തെറ്റാണ്. ട്രൈ അക്വ, ട്രിസ് ട്രൈഫിനൈൽ ഫോസ്ഫീൻ, നിക്കൽ 3 അല്ല കേട്ടോ, നിക്കൽ 2 ആണ്. സോ ദ ഫസ്റ്റ് ചോയ്സ് ഈസ് ദ correct answer. Okay, so that was the questions from the chemistry part, and the discussion will continue subsequently. Thank you.
Yes, again, we continue our physics questions. See the board. Our next question is there. If the string connecting M and the ground is cut, find the speed approximately with a 2M block hit the ground as shown. Now, send atwood fission experiment. Simply atwood fission experiment. Here, our M is here, and here our 2M is here, and this distance is given as the value not clear. 3.6. This is 3.6. 3.6 meter. Now here there is a string. Now if the string is connecting M and ground is cut, mean we are releasing this again. When this is cut, mean we are releasing these two masses. That's okay. Now simple and atwood fission experiment. This will come down and this will go up with the same magnitude of acceleration. And you have to get the acceleration, net force by total mass moving. So acceleration of the system when it is cut, as I told you, is a simple atwood fission experiment. Net force is equal to 2mg minus mg net force by total mass acceleration is equal to 3m. 2m plus m. That's equal to 3m. It's equal to mg by 3m. This will cancel out. So acceleration of the system is equal to g by 3. It's equal to 10 by 3 acceleration. Now question, a body released coming down with a starting from rest, uniform acceleration of 10 by 3. But the time taken by, speed with you to hit the ground, that is what is asked. Now to find out the speed, linear one-dimensional motion, you know v square is equal to u square plus 2as. B square is equal to u square because it is released starting from rest plus 2 into 10 by 3 into 3.6. This on consideration 1.2 equal to 24. V square is equal to 24. Or V is equal to root 24. 624 to 2 root 6. 2 root 6, that is the value. The speed with which it hit the ground is given by 2 root 6. Okay. Okay, standard problem. Shall go to our next question. In a hydrogen type atom, shortest wavelength, the Lyman series, is given as 91. Then longest wavelength in passion. Now, spectrum, this is the ground state. N is equal to 1, N is equal to 2, N is equal to 3, N is equal to 4. Now, and this is infinity. N is equal to infinity. In hydrogen atom, shortest wavelength, the Lyman, shortest means highest energy. That will happen when it transit from infinity to the ground state. So Lyman shortest. This is the line. And the wavelength emitted is given by basic formula 1 by lambda is equal to hydrogen or hydrogen set is equal to 1. We are not bothering about cell. So R into 1 by n1 squared minus 1 by n2 squared. This is our basic formula. For Lyman short, so 1 by lambda Lyman shortest is equal to R into 1 by 1 square minus 1 by infinity. Equation number 1. Or 1 by lambda Lyman shortest equal to R, equation number 1. Now next one, the longest wavelength in passion. In passion series, Lyman, Balmer, passion. Passion series, longest wavelength means shortest energy. That will happen when transition takes place from n is equal to 4 to n is equal to 3. This is that line. And therefore, and what is the corresponding wavelength? Given by 1 by lambda
longest fashion is given by R into transition 1 by 3 square minus 1 by 4 square. That on calculation 16 is equal to R into 1 by 9 minus 1 by 16 is equal to 9 into 16, then 16 minus 9, 7. R. That is equation number 2. Now question is, we have to find this one by our equation number 1 by equation number 2. We do equation number 1 by equation number 2 gives lambda Lyman, lambda lowest passion by lambda Lyman shortest is equal to equation 2 by 1 is equal to R by 7 by 9 into 16 are 114, 114, beta number 44, 144. R will cancel out. This is equal to 144 by 7. And we want to get what is lambda longest fashion is equal to 144 by 7 into lambda Lyman value is 91. 91, that much nanometer. And answer is, you have to find that is in micrometer, not in nanometer. So convert, and the answer will be 1.87. This on calculation and convert it to micrometer, 1.87 micrometer. So this is our answer. Okay, go to our next question. Statement 1, kinetic energy of a system. Energy is a scalar quantity simply adding up. Simply adding up, you got that value. So this statement is correct for a system. Again, statement 2, kinetic energy of a system. Now about center of mass, we are going to calculate then. Statement kinetic energy center of mass plus kinetic energy with respect to center of mass of each particle which constitute the system. That is also true. And there are both statements are correct. Both statement 1 and 2 are correct. With the statement. Statement 1 is true, statement 2 is true. So option is 1. So that is the answer of the statement. Directly answer the statement. Now find the percentage change in height risen by liquid if density of fluid and radius of capillary and surface tension of liquid are decreased by 1%. Assume angle of contact does not change. The other statement is does not change, that's okay. You know, we have to write down the formula for capillary rise. Capillary rise H is given by 2s cos theta by R rho G. This is our basic formula. Now H, if you look, theta remains the same and the H won't vary because it is a constant, do not depend on theta. Here when S increases, H increases. When R increases, H decreases. Whereas R decreases, H value increases. Rho value decreases, H value increases. Now how much time? That is given there. It is given that surface tension of the liquid decreased by 1%. When surface tension decreases, capillary rise also decreases by power rule by 1%. So there will be minus 1%. Minus 1 due to surface tension. Due to surface tension, that is minus 1%. Now R is the denominator, and here radius of the capillary tube, radius of the capillary tube decreases by 1%. When radius decreases by 1%, denominator, therefore the height increases by 1%. So plus 1%. Next one, density. Density is in the denominator.
Density decreases, capital rise increases. So density rho decreases and therefore plus 1%. Altogether plus 1%. So net change is equal to plus 1% increase. കഴിഞ്ഞോ? അടുത്ത ചോദ്യത്തിലുണ്ടല്ലോ. Yes. Now one more question that it is not there on the board and I am going to check it. There's a capacitor of capacitance 10 VF. It is connected to a battery of 10 volt. 6 volt and fully charges. After charging, problem is like this. A 10 VF capacitor is charged fully by 6 volt battery. After charging, the battery is disconnected. After charging, battery is disconnected. And this charged capacitor is connected with the uncharged capacitor of 20 microfarad, like this. Is uncharged. This is fully charged one, now unconnected. Then the question is, what is the charge stored in the 20 mF capacitor? Is the question. Once again, a 10 mF capacitor charged with a potential of 6 volt. After disconnecting the battery, is connected with the 20 mF uncharged capacitor. Then finally, what is the charge in the 20 mF capacitor? That is what it says. Different way we can see. Before that, one method is that we can find the common potential. After charging this capacitor and connected with the uncharged capacitor, what is the common potential? Common potential, if I say V is given by C1V1 plus C2V2 by C1 plus C2. C1V1 10 into 6 plus this one is uncharged by 10 plus 10 plus 20 is equal to 60 by 30. The common potential is now 2 volt. Now, what is the charge on this capacitor? That is what is asked. The PD across that capacitor is 2 volt. Then charge on this one Q is given by CV. C is equal to inverted comma. C is equal to 20 and potential is equal to 2, is equal to 40 micro. So charge on that one is equal to 40 microcoulomb. So okay, that is also a simple problem. So thank you. Next teacher will continue.
Yes, good evening. We are coming to the last session of physics discussions. We have done almost all the questions we are going to do. Okay, there is a slight increase in the level of difficulty anyway, but not beyond your abilities. You can do it. Okay, let us come to the questions. Question number 15. This is a statement again. First, time period of a simple pendulum is increased if density of the material is changed. Density of the material is changed. The mass will change. Effective length will not change. Of course, G is not going to be changed due to the change of density. So time period will not change. So if the mass time period of simple pendulum is increased, the density, if the density is increased, time period is increased is a wrong statement. Wrong statement. Time period of a simple pendulum, I think this is to be corrected like this: 2 pi into root of L by G. These are the possible terms applicable for the simple pendulum. So once again, I write that corrected one: 2 pi into root of L by G. So this is a correct statement. Statement 1 is wrong. Statement 2 is correct. Or statement 1 is false. Statement 1 is true. So we get the option 2. Okay. So easy questions, not having any strain. But you have to make out, due to the density change, mass may change. Effective length of the pendulum will not be changing. Acceleration due to gravity will not be changing. So, who will not be changing? Time period will not be changing. We go to the next question. Again, one more statement question. Work done is minus integral R1 to R2 F dot dr. This is not work done. This is change of potential energy. Change of potential energy. But it is mentioned that the work done by a conservative force from R1 to R2 is minus integral. So this is expression for potential energy change, not the work done. So statement 1 is false. Statement 1 is false. Now, second statement, work done by a conservative force is not path dependent. It is path independent. Path independent. So statement 2 is also wrong. So what is option here? Statement 1 and statement 2 both are false. Fourth option is there. Okay? Because this is idea is very much based upon the theory. NCERT has spent, I think, 1 or 2 pages in the work energy chapter to make these ideas very clear. That is conservative force. This is work done is either change in kinetic energy or negative change in potential energy. So this is coming to be for change in potential energy. So that statement is wrong. Okay, we go to the next question.
Come on. Yes, electromagnetic waves intensity. Intensity is given by 1 by mu 0 B RMS squared into speed of light. If you express in terms of magnetic field, intensity is given by 1 by mu 0 BRMS squared into C. But we want amplitude of magnetic field. So I am going to make one more change. What is the change? BRMS is B0 by root 2. That means magnetic field amplitude square into Z. So it comes to be B0 square divided by mu 0 2 into C. We want B0 square. B0 square is coming to be I into 2 into mu 0 divided by C. So I come to the final level of the B0 square, correct? B0 square will be I 2 mu 0 divided by C. I is given to be how much intensity is 4 into 10 to the power of 14 watts per meter square. Okay. Next is 2 into what is mu 0. Mu 0 is 4 pi into 10 to the power of minus 7 divided by, what is that? The 3. We don't use epsilon 0 here because we expressed in terms of mu 0. We don't require that. And speed of sound that is given wrongly, it is 3 into 10 to the power of 8. Okay, 3 into 10 to the power of 8. So let us make it out. This is B0 square. B0 square is coming to be 4 into 4. That is 16 into 2 pi into 10 to the power of 14 minus 8 minus 7. Correct? This 10 to the power of 8 will go to the numerator divided by 3. So this is coming to be 16 into 2 pi into, this is 10 to the power of minus 1 divided by 3. Okay. And I think when you work it out, this is coming to be 1.83 Tesla. This is B0 square. So just we can make it as 16's root is 4. This I can make it as 20 pi by 3. 20 pi by 3 will be 20 pi. It's near about 60 by 3. That is 60 by 3 near about 20. Yes. Anyway, it is coming to be 1 point. You work it out. That calculation you can do, work it out. Okay. We have come to the last stage. 16 into 2 pi divided by 3 into 10 to the power of minus 1. This is coming to be 1.3 Tesla. Okay. We go to the next question. Yes. 3 identical liquid drops, each carrying same charges, coalesce to form a single drop. Ratio of potential of the large drop to that of small drop. We have very basic information. Everybody should remember. Number 1, n drops combine. N drops combine. Number 1, charge will become n times charge conservation. Number 2, radius will become n to the power of 1 by 3 times. That is, the combined drops radius will be n to the power of 3. 4, therefore, capacitance will become also n to the power of 1 by 3 times. And finally, the potential of the combined drop will become n to the power of 2 by 3.
isn't it? That means potential of the combined drop divided by potential of the individual drop will be n to the power of 2 by 3. Here, number of drops, n is a number of drops. Number of drops is 3. This is coming to be 3 to the power of 2 by 3. But it is given to be 3 into n to the power of 3. The answer we are getting is 3 whole to the power of 2 by 3. Answer given is 3 n by 3. Then n comes to be 2. N comes to be 2. So this is also not a difficult thing. Ready-made answer. But whenever you talk about this combination of drops, remember all the formula one by one. How many times radius becomes, how many times charge becomes, how many times capacitance becomes, how many times potential becomes. Okay, so we have the answer easily available. Now coming to the case of a circular coil rotating in a magnetic field. So I'll write the data given 0.25 Tesla, or we can also say 1 by 4 Tesla. Then frequency of rotation is 6 RPM, or that is 6 by 60 revolutions per second. That is 1 by 10 revolution per second. That will give you omega is 2 pi by 10 radians per second. Okay. Then what else given? So initially the plane of the coil, it is containing maximum flux, because plane of the circular coil is perpendicular to the magnetic field region. It contains maximum flux. Initially flux is maximum, therefore flux at any instant can be given by B A N cos omega t. Yes. Here induced EMF will be minus d phi by dt. That is minus B A N minus sine omega t into omega. Minus or minus get cancelled out. Induced EMF is coming to be B A N omega sine omega t. Yes. Now, what do you have to calculate here? We have to calculate the radius of the coil. Okay. Now, one more thing. How many number of turns here? N is equal to 1. Second, omega t is the angle turn. Angle turned is given to be 30 degree. So, I go to the equation. EMF is given to be 1.6 millivolt. Am I correct? Yes. EMF is coming to be 1.6 into 10 to the power of minus 3 is equal to what? B. B is given to be how much? 1 by 4. B 1 by 4. Okay. Area we are writing as pi r squared. Correct. The number of turns you have taken 1. Omega is coming to be how much? Omega is coming to be 2 pi by 10. Yes, 2 pi into frequency, 2 pi by 10. Okay, 2 pi by 10. And BAN omega, sine omega t is coming to be half. Okay, we can make one more simplification. 1.6 into 10 to the power of minus 3. Look, pi into pi is pi square into r square. These two get cancelled. Get cancelled. Pi squared r squared divided by pi squared r squared. 2 get cancelled. Yes, divided by 4 into 10. It is given that pi square is taken to be 10. So we can cancel out pi square and 10. Now we are left with r squared is equal to 1.6 into 4 into 10 to the power of minus 3. So I'm going to make it 16 into 4 into 10 to the power of minus 4. I'm getting r squared is equal to 16 into 4 into 10 to the power of minus 4. Then r is coming to be root of 16
into 4 into 10 to the power of minus 4. That comes to be root of 64 is 8. 8 into 10 to the power of minus 2 meter, and that comes to be 8 centimeter. If it is in centimeter, this is coming to be 8 centimeter. So it's a somewhat calculation involved, but not a difficult question. It's very clear, isn't it? So one thing we have to be very careful about it. We have to write the equation of flex. It is your choice whether it is to be in sine or cos, and the indication you are getting is that you look into the diagram. Initially, the whole flux is passing through the coil. So flux equation must be a cos equation that is there. Then we got flux is BAN cos omega t. And take care that frequency is given. Frequency is first RPS we have converted, then into omega 2 pi by 10. So these small changes to be taken into consideration. Okay. Now we come to the next question. I think preferably last question. Okay. Metallic conductor of length 2 meter, cross-sectional area given. Okay. Carries a steady current of 1.2 ampere. When a potential difference of 2 volt is applied across it, E is given, then charge density is given, then mobility is to be given. Mobility. Okay. Mobility is defined as drift velocity per field. Okay. Mobility is drift velocity per electric field. Now we have to calculate mobility and we have to calculate electric field. For that, current is given by NA drift velocity into E. This gives you drift velocity is equal to I divided by NA into E. We got it? Drift velocity is equal to I divided by. Now come to the case of electric field. Electric field is given by potential difference across the length. We applied a potential difference of 2 volt, I think, is it so? Across a length of 2 meters. So we have V by L. Now, with this, I am again coming back to my mobility equation. Drift velocity, I am getting it as I divided by NA into E. Okay. Then electric field in the denominator is V by L. L go to the numerator. Okay. So now I made a conclusive formula for the, so very basic thing, nothing, just a bit presence of mind and patience required. And of course, you might be remembering the basic formula, that is mobility is drift velocity for field. How to get drift velocity? We have the equation of what? The current NAVD into E, and from that I picked out VD as I by NA into E. Electric field is V by L, potential difference across length. So we have I into L. Now we can come to that I coming to be 1.2 ampere into what? L is coming to be 2 meter. Okay, good. Number density is coming to be 7.5 into, is it 10 to the power of 28 per meter cube. Okay. Then area is coming to be how much? 0.2 millimeter square. I am going to write it is 2 into 10 to the power of minus 7. I convert it into meter square. Remember about it. 0.2 I made it 2 into 10 to the power of minus 3. Then electric charge into 1.6 into 10 to the power of minus 19. Okay. Then finally, potential difference is what? 2 volt. So in the conclusive formula, I made all the substitutions. Once again, I divided by NI into L divided by NAE into V. I is 1.2, L is 2 meter, charge density is 7.5 into 10 to the power of 28, area 2 into 10 to the power of minus 7, electronic charge 1.6 into 10 to the power of minus 19 into. Let us make some simplification. Yes, this is going over here. 12 by 75. 12 by 75 is coming to be 4 by 25. Yes, 4 by 25. Okay. Then what is left over? 4, 1, 2 has gone. Yes, there is a 2 here. There is a 1.6 here.
Then what about these things will go to the numerator? Who is going to the, this is 10 to the power of 28. This is 10 to the power of minus 26. In the bottom, 10 to the power of 2. 10 to the power of 2 will go to as 10 to the power of minus 2. And this is what? 4 by 2.5. Isn't it? Then this 2, I make it cancel. 1.25 into 1.6, that comes to be 40. So we can easily go for calculation. 2 by 40 into 10 to the power of minus 2. The answer it is given to be in the order of 10 to the power of minus 4. So I'm going to make it 10 to the power of minus 4. I multiplied with 100. And here, in order to match with the answer, I'm going to change it as 10 to the power of minus 4. Just note it, because in the answer is given how much? X into 10 to the power of minus 4. Here there is a 10 to the power of minus 2 here. So I'm going to change it. So better to change it to white color. Okay. 2 divided by 40. I multiplied with 100 and made it 10 to the power of minus 4. 200 by 40. That comes to be 5 into 10 to the power of minus 4. And what answer is given to you? Answer is given to you x into 10 to the power of minus 4. This is given as x into 10 to the power of minus 4. And this brings x is equal to 5. Okay? X is the integer coming to be 5. Okay? That's all about. I think we have done 21, 22 questions. A very good number. Questions, as the questions come to the last stage, there is a slight level increase, maybe due to the difficulty of this mathematical thing or reasoning or whatever it may be, slight increase in the level of difficulty. Anyway, that is much within the control of students. Okay, those who are going to write examination on Friday, Saturday, and on which day? Wednesday next week. All the best. God bless you. We'll meet in the tomorrow's session. Okay, bye. ഹലോ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കിയാലോ? ദ ഡൊമെയിൻ ഓഫ്, ഇത് കഴിഞ്ഞ എല്ലാ സെഷനിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡൊമെയിൻ, ഒരു ലോഗറിതം തരും, ഒരു ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ തരും, അങ്ങനെ എന്തെങ്കിലും. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചോദിച്ചത്, ഒരു ലോഗറിതം ഒന്നാണ്. അപ്പോൾ ഇതിലെ ഡൊമെയിൻ D1 ആണ്, ഇതിലെ ഡൊമെയിൻ D2 ആണെങ്കിൽ അപ്പോൾ ആക്ച്വൽ ഡൊമെയിൻ വിൽ ബി D1 ഇന്റർസെക്ഷൻ D2. അപ്പോൾ നമുക്ക് D1 ഇന്റർസെക്ഷൻ D2 ആണ് കാണേണ്ടത്. അപ്പോൾ ആദ്യം D1 കാണാം. ഫസ്റ്റ് യു ഫൈൻഡ് D1. D1 എങ്ങനെയാണ് കാണുക? ഇത് പോസിറ്റീവ് ആണ്, ഈ സാധനം പോസിറ്റീവ് ആണ്. നമുക്ക് ആദ്യം x² - 10x + 85 നോക്കുക. ഇത് ഡൊമെയിൻ ഇസ് സെറ്റ് ഓഫ് ഓൾ വാല്യൂസ് ഓഫ് x ഫോർ വിച്ച് ദ ഫംഗ്ഷൻ ഇസ് ഡിഫൈൻഡ്, അല്ലേ? അപ്പം ഇവിടെ x² - 10x + 85 നോക്കൂ, ഇതിൻ്റെ ഡിസ്ക്രിമിനന്റ് നെഗറ്റീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് x² ഇത് എപ്പോഴും പോസിറ്റീവ് ആണ്. കാരണം എന്താ? x² - 10x + 85യുടെ ഡിസ്ക്രിമിനന്റ് നെഗറ്റീവ് ആണ്. ഇതിൻ്റെ ഡിസ്ക്രിമിനന്റ് നെഗറ്റീവ് ആയതുകൊണ്ട് ഈ എക്സ്പ്രഷൻ എപ്പോഴും പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഇതിനെ പറ്റി നിങ്ങൾ ബോദർ ചെയ്യേ വേണ്ട, കാരണം ലോഗ് ഓഫ് ദാറ്റ് ഇസ് ഡിഫൈൻഡ്. അപ്പോൾ എന്ത് വേണം? ഇത് പോസിറ്റീവ് ആണ്. എന്ത് വേണം? 7 - log to the base 2
x square minus 10x plus 85 should be positive. ഇത് greater than 0 ആണ്. Greater than 0 ആണ്. അപ്പോൾ ഞാൻ ഈ greater than 0 എന്നുള്ളത് greater than log 1 to the base log 1 to the base 2 എന്ന് എഴുതാം. ഇവിടെ നിങ്ങൾ log 7 into log 2 to the base 2 എന്ന് എഴുതാം. മൈനസ് log 2 x square minus 10x plus 85 എഴുതാം. ഇതൊക്കെ എന്താ വെച്ചാൽ എക്സിന്റെ വാല്യൂ കാണാനാണ്. ഏതൊക്കെ എക്സ് വാല്യൂസിനാണ് ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവുക നോക്കാനാണ്. അപ്പം ഇത് ഈ 7 നിങ്ങൾക്ക് 2�7 എഴുതാം. അപ്പോൾ വാട്ട് ഈസ് log m മൈനസ് log n? log mn ആണ്. അപ്പോൾ ദിസ് ഇസ് log m by n. 2�7 എന്ന് പറഞ്ഞാൽ 2�7 അല്ലേ? ഗ്രേറ്റർ ദാൻ. അപ്പോൾ 2�7 ഇസ് 2 2s 4 2s 8 2 16 32 64 128. 128 ആണ്. ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 10x പ്ലസ് 85. ഇത് ഗ്രേറ്റർ ദാൻ 1 ആണ്. log 1 ആണ്. log 1 എന്ന് പറഞ്ഞാൽ log 1 to the base 2 is 0 അല്ലേ? അപ്പോൾ അതിന് എന്ത് കിട്ടും? നമുക്ക് ഇങ്ങനെ എഴുതാം. ഇറ്റ് ഈസ് എക്സ് സ്ക്വയർ 128 അല്ലേ? 2�7. 2�7 is log 2 to the base 2. 7 into log 1 ആണ് log 2 to the base 2. ഇത് 0. ഇത് 0-നേക്കാൾ വലുതാണ് അല്ലേ? അല്ല, 0-നേക്കാൾ വലുതായി പോരാ. സോറി. ഇത് തെറ്റിപ്പോയി. ഇത് ഈ സാധനം ഒരു മിനിറ്റ് ഇതിങ്ങനെയാണ്. സോറി. അതായത് ഇത് ഓൾറെഡി പോസിറ്റീവ് ആണ്. അപ്പം ഈ സാധനം പോസിറ്റീവ് ആണ്. അതായത് ഇങ്ങനെയാണ്. സോറി. അതായത് log of 5 7 minus log 2 x square minus 10x plus 85 should be greater than 0. ഇങ്ങനെയാണ്. ഇത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഈ സാധനം ഇത് ഗ്രേറ്റർ ദാൻ 0 ആണ്. കാരണം ഇവിടെ log 3 ഇല്ലേ? ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പം എന്ന് വെച്ചാൽ ഈ log 5 കളഞ്ഞാൽ 7 മൈനസ് log 2. അപ്പം നമുക്ക് ഈ 1-ന് എങ്ങനെ എഴുതാം? ഈ 0-ന് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് log 1 to the base 5 എന്ന് എഴുതാം അല്ലേ? log 1 to the base 5 എഴുതാം. അപ്പോൾ അപ്പം എന്താവും? 7 log 2 x square minus 10x plus 85 എന്താവണം? ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1. നിങ്ങൾക്കറിയാലോ ലോഗ് ഇനീക്വാളിറ്റി പ്രിസർവ്ഡ് ആവും. ബേസ് 1-നേക്കാൾ വലുതായ അല്ലേ? ശരിയല്ലേ? ഇനി 7-നെ മാറ്റാം. 7-നെ എങ്ങനെ മാറ്റാം? 7-നെ നമുക്ക് ലോഗ്, ഇവിടെ 7 ഉണ്ട്, log 2 to the base 2 എന്ന് എഴുതാം. ഈ 1-നെ ഞാൻ log 2 to the base 2 എഴുതാം. ഈ 7-നെ പിടിച്ചിട്ട് 2�7 എഴുതാം. റൈറ്റ്? അപ്പം ഇത് നമുക്ക് എങ്ങനെ എഴുതാം? log of 2�7 divided by x square minus 10x plus 85 വരും. Bigger than to the base 2. Bigger than log 2 to the base 2. അപ്പോൾ ഈ 2-നെ വേണേൽ കളയാം. അപ്പോൾ എന്ത് കിട്ടും? From this what you get is 2�7. 2�7 by x square minus 10x plus 85 is bigger than 2 എന്ന് വരും. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? It is 2�6. It is 64 divided by ഈ 2 വെട്ടിപ്പോകും. ഈ 2 ഇവിടെ 6 ആവും. അപ്പോൾ 2�6 64 ആണ്. 64 by x square minus 10x plus 85 will be bigger than 1. സിമ്പിൾ അല്ലേ? അപ്പോൾ അത് അങ്ങോട്ട് ആക്കി. ഇത് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് അതിനെ അങ്ങോട്ട് ആക്കാം.
അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 10x പ്ലസ് 85 ഈസ് അപ്പുറത്താണല്ലോ ലെസ് ദാൻ 64. ഓർ യു ക്യാൻ സേ എക്സ് സ്ക്വയർ മൈനസ് 10x ഇത് കണ്ടെടുത്താൽ പ്ലസ് 21 ഈസ് ലെസ് ദാൻ 0. അപ്പോൾ 21 ആണെങ്കിൽ 7 into 3 ആണ്. 3 plus 7 is also 10. But it's x minus 3 into x minus 7 ലെസ് ദാൻ 0 ആണ്. അപ്പം എക്സ് ഇവിടെയാണ് കിടക്കുക, 3,7 കിടക്കുക. എന്ന് വെച്ചാൽ D1 എന്ന് പറയുന്നത് D1. വാട്ട് ഇസ് D1? ഇറ്റ് ഈസ് 3,7. അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഡൊമെയിൻ കാണാം, D2ൻ്റെ ഡൊമെയിൻ. D2ൻ്റെ ഡൊമെയിൻ എങ്ങനെയാണ് കാണാം? സൈൻ ഇൻവേഴ്സ് മോഡ് 3x minus 7 divided by 17 minus x മോഡ്. ഇതിൻ്റെ ഡൊമെയിൻ ഇതാണ് D2. ഈ ഫംഗ്ഷൻ്റെ ഡൊമെയിനാണ് കണ്ടത്. അപ്പോൾ ഇതിൽ ഈ മോഡ്ലെസ് ഓഫ് എപ്പോഴാണ് സൈൻ ഇൻവേഴ്സ് എക്സ് ഡിഫൈൻഡ് ആവുക? സൈൻ ഇൻവേഴ്സിൻ്റെ ഉള്ളത്തെ ആള് -1 1ൻ്റെ ഇടയിൽ കിടക്കുന്നു. അപ്പോൾ 3x minus 7 divided by 17 minus x should be lying between -1 and 1. അപ്പോൾ എന്തായാലും ബിഗർ ദാൻ 0 ആയിരിക്കുമല്ലോ, ലെസ് ദാൻ 1 മതി. എന്തായാലും നെഗറ്റീവ് -1 ആവില്ലല്ലോ, 1 ആയാൽ മതി. അതെന്ന് വെച്ചാൽ 17 minus x വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. 17 minus x പകരം ഇങ്ങനെ എഴുതാം. ഇറ്റ് ഈസ് x minus 17. അതിൻ്റെ അർത്ഥം എന്താ? -1 1ൻ്റെ ഇടയിൽ തന്നെയാണ്. -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x minus 7 divided by x minus 17 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇനി നിങ്ങളിത് ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ദർ ഇസ് അനദർ മെത്തേഡ് ഫോർ ഡൂയിങ് ദിസ്. നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. അതായത് ഈ ഫംഗ്ഷൻ എടുക്കാം, y ഈക്വൽസ് 3x minus 7 divided by x minus 17. ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ നോക്കാം. y ആക്സിസ് x ആക്സിസ് വരയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ സാധനം നോക്കൂ, ഇത് എക്സ് ഇൻഫിനിറ്റിലേക്ക് പോകുമ്പോൾ 3ലേക്കാണ് പോവാം. അപ്പോൾ ഇത് 1 2 3. അപ്പോൾ 3ൽ ഞാൻ ഇങ്ങനെ ഒരു വര വരയ്ക്കുകയാണ്. 3ൽ ഡ്രോ എ ലൈൻ ലൈക്ക് ദിസ്. 3ലൊരു വര വരയ്ക്കുകയാണ്. ഇത് 3 ആണ്. അപ്പം 3 അതിൻ്റെ അസിംപ്റ്റോട്ട് ആയിരിക്കും. പിന്നെ x ഈക്വൽ ടു 17 ഒരു വര വയ്ക്കുക. ഇതാണ് x ഈക്വൽ ടു 17. ഇത് x ഈക്വൽ ടു 17 ആണ്. 17 ആണ് ചോദിച്ചോളൂ. ഈ പോയിന്റ് 17 ആണ്. അപ്പം x ഈക്വൽ ടു 17. അപ്പം ഈ ഗ്രാഫ് ഏകദേശം ഇങ്ങനെ ആയിരിക്കും. റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്. പിന്നെ ഇവിടെ എത്തുമ്പോൾ ശ്രദ്ധിക്കണം, എക്സ് 7/3 ആകുമ്പോൾ ഇത് ക്രോസ് ചെയ്യും. നോക്കൂ ഇതിപ്പം എക്സ് 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ 7/17 ആണ്. 7/17 എന്ന് പറഞ്ഞാൽ ചെറിയൊരു നമ്പർ, ഇത് കൂടെ ക്രോസ് ചെയ്യുക. പിന്നെ ഇതിവിടെ ക്രോസ് ചെയ്യുക, y 0 ആവാം, എക്സ് 7/3 ആവാൻ വേണം. 7/3 പറഞ്ഞാൽ ഏകദേശം 2 പോയിന്റ് സംതിങ്. ഇവിടെ എവിടെയാണ് ക്രോസ് ചെയ്യുക, ഇവിടെ ക്രോസ് ചെയ്യുക. അപ്പം ഇങ്ങനെയാണ് ക്രോസ് ചെയ്യുക. ദിസ് ഇസ് ദ ഗ്രാഫ്. ഏകദേശം വരച്ചാൽ മതി. ഇനി ഇവിടെ നിങ്ങൾ ഇവിടെ 1ഉം -1ഉം വരയ്ക്കാം. ഇത് 7/3 ആണ്. 7/3 ആകുമ്പോൾ 1 ഗ്രാഫ്, 1ൻ്റെ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. 1ൻ്റെ ഗ്രാഫ് ഇതാണ്. 1ൻ്റെ ഗ്രാഫ് 7/3 അല്ലേ. 1ൻ്റെ ഗ്രാഫ് ഇതായിരിക്കും. ദിസ് ഇസ് 1. അതേപോലെ ഇതാണ് -1. അപ്പോൾ 1ലും -1ലും കട്ട് ചെയ്യുന്നത് നോക്കാം. ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇത് ഇവിടെയും കട്ട് ചെയ്യുന്നുണ്ട്, റൈറ്റ്. അപ്പോൾ ഇവിടെ കട്ട് ചെയ്യുന്ന പോയിന്റ്, അതായത് 3x minus 7 by x minus 2, x minus 17. 1ൽ കട്ട് ചെയ്യുന്ന പോയിന്റ് 3x minus 7 is equal to x minus 17 വെച്ചാൽ 2x ആണ് -10. എക്സിൻ്റെ വാല്യൂ -5 ആണ്. അപ്പോൾ ഈ പോയിന്റ് -5 ആണ്. പോയിന്റ് -5 ആണ്. അതേപോലെ
-1 ഈക്വേറ്റ് ചെയ്താലോ? -1 ഈക്വേറ്റ് ചെയ്താലോ? 3x - 7 divided by x - 17 is equal to -1. ഈക്വേറ്റ് ചെയ്താൽ 3x - 7 is equal to -x plus 17. അപ്പോൾ 4x ആണ് 24. അപ്പോൾ x 6 ആണ്. അപ്പോൾ ഈ പോയിന്റ് 6 ആണ്. എന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ ഇടയിൽ കിടക്കണം. അതായത് ഈ ഗ്രാഫ് -1ൻ്റെയും 1ൻ്റെയും ഇടയിൽ കിടക്കണം. -1ൻ്റെയും 1ൻ്റെയും ഇടയിൽ കിടക്കണമെങ്കിൽ എന്താവണം? ഇതാ ഇങ്ങനെ ആവണം. ഷുഡ് ലൈ ബിറ്റ്വീൻ -1 and 1. അപ്പം -6ൻ്റെ -5യുടെ അതായത് 3യിലാണ് -1ൻ്റെയും 1ൻ്റെയും ഇടയിൽ കിടക്കണം. 3x - 5. അപ്പോൾ ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ -6 and 5 അല്ലേ? -6ൻ്റെയും -5ൻ്റെയും 6ൻ്റെയും ഇടയിലാണ് ഗ്രാഫ്. ഇങ്ങനെയാണ് ഗ്രാഫ് ഉണ്ടാവുക. -6ൻ്റെയും 6ൻ്റെയും ഇടയിൽ. ദിസ് ഇസ് എ ഗ്രാഫ്. അപ്പോൾ ആക്ച്വലി ഈ ഇൻ്റർവെല് -5 6 ആണ്. എന്ന് വെച്ചാൽ ഈ ഡൊമെയിൻ D2 പറയുന്നത് -5 6 ആണ്. -5 6 ആണ്. അപ്പോൾ 3 7 -5 6 ഇന്റർസെക്ട് ചെയ്യാം. അപ്പോൾ 3 7 -5 6 ഇന്റർസെക്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 3 7 -5 6. 3 7 ഒരു ഇൻ്റർവെല് മൈനസ് ഇതാണ് D1. പിന്നെ -5 6 വേറൊരു ഇൻ്റർവെൽ. ഇത് ഇന്റർസെക്ട് ചെയ്യാം. 3 7 ഇതാണ് 3 ഇതാണ് 7. -5 6 ഇവിടെ ഉണ്ടാവുക, 6 ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഈ ഭാഗം ഉണ്ടാവും. The interval will be 3, 6. Alpha 3 ആണ്, beta 6 ആണ്. റൈറ്റ്? അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഇസ് ഇത് മറ്റേമാരും ചെയ്യാം കേട്ടോ. അതായത് ഇത് മറ്റേമാരും ചെയ്യാം. ഞാൻ ഈ വഴിക്ക് ചെയ്തു എന്നേ ഉള്ളൂ. ഇതൊരു വഴിയാണ്, നല്ല വഴിയാണ്. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എക്സ് ഇൻഫിനിറ്റിലേക്ക് പോകുമ്പോൾ ഇത് 3ലേക്ക് പോകും. അപ്പം 3യിലാണ്. പിന്നെ ഇത് എക്സ് 17 ആകുമ്പോഴാണ് 0 ആവുന്നത്. അപ്പോൾ ഈ 2 വര വരയ്ക്കുക. അത് ആയിരിക്കും ആ റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയുടെ അസിംപ്റ്റോട്ട്. അപ്പോൾ ഇങ്ങനൊരു ഹൈപ്പർബോള ഉണ്ടാവും, ഇങ്ങനെ ഒരു ഹൈപ്പർബോള ഉണ്ടാവും. എന്നിട്ട് ഈ സാധനം -1ൻ്റെയും 1 വരയ്ക്കുക, -1 വരയ്ക്കുക. 1ൻ്റെയും -1ൻ്റെയും ഇടയിൽ കിടക്കുന്ന ഗ്രാഫ് എപ്പോഴാണ് ഉണ്ടാവുക? -5നും 6നും ഇടയിൽ കിടക്കുമ്പോഴാണ്. അതായത് ഇതിനെ -1ലേക്ക് ഇക്വേറ്റ് ചെയ്താൽ ഈ പോയിന്റ് കിട്ടും, -5. 1ലേക്ക് ഇക്വേറ്റ് ചെയ്താൽ ഇതിനെ 1ലേക്ക് ഇക്വേറ്റ് ചെയ്താൽ 6 കിട്ടും. അപ്പോൾ whenever this graph lie between -1 and 1, x should lie between -5 and 6. അതാണ് എക്സിൻ്റെ വാല്യൂ ഷുഡ് ലൈ ബിറ്റ്വീൻ -5 and 6. അപ്പോൾ ആൻസർ ഇസ് എൻ്റെ ആൻസർ ആൽഫ പ്ലസ് ബീറ്റ വിൽ ബി 6 + 3. രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുമ്പം 3 6 അല്ലേ? എന്താ കിട്ടിയത് ആൻസർ? ഇന്റർവൽ ഇസ് 3 6. ഇതാണ് ആൽഫ, ഇതാണ് ബീറ്റ. വാട്ട് ഇസ് ആൽഫ പ്ലസ് ബീറ്റ? ആൽഫ പ്ലസ് ബീറ്റ ഇസ് 9. 9 is ആൻസർ. ഇത് എല്ലാ സെഷനിലും വരുന്ന ചോദ്യമാണ്. പഠിച്ച് പോകണം കേട്ടോ മക്കളെ. എന്തായാലും ഡൊമെയിൻ കാണാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, കോസ് ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ -10 ആണ്. കോസ് ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ -10 ആണ്. സൈൻ ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ 3/8 ആണ്. ഇതിന്റെ വാല്യൂ എന്താണെന്ന ചോദ്യം. എന്താണ്? tan 2 ആൽഫ ഇതാണെങ്കിൽ വാട്ട് ഇസ് r പ്ലസ് എസ്? അപ്പോൾ ഇതിൽ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. 2 ആൽഫേനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ആൽഫ മൈനസ് ബീറ്റ. ഇങ്ങനെ എഴുതാം. വാട്ട് ഇസ് tan 2 ആൽഫ? tan 2 ആൽഫ is equal to tan of this plus this. What is tan of a plus b? Tan a plus tan b by 1 minus tan a tan b. But this is tan alpha plus beta plus tan alpha minus beta divided by 1 minus tan alpha plus beta into tan alpha minus beta. അത്രയേ ഉള്ളൂ. tan a plus tan b by 1 minus tan a tan b. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് cos alpha plus beta -1/10 ആണ്. ആൽഫ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്, ബീറ്റ സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് സെക്കൻഡ് ക്വാഡ്രന്റിലായിരിക്കും. ആൽഫ പ്ലസ് ബീറ്റ സെക്കൻഡ് ക്വാഡ്രന്റിലായിരിക്കും. ആൽഫ പ്ലസ് ബീറ്റ സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ ടാൻ നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ട്രയാങ്കിൾ വരച്ചാൽ
കോസിൻ്റെ ഇതാണ് ആൽഫ പ്ലസ് ബീറ്റ വെച്ചോളൂ. ഈ ആംഗിൾ ആൽഫ പ്ലസ് ബീറ്റ ആണ് വിചാരിച്ചോളൂ. ഓഫ് കോഴ്സ് സെക്കൻഡ് ക്വാർട്ടറിലാണ് ഞാൻ ഈ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം പറയാണ്. അപ്പോൾ ഇത് 1-ഉം നെഗറ്റീവ് ഇട്ടേക്കും, ഇത് 10-ഉം ആയിട്ട് വിചാരിക്കാം. അപ്പോൾ ഇതെന്തായിരിക്കും? റൂട്ട് ഓഫ് 100 - 1 99, റൂട്ട് 99 ആണ്. ശരിയല്ലേ? അപ്പോൾ ടാൻ ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? ടാൻ ആൽഫ പ്ലസ് ബീറ്റ വിൽ ബി എന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈഡ് ഇറ്റ് ഇസ് റൂട്ട് 99 പ്ലസ് divided by 1 minus root 99 into tan alpha minus beta. Tan alpha minus beta ക്ക് ഇവിടെ വേറൊരു ട്രയാങ്കിൾ വരയ്ക്കാം. ഇവിടെ നോക്കൂ, ആൽഫ ഫസ്റ്റ് ക്വാർട്ടറിലാണ്, ബീറ്റയും സെക്കൻഡ് ക്വാർട്ടറിലാണ്. അപ്പോൾ ആൽഫ മൈനസ് ബീറ്റ എന്തായാലും ഫസ്റ്റ് ക്വാർട്ടറിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താണ് എന്താ ഇപ്പോൾ സെക്കൻഡ് ക്വാർട്ടറിൽ വന്നാലും പോസിറ്റീവ് തന്നെയാണല്ലോ. അതുകൊണ്ട് ഇത് 3-ഉം ഇത് 8-ഉം. എന്താണ് ആൽഫ മൈനസ് ബീറ്റ വിചാരിച്ചോളൂ. ഫോർ ദ പർപ്പസ് ഓഫ് ഫൈൻഡിങ് ടാൻ ആൽഫ മൈനസ് ബീറ്റ. അത്രയല്ലോ. ഇവിടെ 3-ഉം ഇവിടെ 8-ഉം ആണ്. അപ്പോൾ 64-ൽ നിന്ന് 9 കുറയ്ക്കാം. 64-ൽ നിന്ന് 9 കുറച്ചാൽ 55. ഇത് റൂട്ട് 55 ആണ്. അപ്പോൾ ടാൻ ആൽഫ മൈനസ് ബീറ്റ വിൽ ബി 3 by root this. അപ്പോൾ ദിസ് ഇസ് 3 by root 55. ഇവിടെ ഇത് 3 by root 55. ഇത് സിംപ്ലിഫൈ ചെയ്താൽ ഐഡിയ കിട്ടും. Simplify the answer, right? That's all. So what do you get? നോക്കാം. Therefore, tan 2 alpha is equal to ഇതെല്ലാം കൂടി സിംപ്ലിഫൈ ചെയ്താൽ പോരെ. റൂട്ട് 99 നമുക്ക് 3 root 11 എഴുതാം. പ്ലസ് 3 divided by root 5 into root 11 എഴുതാം. ഡിവൈഡഡ് ബൈ ഇവിടെ റൂട്ട് 11 ലോട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണം കേട്ടോ. പിന്നെ 1 മൈനസ് ഇത് റൂട്ട് 99 എന്ന് പറഞ്ഞാൽ 3 root 11 ആണ്. ഇത് റൂട്ട് 5 root 11 ആണ്. റൂട്ട് 11 വെട്ടിപ്പോവും. അപ്പം 3 ഇത് 3 ഉണ്ടാവും അല്ലേ. 3 is 9. 9 by root 5 വരും. ശരിയല്ലേ? അതെ, 9 by root 5. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്താൽ മതി. ദാറ്റ്സ് ഓൾ. അപ്പോൾ എന്ത് കിട്ടും? 3 into root 11. അപ്പോൾ റൂട്ട് 5 വെട്ടിപ്പോയാൽ 3 into 11 into root 5 plus 3 divided by root 5 root 11 into root 5 minus 9 by root 5. root 5 കളയാം. This is the answer. അത്രയേ ഉള്ളൂ. That's all. അപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് കിട്ടും. It is 3 into 1 plus 33 അല്ല 33 വേണ്ട, 1 plus 3 പുറത്തെടുത്തുമല്ലോ. 11 root 5 divided by root 11 into എന്താണ് root 5 minus 9. അപ്പോൾ S is minus 9 and R is minus 11. R is minus 11 ആണല്ലോ. നെഗറ്റീവ് ഇല്ലല്ലോ. മൈനസ് ഒരു മിനിറ്റ്, നെഗറ്റീവ് ഉണ്ട് അല്ലേ. ടാൻ നെഗറ്റീവാണ്. സോറി, ഇത് നെഗറ്റീവാണ്. ടാൻ നെഗറ്റീവ് ആട്ടോ. കാരണം ഇത് നെഗറ്റീവാണ്. ഞാൻ നെഗറ്റീവ് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ ഇത് നെഗറ്റീവാണ്. ഇത് നെഗറ്റീവാണ്. ഇത് നെഗറ്റീവ് ആകുമ്പം ഇവിടെ നെഗറ്റീവാണ്. കാരണം ടാൻ ഇത് സെക്കൻഡ് ക്വാർട്ടറിലാണ്. സെക്കൻഡ് ക്വാർട്ടറിലാകുമ്പോൾ ടാൻ നെഗറ്റീവാണ്. ഓക്കെ, മറ്റേത് പോസിറ്റീവാണ്. ഇപ്പോൾ പ്രശ്നമല്ല. അപ്പോൾ ഇത് പ്ലസ് 11 ആണ്. എസ് പ്ലസ് ആർ അല്ലേ ചോദിച്ചാൽ? അതെ. 11 plus 9. 11 minus 10 is 3. 3 is answer. അല്ല, 11 number 2 is answer. 11 2 അല്ലേ. 2 is answer. നല്ല ചോദ്യമാണ്. സിമ്പിളാണ്. ഓക്കെ, അടുത്ത ചോദ്യം. എഫ് ഓഫ് എക്സ് ഈക്വൽസ് ബോക്സ് എക്സ് സ്ക്വയർ മൈനസ് ബോക്സ് എക്സ് പ്ലസ് 3 minus 3 x belongs to R. X is a real number. Where box denotes greatest integer function. Then which of the following is true എന്നാ ചോദ്യം. അപ്പം നല്ലത് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ചെയ്താൽ മതി. അതായത് ബോക്സ് എക്സ് സ്ക്വയർ മൈനസ്, നിങ്ങൾക്കറിയാം ഇത് ഇൻറ്റീജർ ആയതുകൊണ്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇറ്റ് ഇസ് ബോക്സ് എക്സ്
-3 വരും. അപ്പം -6. ഇതാണ് ഫങ്ഷൻ. ഇത് വേണമെങ്കിൽ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. ഫാക്ടറൈസ് ചെയ്യുമ്പം ഇറ്റ് ഈസ് ബോക്സ്, ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല, ബോക്സ് എക്സ് ഹോൾ സ്ക്വയർ തന്നെയാണ്. ശരിയാണ്, ബോക്സ് എക്സ് ഹോൾ സ്ക്വയർ തന്നെയാണ്. അപ്പോൾ ബോക്സ് എക്സ് ടി ആയാൽ ബോക്സ് എക്സ് -3 ഇൻറ്റു ബോക്സ് എക്സ് -2 +2 ഫാക്ടറൈസബിൾ ആണ്. അപ്പം ഇതിന്റെ വാല്യൂ എഫ് ഓഫ് എക്സ് 0 ആയാൽ ബോക്സ് എക്സ് 3 ആവാം, അല്ലെങ്കിൽ ബോക്സ് എക്സ് -2 ആവാം. ബോക്സ് എക്സ് 3 ആയാൽ എക്സ് എവിടെ ആവാം? ഇപ്പൊ ബോക്സ് എക്സ് 3 ആയാൽ എന്ത് സംഭവിക്കാം? ബോക്സ് എക്സ് 3 ആയാൽ എക്സിന്റെ വാല്യൂ എന്താണ്? 3, 4 ഇങ്ങനെയാണ്. അപ്പോൾ ഇഷ്ടം പോലെ വാല്യൂസ് ഉണ്ടാവും, റിയൽ നമ്പേഴ്സ് അല്ലേ. അപ്പോൾ ഫൈനൈറ്റ് മെനി വാല്യൂസ് ഉള്ളത് തെറ്റാണ്. അപ്പൊ സെക്കൻഡ് ഓപ്ഷൻ തെറ്റാണ്. പിന്നെ ഇന്റഗ്രൽ 0 to 2 എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇപ്പൊ ഇന്റഗ്രൽ 0 to 2 എങ്ങനെ ഉണ്ടാവാം? വാട്ട് ഇസ് ഇന്റഗ്രൽ ഓഫ് 0 to 2? ബോക്സ് എക്സ് സ്ക്വയർ -x -6 dx. ഇത് ബോക്സ് എക്സ് സ്പ്ലിറ്റ് ചെയ്യുക 0 to 1 ആണ്. അപ്പോൾ ഇന്റഗ്രൽ 0 to 1 ആകുമ്പോൾ ഉണ്ടാവില്ല. 0 to 1 ആകുമ്പം എന്താ വരിക? ഇന്റഗ്രൽ ഓഫ് 0 to 1 ആകുമ്പം ഇത് 0 ആവും, ഇത് 0 ആവും. അപ്പോൾ -6 dx പ്ലസ് ഇന്റഗ്രൽ ഓഫ് 1 to 2 എന്തുണ്ടാവും? 1 to 2 ബോക്സ് എക്സ് സ്ക്വയർ മൈനസ് ബോക്സ് എക്സ് -6 dx ആണ്. അപ്പോൾ എന്തായാലും ഇതിന്റെ വാല്യൂ -6 ആണ്. ഇതിന്റെ വാല്യൂ എന്തായാലും വാല്യൂ ഉണ്ടാവും, കാരണം ഇത് 1 അല്ലേ. 1 - 1 വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും ഇത് 6 അല്ല, -6 അല്ല, റൈറ്റ്? അത് 6 അല്ല എന്ന് ഉറപ്പാണല്ലോ, അതുകൊണ്ട് ഞാൻ ഇവാലുവേറ്റ് ചെയ്യില്ല. ഇതല്ല. ഇനി അടുത്ത് നോക്കൂ, തേർഡ് ഓപ്ഷൻ, എഫ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0 ഫോർ എവറി എക്സ് ബിലോങ് ടു 4 ഇൻഫിനിറ്റി. ഇപ്പോൾ 4-നേക്കാൾ വലുതായാൽ, ഇപ്പോൾ 4-നേക്കാൾ വലുതായി 4 ആയി വെച്ചോളൂ. 4 ആണെങ്കിൽ ഇത് 4 + 4 - 4 0 അല്ല, 4 സ്ക്വയർ 16 - 6 പോസിറ്റീവ് ആണ്. only for x bigger than 4 ഇൻഫിനിറ്റി എന്ന് പറഞ്ഞത്. അപ്പോൾ എക്സ്, ഒരു മിനിറ്റ് ഇവിടെ വെച്ചാൽ മതി. എക്സ് 4 ആയ എന്താ വരിക? 4 ആയത് 0 ഇപ്പോൾ അല്ല, 4 ആയ 1 ആവും. 4 ആയത് 1 ആവും. ഇത് 4 ആയാൽ 4 പോയിന്റ് സംതിങ്. അപ്പം 4 പോയിന്റ് സംതിങ് ആയാൽ, 4-നേക്കാൾ വലിയ വാല്യൂ ആയാൽ 4 പോയിന്റ് സംതിങ്. 4 പോയിന്റ് സംതിങ് ആണെങ്കിൽ 4 അല്ലേ? 4 - 3. 4 - 3. ഇപ്പൊ 2 ആണെങ്കിലോ, ഇപ്പൊ 3 ആണെങ്കിലോ, 3 ആണെങ്കിൽ 0 ആവും അല്ലേ? 3 പോയിന്റ് സംതിങ് ആണെങ്കിലോ, ഇതിൽ ഏതാ ശരി? ഇത് ഫസ്റ്റ് അല്ല സെക്കൻഡ് അല്ല, ഉറപ്പാണ്. 4 ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0 only for all x belong to 4 infinity എന്ന് പറഞ്ഞു. only for all x belong to 4 infinity ആണ്. ഇപ്പം എക്സ് 0 ആയാൽ, 0 ആയിട്ട് വാല്യൂ -3 ആണ്. -3 ആണ്. ഓക്കെ. അല്ല നോക്കൂ, എക്സ് വല്ലാതെ നെഗറ്റീവ് ആയാൽ നോക്കൂ, ഇത് നെഗറ്റീവ് ആവും, ഇത് നെഗറ്റീവ് ആവാമല്ലോ. എക്സ് വല്ലാതെ, ഇപ്പം എക്സ് = -10 വെച്ചോളൂ. -10 ആണ്, ഇത് നെഗറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് അല്ലേ? അപ്പം നെഗറ്റീവ് ആകുമ്പം പോസിറ്റീവ് ആവാമല്ലോ. അപ്പം ഇത് തെറ്റാണ്. അപ്പം 3 തെറ്റാണെങ്കിൽ 4th ഓപ്ഷൻ ഇസ് കറക്റ്റ്. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്യാം. നല്ല ക്വസ്റ്റ്യൻ ആണിത്. ചെക്കിംഗ് ആണ് ഇമ്പോർട്ടൻ്റ്, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അടുത്തത്, CR denotes the coefficient. ബൈനോമിയത്തിൽ നല്ല ചോദ്യമാണിത്. ബൈനോമിയത്തിൽ നല്ലൊരു ചോദ്യമാണ്. CR denotes the coefficient of x raised to r in the binomial expansion of 1 + x all raised to n belongs to n for every n belongs to n. ഇത് സിമ്പിൾ ചോദ്യമാണെങ്കിൽ കൂടി കുറേ ലെയേഴ്സ് ഉള്ളതുകൊണ്ടുള്ള പ്രശ്നമാണ്. അതായത് ഇത് ആക്ച്വലി 1 + x അല്ലെങ്കിൽ 1 - x all raised to n. 1 - x all raised to n എക്സ്പാൻഷൻ അല്ലേ ഇത്? ആണ്. 1 - x all raised to n എക്സ്പാൻഷൻ എന്താ? അല്ലെങ്കിൽ 1 + x എടുത്തോളൂ. 1 + x all raised to n എക്സ്പാൻഷൻ എന്താ? C0 + C1x + C2x² + etc. + Cn x to the power n വരും. ഇവിടെ n+1 ഉണ്ട്. ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 + x raised to n+1 divided by n+1 is equal to C0x
plus C1 x square by 2 plus C2 x cube by 3 plus etc. plus Cn x to the power n plus 1 by n plus 1. ഇതെന്ന് വെച്ചാൽ ഇവിടെ n plus 1 ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇൻഡിക്കേറ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞു താഴെ ആൾ വന്നാൽ ഇൻഡിക്കേറ്റ് ചെയ്യണം, കൂടെ ആൾ വന്നാൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഇത് പക്ഷേ ഇവിടെ 2 ഉള്ളതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ജനറൽ ടേം എടുത്തിട്ട് ചെയ്താലും മതി. ഓക്കെ, ഇനി ഇവിടെ എന്ത് ചെയ്താൽ മതി? ഈ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കണ്ടോ, C2ൻ്റെ കൂടെയാണ് 3. C2ൻ്റെ കൂടെ 3 ഉണ്ടല്ലോ. C2ൻ്റെ കൂടെ 2 സ്ക്വയർ, അവിടെ x ക്യൂബേ ഉള്ളൂ. എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? If you divide throughout by x, it is 1 plus x whole power n plus 1 by x into n plus 1 is equal to C naught plus C1 x by 2 plus C2 x square by 3 plus etc. plus Cn x to the power n by n plus 1. Right? ഇത് എക്സിന് പകരം -2 കൊടുത്താൽ ഇത് കിട്ടില്ലേ? യു പുട്ട് x ഈക്വൽസ് -2. അപ്പൊ എക്സിന് പകരം -2 കൊടുത്താൽ എന്താ കിട്ടാം? 1 plus x whole power n plus 1 by n plus 1 into x ആണ്. is equal to എന്തായിരുന്നു? is equal to C0 plus C1x by 2 plus C2x square by 3 plus etc. plus Cn x power n by n plus 1. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. അതെ, n plus 1. ഇനി ഇതിൽ എക്സിന് പകരം നോക്കുക, ഇത് ഇതേ ഫോമാണ്. ഇവിടെ എക്സിന് പകരം -2 കൊടുത്താൽ മതി. എക്സിന് പകരം -2 കൊടുത്താൽ റെഡിയായി. ശരിയല്ലേ? 2 power n by n plus 1 is equal to, ഇവിടെ -2 കൊടുക്കുകയാണെ, -1 raised to n ഉണ്ട്. ഇവിടെ -1 raised to n. ഇവിടെ -2 കൊടുക്കുക, എക്സിന് പകരം -2 കൊടുക്കുക. അപ്പം -1 raised to n plus 1 -1 raised to n plus 1 ഇൻ്റഗ്രേറ്റ് ചെയ്യുക. -1 raised to n plus 1 divided by n plus 1 into -2. n plus 1 into -2, right? Zero to 1. Integral limit 0 to 1 കൊടുക്കേണ്ടി വരുമല്ലോ. വേണ്ട കൊടുക്കണ്ട. 0 to 2 കൊടുത്താൽ മതി. That's it. അപ്പോൾ what do you get? -1 ratio. അതാണ് Pn. ഇതിൻ്റെ വാല്യൂ ആണ് Pn. But this is Pn. ഇതാണ് Pn. -2 into that. അപ്പോൾ what you get is this. C0 കൊടുക്കുമ്പം C0 x ഉണ്ടാവുമല്ലോ. അപ്പോൾ Pൻ്റെ വാല്യൂ ഇവിടെ ചോദ്യം എന്താണ്? P2n ആണ്. അപ്പോൾ വാട്ട് ഈസ് P2n? Therefore P2n will be -1 raised to 2n plus 1 divided by n plus 1 into -2. അല്ല, n-ന് പകരം 2n plus 1 കൊടുക്കുക അല്ലേ? n-ന് പകരം 2n കൊടുക്കുക. 2n plus 1 into -2. ഓ അടിപൊളി. into -2. ഇതാണ് Pn. അപ്പം n-ന് പകരം 2n കൊടുക്കുക. അടിപൊളി. ചോദിച്ചത് എന്താ അറിയോ? സിഗ്മ 1 by P2n n going from 1 to 25 എന്താണെന്ന ചോദ്യം. അപ്പം -1 raised to 2n plus 1 -1 ആണ്. -1 -2 ആകുമ്പോൾ വെട്ടിപ്പോയി 2 ആയി. അപ്പോൾ ആൻസർ വിൽ ബി വാട്ട്? 1 by 2n plus 1. 2n plus 1 plus 1 2 ഉണ്ടാവില്ലേ? n plus 1 n-ന് പകരം 2 അല്ലേ കൊടുക്കണേ?
എക്സിന് പകരം 2. അതെ, ഇവിടെ 2 കൊടുക്കുമ്പോൾ -2 കൊടുക്കുകയാണ്. -2 ആകുമ്പോൾ -1 ശരിയാണ്. 1 ബൈ ഇത് -1 ആയി 2 ആയി. അപ്പം 2 ഇൻറ്റു 2n പ്ലസ് 1 അല്ല റെസിപ്രോക്കൽ അല്ലേ. അപ്പം 2 ഇൻറ്റു 2n പ്ലസ് 1 2 ഇൻറ്റു 2n പ്ലസ് 1 2 ഇൻറ്റു 2n പ്ലസ് 1 തന്നെയാണ് വരിക. അത് n going from 1 to 25 ആണ് ചോദിച്ചത്. സിഗ്മ the value will be 2 into sigma of 2n plus 1. n going from 1 to 25. ഇത് ആക്ച്വലി 2 into 2n plus 1 sum of first and odd natural numbers ആണ്. അപ്പോൾ 3 plus 5 plus etc. up to എന്താ വരിക 25 ആകുമ്പോൾ 51 വരും അല്ലേ. അപ്പോൾ 26 21 എത്ര ടേംസ് ഉണ്ട്? അപ്പോൾ ഇവിടെ ഒരു 1 കൂടി കൂടിയാൽ ഇറ്റ് ഈസ് 2 ഇൻറ്റു സം ഓഫ് സ്ക്വയർസ് ഓഫ് ഫസ്റ്റ് അല്ല സം ഓഫ് ഫസ്റ്റ് ആൻഡ് നോട്ട് നാച്ചുറൽ 1 + 3 ആണെങ്കിൽ 1 + 3 + 5 പ്ലസ് എക്സെട്ര പ്ലസ് 51 ആണ് ഈ 26 ടേംസ് ഉണ്ടാവും. ഇതിന്ന് 1 കുറച്ചാൽ മതി. ആൻസർ വിൽ ബി 2 ഇൻറ്റു 26 സ്ക്വയർ മൈനസ് 1. ഇതാണ് ഉത്തരം. ഇതിലെന്തോ എവിടെയോ എററുണ്ടോ സംശയമുണ്ട് എനിക്ക്. കാരണം ഇത് P2n അല്ല എന്താ പറയുക ഈ ക്വസ്റ്റ്യനിൽ എന്തോ ഒരു എററുണ്ടോ സംശയമുണ്ട്. ഇതാണ് ക്വസ്റ്റ്യനെങ്കിൽ ഇതാണ് ആൻസർ. 2 ഇൻറ്റു 26 സ്ക്വയർ മൈനസ് 1 ആണ് ഉത്തരം. 2 ഇൻറ്റു 26 സ്ക്വയർ മൈനസ് 1 ആണ് ആൻസർ. അപ്പോൾ 26 സ്ക്വയർ മൈനസ് 1 എത്രയാ? 26 square is 26 into 26. 6 6 30 is 3. 6 is 12 and 3 15. 52 6 7 6 676 1 675 ഉണ്ട് ആൻസർ. ഓ അത് ശരി. അപ്പം 2 ഉണ്ടാവില്ല അല്ലേ, ഇവിടെ 2 ഉണ്ടാവില്ല. അപ്പം എവിടെയാണ് ആ 2ൻ്റെ പ്രശ്നം വന്ന് നോക്കണേ. അപ്പം ആൻസർ ഇസ് ഐ തിങ്ക് ഇറ്റ് ഇസ് 675. അപ്പം ഈ എക്സ് ഇന്റഗ്രൽ 0 to 1. ഓ അത് ശരി. അപ്പം ഇങ്ങനെ ചെയ്താൽ മതി. ഒരു മിനിറ്റ്, ഇവിടെ ഞാൻ ഇത് ചെയ്യാൻ വിട്ടുപോയി. അതായത് ഇവിടെ ഇന്റഗ്രൽ 0 to 1 ചെയ്യാം. 0 to 1 ഇവിടെ അത് 0 to 1 ചെയ്യാം. ഇവിടെ 0 to 1 ചെയ്താൽ എന്താ വരിക? ഇവിടെയും 0 to 1 ചെയ്യാം. ഇവിടെ എക്സ് മാറ്റാം. ഇവിടെ എക്സ് മാറ്റുമ്പം ഇവിടെ എക്സ് ഉണ്ടാവും, ഇവിടെ x² by 2 ഉണ്ടാവും, ഇവിടെ x³ by 3 ഉണ്ടാവും, ഇവിടെ x⁻n + 1 ഉണ്ടാവും. 0 to 1 ആണ്. ഇവിടെയും 0 to 1, ഇവിടെയും 0 to 1. അപ്പം 0 to 1 കൊടുക്കുമ്പം 1 കൊടുക്കുമ്പം ഇതന്നെ വരും. 0 കൊടുക്കുമ്പോൾ ഇത് 0 ആവും. ഇത് റെഡിയാണ്. അപ്പോൾ റൈറ്റ് സൈഡ് മാറും. റൈറ്റ് സൈഡ് ഇങ്ങനെയല്ല ഉണ്ടാവും. ഓക്കെ, അതാണ് ഐഡിയ. റൈറ്റ് സൈഡ് 1 കൊടുക്കുമ്പം അല്ല 0 to 1 അല്ല 0 to 2 സോറി 0 to 2 0 to -2 sorry 0 to -2 0 to -2 കൊടുത്താൽ മതി. യു പുട്ട് ദ ലിമിറ്റ്സ് ബിറ്റ്വീൻ 0 to -2. 0 to -2 കൊടുക്കുമ്പം ഇത് അതന്നെ കേട്ടോ. 0 to -2 കൊടുക്കുമ്പോൾ ഇതിന് വരും. ഇവിടെ -2 കൊടുക്കുമ്പം -1 raised to n + 1 -0 കൊടുക്കുമ്പോൾ 1 ഡിവൈഡഡ് ബൈ n + 1 വരും. ഇതാണ് Pn. ഇതാണ് Pn. അപ്പോൾ Pൻ്റെ വാല്യൂ നമുക്ക് മാറ്റണം. Pൻ്റെ വാല്യൂ അപ്പോൾ P2n എന്ന് പറയുന്നത് 2n + 1 -1 വരും ബൈ 2n + 1 ഇൻറ്റു -2 വരും. ഇവിടെ 2 ഉണ്ടാവും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. -2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. റൈറ്റ്, -2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. റെഡിയോ. അപ്പം ഇതാണ്. അപ്പോൾ ഈ 2 പോവും. അതാണ് ഐഡിയ. അതാണ് അടിപൊളി ക്വസ്റ്റ്യൻ. അടിപൊളി. അപ്പോൾ ഈ 2 പോവും. 2 പോകുമ്പോൾ ആൻസർ വിൽ ബി ഈ 2 പോവും. Answer will be 675. 675 is the answer. Beautiful question. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. പറയാതിരിക്കാൻ വയ്യ. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്ലസ് വരികയാണെങ്കിൽ എക്സ്പോണൻഷ്യലാണ്, അല്ല പ്രോഡക്റ്റ് വരികയാണെങ്കിൽ എക്സ്പോണൻഷ്യലാണ്. അപ്പോൾ f of xന്റെ വാല്യൂ എന്താ? f of x equals
7 power x ആണ്. a power x ആണ്. f of x 7 ആണല്ലോ. g of x ഉം a power x ആണ്. പക്ഷെ a 1 ആണ്. അപ്പോൾ g of x എന്താ 1 ആണ്. 1 power x, it is 1. അപ്പോൾ g of x ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇത് ആക്ച്വലി എന്താ സിഗ്മ എക്സ് ഗോയിങ് ഫ്രം 1 to n 7 power n 7 power x ആണ്. ഇത് ആക്ച്വലി എന്താ 7 plus 7 square plus etc plus 7 raised to n ആണ്. ഇതിന്റെ വാല്യൂ എന്താ 7 into 7 raised to n minus 1 by 7 minus 1. ഇതിന്റെ വാല്യൂ ആണ് 19607. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ചോദ്യമാണ്. ഈ 7 ഇവിടെ വെട്ടിപ്പോകും. 7 2s 14, 7 8s 56, 0 1 വരും. But 7 raised to n minus 1 is equal to multiply 6 0, 6 8s 48, carry 4, 6 2s 12 4 14. 6 0 6 1 6 6 0 0, 48 carry 4, 6 2s 12 4 12 4 16. But 7 raised to n ആണ് 16807. 16807 ആണ്. അപ്പം 7ൽ അവസാനിക്കുന്നത് നോക്കിയാൽ 7 സ്ക്വയർ 9ൽ അവസാനിക്കുക, 7 ക്യൂബ് 3ൽ അവസാനിക്കുക, 7 raised to 4 1ൽ അവസാനിക്കുക, 7 raised to 5 7ൽ അവസാനിക്കുക. 5 is answer. ചെക്ക് ചെയ്താൽ മതി. 7 raised to 5 is answer. സിമ്പിൾ ചോദ്യമാണ്. ഇത് വളരെ സിമ്പിൾ ചോദ്യമായിരുന്നു കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. ഇത് സിസ്റ്റം എഡ്യൂക്കേഷനിലെ ഒരു ചോദ്യമാണ്. ഭംഗിയുള്ള ചോദ്യം. x is equal to xy is the solution of the equation ax equals b. Adjoint a ഇതാണ്, b ഇതാണ്. What is x plus y plus z? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. പക്ഷെ നിങ്ങൾക്ക് അത് ആ ഒരു ഈ പാറ്റേൺ ഇതുവരെ കാണാത്തൊരു പാറ്റേൺ ആണ്. അപ്പോൾ അതിൽ നിങ്ങൾ ചിലപ്പം കുടുങ്ങിപ്പോയിണ്ടാവും. അപ്പം എ എക്സ് ബി ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താ? എ ഇൻവേഴ്സ് ബി ആണ്. എ ഇൻവേഴ്സ് എന്താ? അഡ്ജോയിന്റ് എ ബൈ ഡിറ്റ് എ ഇൻറ്റു ബി ആണ്. അഡ്ജോയിന്റ് എന്താ? ഇതാണ് അഡ്ജോയിന്റ്. വാട്ട് ഇസ് അഡ്ജോയിന്റ്? അഡ്ജോയിന്റ് ഈസ് 4 2 2 minus 5 0 5 1 minus 2 3 ആണ്. ഡിവൈഡഡ് ബൈ ഇൻറ്റു ബി. ഇൻറ്റു ബി പറയുമ്പം 4 0 2 ആണ്. ഡിവൈഡഡ് ബൈ ഡിറ്റേ. ഡിറ്റേ കാണണം. വാട്ട് ഇസ് ഡിറ്റേ? ഡിറ്റേ കാണണമെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് കാണും. വാട്ട് ഇസ് ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ്? ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് എന്ന് കാണാം. 4 into എന്താ കിട്ടുക? 4 into minus 10. It is 4 into minus 10. It is 10 plus minus 2 into minus 15 minus 5 minus 20. പിന്നെ plus 2 into 10. അപ്പം 20 40 60 40 100 ഇത് 100 അപ്പം അഡ്ജോയിന്റ് ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് 100 ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് സ്ക്വയർ ആണ്. അപ്പോൾ ഡിറ്റർമിനന്റ് സ്ക്വയർ 100 അപ്പോൾ ഡിറ്റയുടെ വാല്യൂ 10 ആണ്. ഇതൊരു പിടുത്താണ് കണ്ടോ. ഡിറ്റർമിനന്റിന്റെ വാല്യൂ 10 ആണ്. ഇത് അറിയാലോ, അഡ്ജോയിന്റ് ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ഡിറ്റർമിനന്റ് റേസ് ടു n - 1 അല്ലേ. അപ്പോൾ ഡിറ്റർമിനന്റിന്റെ വാല്യൂ 10 ആണ്. അപ്പോൾ ബൈ 10 എഴുതാം അല്ലേ. ഡിറ്റേ 10 അല്ലേ. അപ്പോൾ ഇതാണ് XYZ. അപ്പോൾ XYZ is equal to 1/10 into ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. എന്താണ്? 4 plus 4 8. പിന്നെ -20 plus 10 minus 10. 4 plus 6 10. 4 plus 6 10 ആണ് അല്ലേ. ഭംഗിയിൽ വരുന്നില്ലല്ലോ. 16 plus 4. ഓ ശരിയാ, 16 plus 4 20 ആണ്. 16 plus 4 20 അല്ലേ. 20. അപ്പോൾ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ദിസ്? ഇത് 2 ആണ്, -1 ആണ്, 1 ആണ്. ആൻസർ ഇസ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആ ചോദിച്ചത്. 2 plus -1 plus 1. ആൻസർ ഇസ് 2 is answer. ഓക്കെ, വിത്ത് ദിസ് എൻ്റെ ഇത് കഴിഞ്ഞു. ഇനി രഞ്ജിത്ത് സാർ വരും. ഓക്കെ.
ഒരുവിധം പ്രശ്നങ്ങളുണ്ട് ഇന്നത്തെ പേപ്പറിൽ അല്ലേ? ഒരു 2-3 ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ, വളരെ പെട്ടെന്ന് ചെയ്ത് തീർത്തേക്കാം, ലേറ്റായി. സി വെക്ടറിലാണ്. വെക്ടർ എ തന്നിട്ടുണ്ട്, വെക്ടർ ബി തന്നിട്ടുണ്ട്, വെക്ടർ സി എ ക്രോസ് ബി എന്ന് തന്നിട്ടുണ്ട്, വെക്ടർ സി എ ക്രോസ് ബി തന്നിട്ടുണ്ട്, പിന്നെ മോഡ് ഡി തന്നിട്ടുണ്ട്. മോഡ് സി ഡോട്ട് ഡി ദ ഹോൾ സ്ക്വയർ ആണ് ചോദിച്ചിരിക്കുന്നത്. മോഡ് സി ഡോട്ട് ഡി ദ ഹോൾ സ്ക്വയർ കാണാൻ മോഡ് സി സ്ക്വയർ, പിന്നെ മോഡ് ഡി സ്ക്വയർ, പിന്നെ മോഡ് സി ഡോട്ട് ടി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ. സിയും ഡിയും തമ്മിലുള്ള ആംഗിൾ തീറ്റ എന്ന് എടുക്കുന്നു. എ ഡോട്ട് ബി സിക്വൽ ടു മോഡ് എ മോഡ് ബി കോസ് തീറ്റ. അപ്പം ഇതിനകത്ത് എനിക്ക് മോഡ് ഡി അറിയാം, മോഡ് ഡി 4 ആണ്. അപ്പോൾ അത് 4 കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതി. മോഡ് സി സ്ക്വയർ അറിയില്ല, മോഡ് സി സ്ക്വയർ എവിടെ കിട്ടും? മോഡ് സി സ്ക്വയർ നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം അല്ലേ? കാരണം മോഡ് സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ മോഡ് എ ക്രോസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലേ? അതെ, മോഡ് എ ക്രോസ് ബി എവിടെ കിട്ടും? എവിടെ കിട്ടും? എ ക്രോസ് ബി. എ ക്രോസ് ബി നമ്മൾ ഡിറ്റർമിനൻ്റ് ഉപയോഗിച്ചൊന്നും കണ്ടുപിടിക്കാൻ നിൽക്കണ്ട, ഡയറക്റ്റ് ആയിട്ട് അങ്ങ് എഴുതിയാൽ മതി. ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാലേ ഐ ക്രോസ് ജെ വരുമ്പോൾ കെ വരും, ഐ ക്രോസ് കെ വരുമ്പോൾ ജെ വരും, അതെന്തെങ്കിലും ആയിക്കോട്ടെ, അതിൻ്റെ മോഡുലസ് ആവശ്യമുള്ളൂ. അപ്പം മോഡ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് റൂട്ട് 2 ഇൻറ്റു, അപ്പോൾ 5 റൂട്ട് 2 സ്ക്വയർ പ്ലസ് റൂട്ട് 2 സ്ക്വയർ എന്ന് വരും. 5 റൂട്ട് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ഇൻറ്റു 2 50, 50 പ്ലസ് 2 52, അതിൻ്റെ സ്ക്വയർ എടുക്കണം കേട്ടോ. അപ്പോൾ റൂട്ട് 52 സ്ക്വയർ കിട്ടും. റൂട്ട് 52 സ്ക്വയർ എന്ന് പറയുമ്പോൾ 52 കിട്ടും. സോ 52 ഇൻറ്റു 4 ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ, അതെത്ര കിട്ടി? 52 ഇൻറ്റു 4, 50 ഇൻറ്റു 4 200, 208 കോസ് സ്ക്വയർ തീറ്റ. ഇതിൻ്റെ മാക്സിമം വാല്യൂ ചോദിച്ചേക്കണേ. 208 കോൺസ്റ്റൻ്റ് ആണ്, കോസ് സ്ക്വയർ തീറ്റയുടെ മാക്സിമം വാല്യൂ 1 ആണ്. സോ ആൻസർ ഈസ് 208 ഇൻറ്റു 1, ദാറ്റ് ഈസ് 208 ആയിരിക്കും. സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു വെക്ടറിലെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് കുറച്ച് പ്രശ്നമുള്ളതാട്ടോ, ഇൻ്റഗ്രൽസിലെ ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് അങ്ങ് പറയാം. ഈ ഫ്ലോർ ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ആട്ടോ, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ആണ് ഫ്ലോർ ഫംഗ്ഷൻ. ഇൻ്റഗ്രൽ 0 to 64 x raised to 1/3 dx പ്ലസ് ഇൻ്റഗ്രൽ 0 to 64 ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ x raised to 1/3 dx. ഇതാണ് ആര്? ഇതാണ് ആൽഫ. ഓക്കെ, ആൽഫ നമുക്ക് ഇൻ്റഗ്രേഷൻ നടത്തിയേക്കാം. എക്സ് റേസ് ടു 1/3യുടെ ഇൻ്റഗ്രൽ എന്ത് കിട്ടും? എക്സ് റേസ് ടു 1/3 പ്ലസ് 1, അഥവാ എക്സ് റേസ് ടു 4/3 ഫ്രം 0 to 64. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടേ? എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും പറയൂ? എക്സിൻ്റെ വാല്യൂ 0ക്കും 64നും ഇടയിലാണ്. അപ്പോൾ എക്സ് റേസ് ടു 1/3യുടെ വാല്യൂയോ അത് 0ക്കും 4നും ഇടയിലായിരിക്കും. റേസ് ടു 1/3 എടുക്കും. അങ്ങനെയാണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എക്സ് റേസ് ടു 1/3 ഏതൊക്കെ വാല്യൂസ് കിട്ടും? 0ക്കും 4നും ഇടയ്ക്ക് 0 വരാം, ഇൻറ്റിജേഴ്സ് ആണ്, 1 വരാം, 2 വരാം, 3 വരാം. ഓക്കെ, അപ്പോൾ ഇതിനെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യും. എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യും? ഇൻ്റഗ്രൽ 0, പിന്നെ ഇൻ്റഗ്രൽ 1, വീണ്ടും ഇൻ്റഗ്രൽ 2, വീണ്ടും ഇൻ്റഗ്രൽ 3. അതായത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ മോഡുലസ് സ്പ്ലിറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ മോഡുലസ് ആകുമ്പോൾ പ്ലസ് മൈനസ് വെച്ച് സ്പ്ലിറ്റ് ചെയ്യും, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ആകുമ്പോൾ ഇൻറ്റിജർ വെച്ച് സ്പ്ലിറ്റ് ചെയ്യും. ഇനി അതനുസരിച്ച് ലിമിറ്റ് കൊടുത്തോ. അപ്പോൾ എക്സ് റേസ് ടു 1/3യുടെ വാല്യൂസ് ആയി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സ് എങ്ങനെ വരും നോക്കൂ. ഇവിടെ ആവുമ്പോൾ 0 മുതൽ 1 വരെ. അടുത്തത് 1 മുതൽ എക്സ് റേസ് ടു 1/3 ആട്ടോ ഈ പറഞ്ഞിരിക്കുന്നത്.
എക്സ് റേസ് ടു 1/3 കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എക്സ് എന്തൊക്കെ വരും? ഇതിനകത്ത് എക്സ് എടുക്കുമ്പോൾ ഉണ്ടല്ലോ 0, 1, 8, 27 എന്ന് വരും. അതനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്താൽ മതി. 0 മുതൽ 1, 1 മുതൽ 8 വരെ, പിന്നെ 8 മുതൽ 27 വരെ, പിന്നെ 27 മുതൽ 64 വരെ. ദെൻ ഇത് ഇൻ്റഗ്രേഷൻ നടത്തുക. ഇൻ്റഗ്രേഷൻ നടത്തുമ്പോൾ ഇതിൻ്റെ 3/4 അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 64 റേസ് ടു 1/3 4 റേസ് ടു 4. അപ്പോൾ 3/4 ഇൻറ്റു 4 റേസ് ടു 4 വരും ഈ ടൈം. പ്ലസ് ഇത് 0 ആയിപ്പോയി. ഇത് ഇൻ്റഗ്രൽ എക്സ് വരും. ഇൻ്റഗ്രൽ എക്സ് വരും. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 8 - 1 7 വരും. ഇത് ഇൻ്റഗ്രൽ 2x വരും. അപ്പോൾ 2 ഇൻറ്റു 27 മൈനസ് 8 27 മൈനസ് 8 19 വരും. പ്ലസ് 3 ഇൻറ്റു എക്സ് വരും. 64 മൈനസ് 27 64 മൈനസ് 27 എത്ര കിട്ടും? 64 27 7 5 4 4 അല്ല 3 37 അല്ലേ? 37 7 ഫോം 37. അപ്പോൾ 3 ഇൻറ്റു 37. ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഇത് നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്താൽ ആരെ കിട്ടും? ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്താൽ ആൽഫ എത്രയാണെന്ന് കിട്ടും. പെട്ടെന്ന് ഞാൻ ബീറ്റയും കൂടെ പറയാം. ടൈം ഒത്തിരി ലേറ്റായി. പെട്ടെന്ന് ഞാൻ ബീറ്റയും കൂടി പറയാം. ബീറ്റ കുറച്ച് കോംപ്ലിക്കേറ്റഡാ, കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. ഓക്കെ, ബീറ്റ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ I is equal to ഇൻ്റഗ്രൽ 0 to π/2 സൈൻ സ്ക്വയർ ബൈ സൈൻ റേസ് ടു 6 പ്ലസ് കോസ് റേസ് ടു 6 dx. കിങ്സ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ എക്സിൻ്റെ പ്ലേസിൽ π/2 മൈനസ് എക്സ് എന്ന് കൊടുത്താൽ I is equal to സൈൻ മാറി കോസ് ആവും, കോസ് മാറി സൈൻ ആവും. ഇക്വേഷൻ 2 ഇത് രണ്ടോട് ആഡ് ചെയ്താൽ 2i is equal to ഇൻ്റഗ്രൽ 0 to π/2 സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ 1 വരും. 1 ബൈ സൈൻ റേസ് ടു 6x പ്ലസ് കോസ് റേസ് ടു 6x dx എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ ഇൻ്റഗ്രേഷനാണ് കുറച്ച് പണിയാന്ന് ഞാൻ പറഞ്ഞത്. വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഞാൻ ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ മാത്രം വേറൊരു പേജിൽ വേണമെങ്കിൽ ചെയ്ത് കാണിക്കാം കേട്ടോ. ഇതിനകത്ത് ആൽഫ കിട്ടും. സി ഇപ്പം എനിക്ക് കിട്ടിയിരിക്കുന്നത് 2i ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/2 1 ബൈ സൈൻ റേസ് ടു 6x പ്ലസ് കോസ് റേസ് ടു 6x dx. ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് വെച്ചാൽ നമ്മൾ കോസ് റേസ് ടു 6 കൊണ്ട് ഡിവൈഡ് ചെയ്യും. കോസ് റേസ് ടു 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0 to π/2 സീക്ക് റേസ് ടു 6 ബൈ 1 പ്ലസ് ടാൻ റേസ് ടു 6 dx എന്ന് കിട്ടും. ബൈ കോസ് സ്ക്വയർ ബൈ കോസ് 6 ബൈ കോസ് റേസ് ടു 6 ബൈ കോസ് റേസ് ടു 6. ഇനി എന്ത് ചെയ്യും? ഇനി നമ്മൾ ഈ ന്യൂമറേറ്ററിനെ സീക്ക് റേസ് ടു 4 അപ്പോൾ സീക്ക് സ്ക്വയർ ദി ഹോൾ സ്ക്വയർ ഇൻറ്റു സീക്ക് സ്ക്വയർ എന്നെഴുതി. സീക്ക് റേസ് ടു 4ന് സീക്ക് സ്ക്വയർ ദി ഹോൾ സ്ക്വയർ, അതിനെ 1 പ്ലസ് ടാൻ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് ടാൻ ക്യൂബ് എക്സ് ദി ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ വേണ്ട ടാൻ സ്ക്വയർ എക്സ് ദി ഹോൾ ക്യൂബ് എന്ന് എഴുതി. ടാൻ സ്ക്വയർ എക്സ് ദി ഹോൾ ക്യൂബ് എന്നെഴുതി dx. ഇനി t ഈക്വൽ ടു ടാൻ എക്സ് കൊടുത്താൽ t ഈക്വൽ ടു ടാൻ എക്സ് എന്ന് കൊടുത്താൽ എന്ത് കിട്ടും? t ഈക്വൽ ടു ടാൻ എക്സ് കൊടുത്താൽ ഇൻ്റഗ്രൽ 1 പ്ലസ് ടി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ വരും. സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് ഡെറിവേറ്റീവ് ആയിട്ട് പോയി ബൈ ഡിനോമിനേറ്റർ 1 പ്ലസ് ടി സ്ക്വയർ ദി ഹോൾ ക്യൂബ് എന്ന് വരും. അപ്പോൾ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്നുള്ള ഐഡന്റിറ്റി എന്ത് വരും? എ പ്ലസ് ബി അതായത് 1 പ്ലസ് ടി സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഡി ടി. ഇത് ഒരെണ്ണം കട്ട് ചെയ്ത് പോയി. അപ്പോൾ ക്വാഡ്രാറ്റിക് ബൈ ക്വാഡ്രാറ്റിക് വരും. ടി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ 1 ബൈ ടി സ്ക്വയർ
പ്ലസ് 1 ബൈ ടി സ്ക്വയർ മൈനസ് 1 പ്ലസ് 1 ബൈ ടി സ്ക്വയർ ഡി ടി എന്ന് വരും. ഇനി എന്ത് ചെയ്യും? ഈ ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് വരത്തക്ക രീതിയിൽ ഡിനോമിനേറ്ററിനെ അഡ്ജസ്റ്റ് ചെയ്യും. ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് വരത്തക്ക രീതിയിൽ. ഇതൊക്കെ ആർ ഡി ശർമ്മയിലൊക്കെ കുട്ടികൾ ചെയ്യുന്ന ക്വസ്റ്റ്യനായി. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഡിനോമിനേറ്റർ നമ്മൾ ടി മൈനസ് 1 ബൈ ടി ദ ഹോൾ സ്ക്വയർ എഴുതും. അതിൻ്റെ ഡെറിവേറ്റീവ് ആയി കിടക്കുന്നത് ടിയുടെ ഡെറിവേറ്റീവ് 1 വരും, മൈനസ് 1 ബൈ ടിയുടെ പ്ലസ് 1 ബൈ ടി സ്ക്വയർ വരും. ഇത് എക്സ്പാൻഡ് ചെയ്താൽ ടി സ്ക്വയർ ഉണ്ട്, 1 ബൈ ടി സ്ക്വയർ ഉണ്ട്, മൈനസ് 2 എന്ന് വരും അല്ലേ? ടി സ്ക്വയർ പ്ലസ് 1 ബൈ ടി സ്ക്വയർ, ടി സ്ക്വയർ പ്ലസ് 1 ബൈ ടി സ്ക്വയർ മൈനസ് 2 എന്ന് വരും. ഇവിടെ മൈനസ് 1 എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, മൈനസ് 1 കൊടുത്താലല്ലേ ശരിയാവുള്ളൂ. തെറ്റിയിട്ടില്ലല്ലോ. എ സ്ക്വയർ എ മൈനസ് ബി ഹോൾ സ്ക്വയർ, എ സ്ക്വയർ അല്ല പ്ലസ് 1 കൊടുക്കണം, പ്ലസ് 1 കൊടുക്കണം. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മൈനസ് 2 വരും. ആ മൈനസ് 2ഉം പ്ലസ് 1 ചെയ്യുമ്പോൾ ആ മൈനസ് 1ഉം മൈനസ് 2ഉം പ്ലസ് 1 ചെയ്യുമ്പോൾ ആൻസർ കിട്ടിക്കോളും. ഓക്കെ 1 പ്ലസ് 1 ബൈ ടി സ്ക്വയർ ഡി ടി. നോക്കൂ, ഇപ്പൊ നോക്കിയേ, ഇതിന് വേറൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഇതിനിപ്പോൾ നിങ്ങൾ യു എന്നൊക്കെ കൊടുത്താൽ അതിന് ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ കിടക്കണേ. അപ്പോൾ 1 ബൈ യു സ്ക്വയർ പ്ലസ് 1 ടാൻ ഇൻവേഴ്സിന്റെ ഫോർമുലയാണ്. അപ്പൊ ഇപ്പൊ കിട്ടുന്നത് ഇതിന്റെ ആൻസർ എന്ത് കിട്ടുമെന്ന് അറിയാമോ? ഇന്റഗ്രൽ ഓഫ് ടാൻ ഇൻവേഴ്സ് ദിസ് ടൈം ഇത് എക്സ് ആയിട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ ഇത് യു ആയിട്ട് എടുക്കുന്നു. അതിന് ഡെറിവേറ്റീവ് ന്യൂമറേറ്റർ ഉണ്ട് 1 ബൈ യു സ്ക്വയർ പ്ലസ് 1. ഇറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് യു. സോ ടാൻ ഇൻവേഴ്സ് ടി മൈനസ് 1 ബൈ ടി എന്ന് വരും. ടി എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് ആണ്. ടാൻ എക്സ് മൈനസ് 1 ബൈ ടാൻ എക്സ് വിച്ച് ഇസ് കോട്ട് എക്സ് ഫ്രം ലിമിറ്റ് 0 to പൈ ബൈ 2. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് അപ്പർ ലിമിറ്റ് പൈ ബൈ 2 ആണ്, ഇൻഫിനിറ്റി വരും, ഇത് 0യും വരും. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് 0 കൊടുക്കുമ്പോൾ 0 വരും, ഇവിടെ 0 കൊടുക്കുമ്പോൾ ഇൻഫിനിറ്റി വരും, മൈനസ് ഇൻഫിനിറ്റി വരും, ദാറ്റ് ഈസ് പ്ലസ് ഇൻഫിനിറ്റി വരും, വിച്ച് ഈസ് ഈക്വൽ ടു പൈ ബൈ 2. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നുണ്ടല്ലോ പൈ ബൈ 2 ആൻസർ കിട്ടി. പൈ ബൈ 2 ആൻസർ കിട്ടി. ഇത് ഇവിടെ 2i സീക്കൽ ടു പൈ ബൈ 2 എന്ന് കിട്ടി. ഇവിടെ ഇപ്പോൾ ഒരു 2 വന്നിട്ടുണ്ടോ? സോറി, 2i സീക്കൽ ടു പൈ ബൈ 2. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ഒന്നും പ്രശ്നം വന്നിട്ടില്ലല്ലോ. എവിടെയെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ എന്ന് നോക്കിയാൽ കേട്ടോ. സമയം കുറവായിട്ട് പെട്ടെന്ന് ചെയ്തു പോകുന്നു. പൈ ബൈ 2 എന്ന് കിട്ടും. ദെൻ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ അവർ തന്നിരിക്കുന്നത് എന്താണ്? സീക്കൽ ടു പൈ ബീറ്റ എന്നാണ് തന്നിരിക്കുന്നത്. ഇതിനകത്ത് നിന്ന് ഐ സീക്കൽ ടു പൈ ബൈ 4 വരും. അങ്ങനെയാണെങ്കിൽ ബീറ്റ എന്ന് പറയുന്നത് 1 ബൈ 4 വരും. ആ കിട്ടിയിരിക്കുന്ന ആൻസർ ഒന്ന് ചെക്ക് ചെയ്യണേ. 2i 2. പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പൈ ബൈ 2 എന്ന് കിട്ടും. ഇവിടെ എവിടെയെങ്കിലും വാല്യൂവിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തതിലൊന്നും ടാൻ്റെ ഡെറിവേറ്റീവിലൊന്നും പ്രശ്നം വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതിനകത്ത് നിന്ന് ബീറ്റയുടെ വാല്യൂ കിട്ടും. ദെൻ ആൽഫ ഇൻറ്റു എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആൽഫ ഇൻറ്റു ബീറ്റ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി, ആൻസറിലേക്ക് എത്താം. ലാസ്റ്റ് ക്വസ്റ്റിനോടെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാം. 2 സ്റ്റേറ്റ്മെൻറ്റ് പ്രോബ്ലം ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതിനായിട്ട് ഓപ്ഷൻസ് ഞാൻ കൊടുത്തിട്ടില്ല. ഓരോ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ, ബോത്ത് ആർ ട്രൂ, അങ്ങനെ ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഏറ്റവും എളുപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് 2 ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2-ൽ അവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ടു എ ബി സി ആർ ഇൻ എ പി. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതും? 3 നമ്പർ എ പിയിലാണെങ്കിൽ 2b ഈക്വൽ ടു 2a പ്ലസ് സി എന്ന് എഴുതില്ലേ? ഇതെല്ലാം റൈറ്റിലേക്ക് കൊണ്ടുപോയാൽ 2a മൈനസ് 2b പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് എഴുതിയില്ലേ? യെസ്. നിങ്ങളൊരു കാര്യം ചെയ്തേ, ഈ ലൈനുമായിട്ട് ഇതിനെ ഒന്ന് കമ്പയർ ചെയ്തേ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നിങ്ങൾ ഈ ലൈനിൽ എക്സിന് 2 കൊടുത്തേ, എക്സിന് 2 കൊടുക്കൂ, വൈക്ക് -2 കൊടുക്കൂ. എക്സിന് 2ഉം വൈക്ക് -2 കൊടുത്തേ. അപ്പോൾ 2a മൈനസ് 2b പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് കിട്ടിയില്ലേ? ഈ കണ്ടീഷൻ കിട്ടിയില്ലേ? ഫോർ എനി വാല്യൂ ഓഫ് എ ആൻഡ് ബി. എക്കും ബിക്ക് ഏത് റിയൽ നമ്പർ വേണമെങ്കിൽ കൊടുത്തോണ്ടിരിക്കുക, എ പിയിൽ വന്നാൽ മതി. ഓക്കെ, സോ ഇറ്റ്സ് എ ഫാമിലി ഓഫ് ലൈൻസ് എന്നുള്ള കൺസെപ്റ്റിൽ വരും. ദാറ്റ് ലൈൻ മസ്റ്റ് പാസ് ത്രൂ 2, -2. അതായത് എക്സിന് 2ഉം വൈക്ക് -2ഉം കൊടുക്കുന്ന പോയിന്റിൽ കൂടെ അത് പാസ് ചെയ്തുകൊണ്ടിരിക്കും. ഇന്റർസെക്ഷൻ ഓഫ് ലൈൻസ്, ഫാമിലി ഓഫ് ലൈൻസ് എന്നുള്ള കൺസെപ്റ്റ്. അതല്ലെങ്കിൽ ഇത് എ പിയുടെ കൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്തിട്ട് സോൾവ് ചെയ്താലും കുഴപ്പമില്ല, എങ്ങനെ ചെയ്താലും പ്രശ്നമില്ല. ഞാനൊരു ഐഡിയ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ.
ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുത്താലേ പെട്ടെന്ന് പറയാം. ഒരു ട്രയാങ്കിൾ ഞാൻ വരയ്ക്കുന്നു. ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് എ എന്ന് എടുത്തു, -2, 3. വേറൊരു വെർട്ടെക്സ് തന്നിട്ടുണ്ട്, അതിനെ ബി എന്ന് വിളിച്ചു, 5, -1. അടുത്ത വെർട്ടെക്സിനെ കുറിച്ചാണ് അവർ പറഞ്ഞിരിക്കുന്നത്, എനിക്കറിയില്ല. ഞാനത് x, y എന്ന് വിളിച്ചാൽ സെൻട്രോയിഡ് തന്നിട്ടുണ്ട്, സോറി ഓർത്തോസെൻറ്റർ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ഓർത്തോസെൻറ്റർ? Orthocenter is point of intersection of altitude. Orthocenter is point of intersection of altitude. ഓർത്തോസെൻറ്റർ തന്നിട്ടുണ്ടെന്ന്. ഓർത്തോസെൻറ്റർ തന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? സ്ലോപ്പിൻ്റെ പ്രോഡക്റ്റ് ഈക്വൽ ആയിരിക്കും. അതിനകത്ത് സിംപ്ലിഫൈ ചെയ്താലും മതി. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഓൾട്ടിറ്റ്യൂഡ് എന്ന് എടുത്തു, ഇത് ഡി, ഇത് ഇ, ഇത് എഫ്. ഞാൻ ഈ സി വരുന്ന 2 ഇക്വേഷൻ എടുത്തു എന്ന് വിചാരിച്ചാലും മതി. ഇപ്പോൾ നമുക്ക് സ്ലോപ്പിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ സ്ലോപ്പ് ഓഫ് സി എഫ്, ഇതിൻ്റെ സ്ലോപ്പും സ്ലോപ്പ് ഓഫ് എ ബി പ്രോഡക്റ്റ് -1 ആയിരിക്കില്ലേ, പെർപെൻഡിക്കുലർ ആയിരിക്കില്ലേ? അതെ. സി എഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ y2 - y1 x2 - x1. ഇത് സി എഫ് എന്നോ അല്ലെങ്കിൽ ഇതിപ്പോൾ ഓർത്തോസെൻറ്റർ എച്ച് എന്ന് വിളിച്ച് സി എച്ച് എന്ന് വിളിച്ചാലും കുഴപ്പമില്ല. ഇത് y/x വരും ഇൻറ്റു എ ബിയുടെ സ്ലോപ്പ്. അപ്പോൾ -1 - 3 ദാറ്റ് ഈസ് -4, 5 + 2 ദാറ്റ് ഈസ് 7 വിച്ച് ഈസ് ഈക്വൽ ടു -1. അപ്പോൾ നിങ്ങൾക്ക് എന്തെഴുതാം? 4y = 7x എന്ന് കിട്ടും. 4y = 7x. നോക്കിയേ, ഈ പോയിന്റ് ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യും. എക്സിന് -4ഉം വൈക്ക് -7ഉം കൊടുക്ക്. എക്സിന് -4, വൈക്ക് -7. നോക്കൂ, ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് 4 × വൈക്ക് -7 കൊടുത്തു = 7 × എക്സിന് -4 കൊടുത്തു. 2 ഈക്വലാണ്. ഇനിയിപ്പോൾ ഇത് ഒരെണ്ണത്തിൽ മാത്രമേ ശരിയാവും സംശയമുണ്ടെങ്കിൽ വേറെ 2 സ്ലോപ്പ് എടുത്തോ. ഇപ്പോൾ സ്ലോപ്പ് ഓഫ് എം ഓഫ് എ ഡി അല്ലെങ്കിൽ എ എച്ച്, എ ഡി എന്നോ അല്ലെങ്കിൽ എ എച്ച് എന്ന് വിളിച്ചാലും കുഴപ്പമില്ല. ഇതാകുമ്പോൾ എ എച്ച് ആകുമ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ടല്ലോ. ഇൻറ്റു എം ഓഫ് ബി സി = -1. ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് XY കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ. ഓക്കെ, സമയം തീർന്നുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു തീർക്കുക ചെയ്തത്. അത്യാവശ്യം മാത്തമാറ്റിക്സ് ടഫായിരുന്നു, ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. റയറായിട്ട് അവിടെ ഇവിടെ ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിനകത്തുള്ള വിജയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ടഫായിട്ടുള്ളത് ധൈര്യമായിട്ട് വിട്ടു കളഞ്ഞോളൂ. ആരും ടെൻഷൻ അടിക്കണ്ട. താങ്ക് യു, ബൈ. നമുക്ക് നാളെ കാണാം.